Good evening all. Good evening everyone. Welcome to India's first animated live tuition. Okay. So നമ്മൾ ഇന്ന് ബയോളജി മാരത്തോൺ ക്ലാസ് ആണ് പോകുന്നത്. സോ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റെഡി ആണോ? ലിയ റെഡി ആണോ? യെസ് റെഡി ആണോ? ഒന്ന് ചിരിച്ച് റെഡി ആണെന്ന് പറഞ്ഞേ. യെസ്. ഗുഡ് ഈവനിങ് കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ എവ്രിവൺ ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ സോ നമ്മുടെ സയൻസ് എക്സാം ആണ് നാളെ അല്ലെ. 10th ക്ലാസ് സ്റ്റുഡൻസിന് എല്ലാവർക്കും നാളെ സയൻസ് എക്സാം ആണ് 10th CBSEക്ക്. ഓക്കെ സോ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മളിന്ന് യൂട്യൂബ് ലൈവ് ക്ലാസ് ആണ് പോകുന്നത്. സോ 90+ സ്റ്റുഡൻസിന് മാത്രമല്ല നമ്മുടെ എല്ലാ 10th CBSE സ്റ്റുഡൻസിനും നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ കസിൻസിനും എല്ലാവർക്കും ഓക്കെ എല്ലാ ഗ്രൂപ്പ്സിലായിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ബിക്കോസ് അവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ ബിക്കോസ് നമ്മൾ 10th CBSEയിലെ ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് മാരത്തോൺ ക്ലാസ് ആണ് പോകുന്നത്. ഓക്കെ സോ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ആ ലിങ്ക് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് വന്നേ പെട്ടെന്ന്. യെസ് ഓക്കെ സ്റ്റുഡൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ് ഷെയർ ചെയ്തോ? ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. സോ എല്ലാ സ്റ്റുഡൻസും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം നമ്മൾ ബയോളജി ക്ലാസ്സിൽ എല്ലാ ടോപ്പിക്സും നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് റിവിഷൻ കഴിഞ്ഞതാ. ഓക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ കഴിഞ്ഞതാ. സോ നമ്മളിന്ന് ഫൈനലി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഫൈനൽ റിവിഷൻ ആണ് നമ്മൾ ഇപ്പൊ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കാം നമ്മൾ ഇന്ന് പോകുന്നത് എന്താണ്, നമ്മുടെ റിവിഷൻ. സോ നമ്മുടെ മാരത്തോൺ ക്ലാസ് ആണ്. സോ ബയോളജി മാരത്തോൺ ആണ്. സോ എല്ലാവരും ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നേ. ബയോളജി ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ 90+ ബയോളജി നോട്ട് ബുക്ക് എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം. ഓക്കെ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാൻ വരുന്നത്. സോ 6th ചാപ്റ്റർ നിങ്ങളുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ ദാറ്റ് ഈസ് ലൈഫ് പ്രോസസ്സസ്. ഓക്കെ സോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ചാപ്റ്റർ നമ്പർ 6 that is life processes, and chapter number 7 next one that is control and coordination. Okay control and coordination. Now next chapter is chapter number 8 that is how do organisms reproduce. Okay how do organisms reproduce. The 9th chapter heredity and evolution. Yes Leah and കൂടെ പറയുന്നുണ്ട്. And chapter number 15 last chapter that is our environment. Okay so ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത്. ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും, കണ്ടിന്യൂസ് റിവിഷൻ ആയിരിക്കും, മാരത്തോൺ ആണ്. എന്റെ കൂടെ ഓടാനായിട്ട് റെഡി ആണോ? ആണ്. സോ നമ്മൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് അറിയണം, ഇതിൽ ഏത് ചാപ്റ്റേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അറിയണം. നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഓക്കെ സോ അതിന്റെ ഒരു ജനറൽ ഐഡിയ ആണ് ടീച്ചർ നിങ്ങൾക്ക് ഫസ്റ്റ് തരുന്നത്. ഓക്കെ ക്ലാസ് 10th CBSE മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സയൻസ് ബയോളജിയിൽ മാത്രം. ഓക്കെ സയൻസ് സബ്ജക്ട്സിൽ ബയോളജിക്ക് മാത്രമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ടേബിൾ ആണിത്. ഓക്കെ സോ നോക്കാം, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ ചാപ്റ്റർ നമ്പർ 6 ലൈഫ് പ്രോസസ്സസ്, ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ദെൻ ചാപ്റ്റർ നമ്പർ 8 ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ചാപ്റ്റർ നമ്പർ 9 ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഈ 4 ചാപ്റ്റേഴ്സിനെയും ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ആ യൂണിറ്റിന്റെ പേരാണ് വേൾഡ് ഓഫ് ലിവിങ്. ഓക്കെ വേൾഡ് ഓഫ് ലിവിങ്. ആൻഡ് അതിൽ നിന്ന് എത്ര മാർക്കിന് വരും? 25 മാർക്സിന് വരും. ഓക്കെ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സിൽ നിന്നും ഒരുമിച്ച് ഓക്കെ 25 ഓക്കെ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടി വരുന്നതാണ് 25 മാർക്സിന്. ആൻഡ് നമ്മുടെ 15th ചാപ്റ്റർ അവർ എൻവയൺമെന്റ്, അതിന്റെ യൂണിറ്റ് നെയിം നാച്ചുറൽ റിസോഴ്സസ് എന്നാണ്. അതിൽ നിന്ന് 5 മാർക്സിനാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ സോ 25 + 5 ടോട്ടൽ നമുക്കറിയാം 30 മാർക്സിനാണ്. ഓക്കെ സോ ബയോളജിയിൽ നിന്ന് 30 മാർക്സിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ നിങ്ങൾക്ക് അറിയാം സയൻസ് സബ്ജക്ട്സിൽ എല്ലാ സബ്ജക്ട്സിനേക്കാളും ഇമ്പോർട്ടന്റ് ഏതാണ്? ബയോളജി ആണ്. ബിക്കോസ് ബയോളജിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി സബ്ജക്ട്സ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ടീച്ചർ പറയുന്നത്. നിങ്ങൾ കൂടുതലും ബയോളജിക്ക് ചെറിയൊരു എന്താ പറയാ
ഒരു മുൻഗണന കൊടുക്കുക. ബിക്കോസ് ബയോളജിയിൽ നിന്നാണ് കൂടുതലും മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ നോക്കുക 3 hours ആണ് എക്സാം. നിങ്ങൾക്ക് അറിയാം 100 marks ആണ്. ഇന്റേണൽ 20 അല്ലെ, ഇന്റേണൽ അസസ്മെന്റ് 20 marks ഉണ്ട്. ടോട്ടൽ എക്സ്റ്റേണൽ എക്സാം 80 marksനായിരിക്കും. അതിൽ 30 marksനാണ് ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ 2022-23 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് നോക്കുക. സെക്ഷൻ എ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, ഡി, ഇ. ഓക്കെ, അങ്ങനെ 5 സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ സെക്ഷൻ എയില് 1 mark ക്വസ്റ്റ്യൻസ് ആണ്. സോ ബയോളജിയിൽ നിന്നും 7 marksനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാം. ഓക്കെ, 1 markന്റെ 7 questions. ഓക്കെ, 1 markന്റെ 7 questions ആണ് സെക്ഷൻ എയിൽ ഉണ്ടാവുക. ഇനി സെക്ഷൻ ബിയിലാണെങ്കിലോ 2 marksന്റെ 4 questions. ഓക്കെ, 2 marksന്റെ 4 questions. സോ അവിടെ 8 marks. ഓക്കെ, ദെൻ സെക്ഷൻ സിയിൽ വരുമ്പോ 5 marksന്റെ 1 question. ഓക്കെ, 5 marksന്റെ 1 question. ഓക്കെ, 5 marks സോറി സെക്ഷൻ സിയിൽ വരുന്നത് 6 markന്റെ 3 marksന്റെ 2 question ആണ്. 3 marksന്റെ 2 question. So totally 6 marks. Then 5 marksന്റെ 1 question. Then last one 4 marksന്റെ 1 question. Okay, 4 marksന്റെ 1 question. Clear ആയല്ലോ? So ഇങ്ങനെയാണ് ആ സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ഒന്നെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മൈൻഡിൽ ഒരു മാപ്പ് ഉണ്ടായിരിക്കണം. ഏതിനാണ് നിങ്ങൾ ഫോക്കസ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ഓക്കെ, സോ അങ്ങനെ കറക്റ്റ് വേയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. So firstly we are going to learn our first chapter, that is 6th chapter in your science textbook, that is life processes. Okay, life processes നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ് ഈസ് എ ലെങ്തി ചാപ്റ്റർ അല്ലെ, കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. ഒരുവിധം എല്ലാ പ്രോസസ്സസും അതുപോലെ എല്ലാ എന്താ പറയുക സിസ്റ്റംസും നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഇല്ലേ. സോ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ടൈമും കളയാണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുമ്പ് ആലോചിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ ക്വിക്ക് ആയിട്ട് ടീച്ചറുടെ ഒപ്പം ഓടുക. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Differentiate between autotroph and a heterotroph. Differentiate between an autotroph and a heterotroph. എല്ലാവർക്കും അറിയാം? അറിയില്ലേ? Everyone, because നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം നമുക്ക്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ് 2 types of nutrition. Okay, 2 different types of nutrition എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് and heterotrophic. So you know that the meaning of auto is self. The meaning of auto is self. So what is that? Organisms synthesize food by themselves through photosynthesis. Okay, so they prepare their food by themselves through photosynthesis. And what about heterotrophic nutrition? Organisms can't synthesize food by themselves. Instead they depend upon autotrophs, right? Instead they depend upon autotrophs for their food. Okay, then second point noka, they do not depend on any other organisms because they are having the capacity to prepare their own food by themselves, right? So noka, heterotrophic noka, they depend on organisms for food, or they depend on autotrophs എന്ന് എഴുതാം. Okay, and last point നോക്കുക, എക്സാമ്പിൾസ് ആണ് green plants, algae and some microorganisms. Okay, some microorganisms such as cyanobacteria are examples for autotrophs. And the next one, heterotrophs ന്റെ example നിങ്ങൾക്ക് എന്ത് എഴുതാം? humans, birds, animals എല്ലാം നിങ്ങൾക്ക് എഴുതാം. Okay, humans, birds, animals. Okay, humans, birds and animals ഇതിലെല്ലാം okay, birds and animals എല്ലാം birds, humans ഒക്കെ animalsൽ തന്നെ വരുന്നതാ. ഓക്കെ, സോ നിങ്ങൾക്ക് അതെല്ലാം ഹെറ്ററോട്രോഫ്സിൽ എഴുതാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 3 പോയിന്റ്സ്, 2 പോയിന്റ്സും 1 എക്സാമ്പിളും മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് heterotrophic nutrition. Now switching on to second question, the internal or cellular energy reserve in autotrophs is dash. ഇതിന്റെ എല്ലാവരും ആൻസർ കമന്റ് ചെയ്തേ, പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്തേ. എല്ലാവരും 90+ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബാക്കി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും ആൻസർ കമന്റ് ചെയ്തേ. ദ ഇന്റേണൽ എനർജി റിസർവ് ഇൻ ഓട്ടോട്രോഫ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. മഹിറ കമന്റ് ചെയ്തേ. ആർക്കാ പേടിയാവുന്നേ? രാഹുലിന് പേടിയുണ്ടോ? എന്തിനാ രാഹുലെ പേടിക്കുന്നേ? ഒട്ടും പേടിക്കണ്ട, നമ്മളിവിടെ മാരത്തോൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിച്ചുള്ളതും കൂടെ അങ്ങോട്ട് പറന്നു പോകും. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ കിട്ടുന്ന ടൈം നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, അത്രേ ഉള്ള ആവശ്യം. ഈ ഒരു മാരത്തോൺ ക്ലാസ് കണ്ടു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഓക്കെ, സോ പേടിക്കൊന്നും വേണ്ട, എല്ലാവരും പഠിച്ചോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. യെസ്, ആൻസേഴ്സ് കമന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. യെസ്, ക്രിസ് ആൻസർ കറക്റ്റ് ആണ്.
യെസ്, ലിയ കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ്? സ്റ്റാർച്ച് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഏതാണ്? സ്റ്റാർച്ച് ആണ്. മറക്കരുത്. ദ ഇന്റേണൽ എനർജി റിസർവോയർ ഇൻ ഓട്ടോട്രോഫ്സ്. ദെൻ അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ദ ഇന്റേണൽ എനർജി റിസർവ് ഇൻ ഹെട്രോട്രോഫ്സ് അല്ലെങ്കിൽ അനിമൽസ് ഏതാണ്? അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേ. ദ ഇന്റേണൽ എനർജി റിസർവോയർ ഇൻ അനിമൽസ്. യെസ്, എക്സലന്റ്. അനിമൽസിന്റെ കേസിലാണെങ്കിൽ എന്താണ്? ഗ്ലൈക്കോജൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അനിമൽസിന്റെ കേസിലാണെങ്കിൽ ഇന്റേണൽ എനർജി റിസർവോയർ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ഇത് രണ്ടും ചോദിക്കാം. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ സ്റ്റാർച്ച് ആണ്. തെറ്റരുത്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ സ്റ്റാർച്ച് ആണ്. ആൻഡ് അനിമൽസിന്റെ കേസിലാണെങ്കിലാണ് ഗ്ലൈക്കോജൻ. ഓക്കെ, ക്ലിയർ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് ദ സമ്മറി ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്റെ സമ്മറി. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഓപ്ഷൻ എ, ബി, സി, ഡി. ഇതിലേതാ റൈറ്റ് ആൻസർ? 1, 2, 3, 4. നിങ്ങൾ ഫിംഗേഴ്സിൽ കാണിച്ചാൽ മതി. ആൻസർ കാണിച്ചേ. 1, 2, 3, 4. ഏതാ റൈറ്റ് ആൻസർ? ഇൻ ദ പ്രസൻസ് ഓഫ് ആണ്. ആരോ മാർക്കിന്റെ അവിടെ കൊടുത്തേക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ആണ്. ഓക്കെ, യെസ്, right answer option 3. okay, C, that is the right answer. okay, option C ആണ് right answer. that is 6CO2. ഈ ഒരു ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. okay, 6CO2 plus 12H2O in the presence of chlorophyll and sunlight provides what it gives? It gives glucose, that is C6H12O6 plus 6O2 plus 6H2O. okay, clear ആയെന്ന് വിചാരിക്കുന്നു. next question, mention the major events during photosynthesis. ഫോട്ടോസിന്തസിസിലെ മേജർ ഇവന്റ്സ് 3 ഇവന്റ്സ് ആണ്. മെയിൻ 3 ഇവന്റ്സ് ആണ് വരുന്നത്. ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. മേജർ ഇവന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. മെൻഷൻ. ഓക്കെ, യു ഹാവ് ടു മെൻഷൻ ദ മേജർ ഇവന്റ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ടീച്ചർ പറയുന്നത് മാർക്ക് ചെയ്ത് പോവാ. യെസ്, എല്ലാവരും 90% സ്റ്റുഡൻസ് ഒക്കെ അതിന്റെ ആൻസർ പറഞ്ഞു നോക്കുന്നത് കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ ക്ലോറോഫിൽ. ഓക്കെ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും കമന്റ് ചെയ്യാം. 90+ സ്റ്റുഡൻസ് മാത്രമല്ല, യൂട്യൂബിൽ ക്ലാസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ഓക്കെ, ക്ലോറോഫിൽ ആണ് അവർക്ക് വേണ്ടത് അല്ലേ? ഓക്കെ, സെക്കൻഡ് വൺ നോക്കുക. കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു കെമിക്കൽ എനർജി. ഓക്കെ, ലൈറ്റ് എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? chemical energy, converting it to chemical energy and splitting of water molecules into hydrogen and oxygen. Okay, H2O ne split ചെയ്ത് H and O. Okay, hydrogen and oxygen ആയിട്ട് split ചെയ്യാം. And the last step, that is the third step, is reduction of carbon dioxide to carbohydrates. Okay, അവിടെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. Okay, so reduction of carbon dioxide to carbohydrates. Okay, final. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. 3 സ്റ്റെപ്സും ആലോചിച്ച് വെക്കുക. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. ഓക്കെ, സണ്ണിൽ നിന്ന് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു ബൈ ക്ലോറോഫിൽ. ഓക്കെ, ക്ലോറോഫിൽ എവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? Where is chlorophyll present in plants? Yes, ലിയയുടെ ലിപ്സിംഗ് എനിക്ക് മനസ്സിലായി. ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിലാണ്. മറക്കരുത്, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. മറക്കരുത്. ഓക്കെ, now next question നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പിക്ചർ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് സെയിം ഇമേജ് ആണ്, സെയിം ഡയഗ്രാം ആണ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഇമേജ് തന്നിട്ട് ഇത് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാം, ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഡയഗ്രാംസും ലേബിളിങ്സും ആണ്. ഓക്കെ, ഡയഗ്രാംസും ലേബിളിങ്സ് ആണ്. സോ നോക്കുക, ഇതിൽ നമ്മുടെ ക്രോസ് സെക്ഷൻ ആണ്, നമ്മുടെ ലീഫിന്റെ ക്രോസ് സെക്ഷൻ ആണ്. സോ ഈ ഒരു ഇമേജ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇതിൽ ഏത് പാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, വാക്സി ക്യൂട്ടിക്കിൾ, അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്, ദെൻ ഗ്വാഡ് സെൽ, എയർ സ്പേസ്, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അത് നോക്കി തന്നെ പോവാം. ഇമ്പോർട്ടന്റ് ആണ്, ക്രോസ് സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൗ ഡു ദ ഗോഡ് സെൽസ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർസ്? ഓക്കെ, എങ്ങനെയാണ് ഗോഡ് സെൽസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർസ്. എങ്ങനെയാണ്? നമ്മുടെ ഗോഡ് സെൽസ് വാട്ടർ ഇൻടേക്ക് ചെയ്ത് സ്വെൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഇൻടേക്ക് ചെയ്ത്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്, വാട്ടർ ഇൻടേക്ക് ചെയ്ത്, ഗോഡ് സെൽസ് വാട്ടർ ഇൻടേക്ക് ചെയ്ത് സ്വെൽ ചെയ്യുമ്പോൾ, രണ്ട് ഗോഡ് സെൽസും നമ്മുടെ കിഡ്നി ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ പി ഷേപ്ഡ് ആണ്. സോ അതിലേക്ക് വെള്ളം കയറി അവർ സ്വെൽ ചെയ്യുമ്പോൾ യെസ്, ഗോഡ് സെൽസ് വിൽ ഓപ്പൺ. വെരി ഗുഡ്, ലിയ ആൻഡ്
Chris. ബാക്കി എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ ആൻഡ് സ്വെൽ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വാട്ടർ ലോസ് ആയി ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, ഇറ്റ് വിൽ ക്ലോസ്. സോ അത് തന്നെയാണ് ആൻസർ വരുന്നത്. നോക്കാം, സ്റ്റൊമാറ്റോ നോക്കുക. സ്റ്റൊമാറ്റോ ആണ് സ്ട്രക്ചർ അല്ലെ. ടൈനി പോർസ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ലീവ്സ്, ദാറ്റ് ആർ സ്റ്റൊമാറ്റ. Then function gaseous exchange. Main function gaseous exchange ആണ്. അതുപോലെ വാട്ടർ ലോസും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ gaseous exchange ആണ്. സോ ഇവിടെ ഗാർഡ് സെൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇതാണ് ഗാർഡ് സെൽസ് അല്ലെ, ഇതാണ് ഗാർഡ് സെൽസ്, രണ്ട് കിഡ്നി ഷേപ്ഡ് സെൽസ് അല്ലെ. അതിന്റെ സെന്ററിലുള്ളതാണ് നമ്മുടെ സ്റ്റൊമാറ്റൽ പോർ. ഓക്കെ, നോക്കുക ഫംഗ്ഷൻ നോക്കുക. അബ്സോർപ്ഷൻ ഓഫ് മോർ വാട്ടർ കോസസ് swelling of guard cells. Okay, swelling. Okay, swelling of guard cells which resulted in the opening of stomatal pores. Okay, so swelling എന്ന് പറയുമ്പോൾ intake അല്ലെങ്കിൽ absorption ആണ്. Absorption of more water resulting in swelling that results in the opening of stomatal pores. Next നോക്കുക, guard cells shrink when water flows out of them which lead to the closing of stomatal pore. Okay, clear ആയല്ലോ? Okay, ഇങ്ങനെയാണ് ഗാർഡ് സെൽസ് നമ്മുടെ സ്റ്റൊമാറ്റൽ പോറിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain the process of nutrition in amoeba by using a suitable diagram. Okay, nutrition in amoeba. Okay, ഒന്ന് കമന്റ് ചെയ്തേ, അവരുടെ ഏത് പാർട്ട് യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് കളക്ട് ചെയ്യുന്നത്? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ന്യൂട്രീഷൻ, കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ വിച്ച് ഈസ് ദി ഓർഗൻ ദാറ്റ് ദേ യൂസ് ടു കളക്ട് ഫുഡ്? യെസ്, കറക്റ്റ് ആണ്, സ്യൂഡോപോഡിയ. ഓക്കെ, യൂട്യൂബിൽ ആൻസേഴ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? സ്യൂഡോപോഡിയ. അഭിശ്രീ കറക്റ്റ് ആണ്, സ്യൂഡോപോഡിയ. ഓക്കെ, സ്യൂഡോ മീൻസ് ഫാൾസ് ആൻഡ് പോഡിയ മീൻസ് ഫീറ്റ്, റൈറ്റ്? സോ നമുക്ക് ആൻസർ നോക്കാം. ഇതാണ് നമ്മുടെ അമീബയുടെ പിക്ചർ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. യൂട്യൂബിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നോക്കാം. Amoeba takes food by using a temporary finger-like extension of the cell surface which fuse over the food particle, forming a food vacuole with the help of pseudopodia. Okay, inside the food vacuole, complex substances are broken down into simple ones which then diffuse into the cytoplasm. And the last point, the remaining undigested material is moved to the surface of the cell and then thrown out. So our picture ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay, നമ്മുടെ അമീബയുടെ ന്യൂട്രീഷന്റെ ആ ഒരു പിക്ചർ ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജ് ആണ്. ഇത് നോക്കി പോവുക, ബിക്കോസ് യു ഹാവ് ടു ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ. ഓക്കെ, യു ഹാവ് ടു ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ. വളരെ എളുപ്പമാണല്ലേ, നമ്മുടെ അമീബനെ വരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അമീബ ന്യൂക്ലിയസ് ഉണ്ട്, ഫുഡ് പാർട്ടിക്കിൾ റെഡ് കളർ ആണ് ഫുഡ് പാർട്ടിക്കിൾ. സോ ഫുഡ് വാക്യൂൾ ഫോം ചെയ്യാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ ഈസ് ആക്ച്വലി ഹഗ്ഗിങ്, റൈറ്റ്? ആക്ച്വലി ഹഗ്ഗിങ് ദാറ്റ് ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് എൻക്ലോസ് ചെയ്യാന്നാണ് പറയുക. ഓക്കെ, എൻക്ലോസിങ്. ഓക്കെ, സ്യൂഡോപോഡി യൂസ് ചെയ്ത് എൻക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഒരു ഫുഡ് വാക്യൂൾ ഫോമിലാണ് ഫുഡിനകത്തേക്ക് എടുക്കുന്നത്. ദെൻ അതിന്റെ അകത്ത് വെച്ചിട്ടാണ് കോംപ്ലെക്സ് പാർട്ടിക്കിൾസിനെ എല്ലാം സിംപിളർ കമ്പോണൻസ് ആക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ദേ ആർ ത്രോൺ ഔട്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. നൗ നെക്സ്റ്റ് വൺ. Which is the correct sequence of parts in the human alimentary canal? Human alimentary canalന്റെ pathway ആണ് കൊടുത്തേക്കുന്നത്. Which is the right one? ഓപ്ഷൻ എ, ബി, സി, ഡി. വളരെ എളുപ്പമാണ്. ഒന്ന് പറഞ്ഞേ, വിച്ച് ഈസ് ദ റൈറ്റ് വൺ? യെസ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂട്യൂബ് കമന്റ്സ് ഒന്ന് നോക്കിയേ. വിച്ച് ഈസ് ദ റൈറ്റ് വൺ? 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് ചോദിച്ചത്? കറക്റ്റ് സീക്വൻസ് ഓഫ് ദ പാർട്സ് ഓഫ് ദി alimentary canal. alimentary canal. യെസ്, 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 കറക്റ്റ് ആണ്. ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും അറിയാം എന്താണ് ഓപ്ഷൻ ഡി. മൗത്ത്, esophagus, then stomach, small intestine and large intestine. എല്ലാവർക്കും അറിയാം. ഓക്കെ, now next question. Match the column A with column B. പെട്ടെന്ന് match the column A with column B. പെട്ടെന്നൊന്ന് മാച്ച് ചെയ്തേ. liver produces what? അല്ലെങ്കിൽ liver secretes what? യെസ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്ക. pancreas, then small intestine glands, then stomach, then esophagus. The other name for esophagus is given in column B. Okay, so match ചെയ്യട്ടെ ടീച്ചർ.
എളുപ്പമാണല്ലേ? യെസ്, എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിവർ, ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ബൈൽ ജ്യൂസ്, റൈറ്റ്? It can be matched with bile juice. Then pancreas secretes pancreatic juice. Small intestine secretes intestinal juice. Stomach secretes HCl, that is hydrochloric acid. And finally, esophagus can be matched with food pipe. That is the other name for, yes, Ara comment. Ara? നിസി ചെറിയാൻ. ഓക്കെ, നിസി കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യൂട്യൂബിൽ നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നിസി ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, ആൻസേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആൻസേഴ്സും കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് മാച്ചിങ് പെയർ. ഓക്കെ, കറക്റ്റ് മാച്ചിങ് പെയർ ഇതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഴുതിയെടുത്തല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഹൗ ഡു കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആ, ഡിസ്ക്രിപ്റ്റീവ് ലെവലാ, ശ്രദ്ധിക്കുക. ഓക്കെ, ഹൗ ഡു കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ഗെറ്റ് ഡൈജസ്റ്റഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്? ഓക്കെ, ഹ്യൂമൻ ബീങ്സിന് ഡൈജഷൻ പോർഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്, ഹൗ ദേ ആർ ഗെറ്റിംഗ് ഡൈജസ്റ്റഡ്? ഓക്കെ, കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് will take place in the small intestine. Describe the process. So or question. So ഇങ്ങനെ രണ്ട് രീതിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യണ്ടേ? സോ ഇത് രണ്ട് പ്രാവശ്യം ഡിഫറെന്റ് ടൈംസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അല്ല, രണ്ടും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം? കംപ്ലീറ്റ് ഡൈജഷൻ നമുക്കറിയാം എവിടെ സംഭവിക്കുന്നത്? സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് അല്ലെ? സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ഡൈജഷൻ സംഭവിക്കുന്നത്. സോ യു ഹാവ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ്. നോക്കാം, സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് ദ സൈറ്റ് ഓഫ് ദ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ്, അത് മറക്കരുത് കേട്ടോ, കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? മറക്കരുത്. ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ small intestine. Okay, it receives the secretions from the liver and pancreas for this purpose. So ആലോചിക്കുക, ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും ഓക്കെ ബൈൽ ജ്യൂസും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും എവിടേക്ക് റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എവിടേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാറ്റ്സ് ആർ പ്രസന്റ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഫാറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ദേ ആർ പ്രസന്റ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ഇൻ ദ ഫോം ഓഫ് ലാർജ് ഗ്ലോബ്യൂൾസ്. ഓക്കെ, fats are present in the form of large globules, which makes it difficult for enzymes to act on them. അപ്പോൾ ലാർജ് ഗ്ലോബ്യൂൾസ് ആയിട്ട് അവർ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ എൻസൈംസിന് അവരെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. സോ അവിടെ ആരാണ് ഹെൽപ്പ് ചെയ്യണേ? ബൈൽ സാൾട്സ്. ശ്രദ്ധിക്കുക, ബൈൽ സാൾട്സ് break them down into small globules. Okay, വലിയ ഗ്ലോബ്യൂൾസിനെ സ്മോൾ ഗ്ലോബ്യൂൾസ് ആയിട്ട് നമ്മൾ ആര് ബ്രേക്ക് ഡൗൺ ചെയ്യും? ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ ബൈൽ സാൾട്ട്. ഓക്കെ, ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് എൻസൈം റിയാക്ഷൻ അല്ലെങ്കിൽ എൻസൈം ആക്ഷൻ. എൻസൈംസിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പാൻക്രിയാസ് സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് എൻസൈംസ് ലൈക്ക്, ഓക്കെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? trypsin for digesting proteins. Trypsin digests proteins. Then lipase for digesting or breaking down emulsified fats. So ആലോചിക്കുക, നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസന്റ് ആയിട്ടുള്ള ട്രിപ്സിൻ ആര് ഡൈജസ്റ്റ് ചെയ്യാൻ? പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. ലിപ്പേസ് ഫോർ ഡൈജസ്റ്റിംഗ് emulsified fats. Okay, so the walls of small intestine contains glands which secrete intestinal juice. ഇനി നമ്മുടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ആര്? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ തന്നെ intestinal juice പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഓക്കെ, സോ enzymes present in intestinal juice finally convert the proteins into amino acids. Okay, so നമുക്കറിയാം പ്രോട്ടീൻ ആണ് അവിടെ കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലെ? പ്രോട്ടീൻ ആണ് അവിടുത്തെ കോംപ്ലക്സ് കോമ്പൗണ്ട്. സോ അതിന്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുക. സോ നമുക്കറിയാം നമ്മുടെ പ്രോട്ടീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, എന്തായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും? അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആയിട്ടും ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് ആയിട്ടും സിംപ്ലർ കോമ്പൗണ്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓക്കെ, പ്രോട്ടീൻ ടു അമിനോ ആസിഡ്, then carbohydrates to glucose, fats to fatty acids and glycerols. മറക്കരുത്. Okay, digested food is taken up by the walls of the intestine. Digested food materials intestine തിരിച്ച് reabsorb ചെയ്യും. Then unabsorbed food, okay, final product, unabsorbed food is sent into the large intestine where it
where its wall absorbs more water from this material and rest of the material is removed from the body via the anus. Okay, so large intestine വെച്ച് എന്താ സംഭവിക്കുന്നേ? റെസ്റ്റ് അതിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആണ് anus വഴി പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതണ്ടേ. ഓക്കെ, ഇന്ത്യൻ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഡൈജഷൻ. ഓക്കെ, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് എന്തായാലും വരും, ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, നോക്ക, നമ്മുടെ 3 types ആണ്, 3 pathways of respiration ആണ്, 3 pathways of respiration ആണ്. സോ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് 3 pathwaysലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറുവേറ്റ് അല്ലെ? ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കുക അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ മോളിക്യൂൾ ആണ്, പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ മോളിക്യൂൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കരുത്, എല്ലാത്തിന്റെയും 3 പാത്വേസിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ്. എവിടെ വെച്ച് നടക്കുന്നത്? ഇൻ ദി സൈറ്റോപ്ലാസം. എവിടെ വെച്ചിട്ടാ? ഇൻ ദി സൈറ്റോപ്ലാസം. സോ അതിൽ ഫസ്റ്റ് പാത്വേ നോക്കുക, ഏതാണ്? ഫെർമെന്റേഷൻ ആണ് ഫസ്റ്റ് വൺ അല്ലെ? ഫെർമെന്റേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ yeast. Okay, fermentation that takes place in yeast. Okay, so it takes place in the absence of oxygen, that is anaerobic respiration ആണ്. So the end product important ആണ്. End product എന്ന് പറയുന്നത് alcohol. ഏതാണ് alcohol? ഏതാണ്? ethanol ആണ്. Okay, alcohol ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ആ ഒരു ആൽക്കഹോളിന് എക്സാമ്പിൾ ആണ് ethanol. Okay, ethanol plus carbon dioxide plus energy. Okay, ethanol plus carbon dioxide plus energy. Then next നോക്കുക, second pathway എന്ന് പറയുന്നത് that takes place in our muscles or that takes place in our muscle cells. That also takes place in the lack of oxygen. Okay, lactic acid plus energy. അതാണ് അവിടുത്തെ എൻഡ് പ്രൊഡക്റ്റ്. മറക്കരുത്, ലാക്ടിക് ആസിഡ്. നമ്മുടെ മസിൽ സെൽസിൽ നമുക്കറിയാം, നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മസിൽ സെൽസിന് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. സോ അവിടെ അനൈറോബിക് റെസ്പിറേഷൻ സംഭവിക്കും. ആസ് എ റിസൾട്ട് ദ പ്രൊഡക്റ്റ് ഈസ് lactic acid and energy. Okay, lactic acid, that is a 3 carbon molecule. And last one നോക്കുക, that takes place in the presence of oxygen. So first the random, it takes place in cytoplasm in the presence of oxygen, that takes place in mitochondria. Okay, it takes place in mitochondria and the end products are carbon dioxide, water and energy. Important ആണ്. Okay, end products അറിഞ്ഞിരിക്കണം. First one fermentation ആണ്, takes place in yeast. First one fermentation. Okay, first pathway ആണ് എന്താ? It is fermentation that takes place in yeast and it is taking place in absence of oxygen, that is anaerobic respiration ആണ്. End product എന്ന് പറയുന്നത് ethanol, carbon dioxide, energy. എല്ലാവരുടെയും എനർജി എന്തായാലും ഉണ്ടാവും. ഓക്കെ, എനർജിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റെസ്പയർ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കുക, മസിൽ സെൽസിൽ ലാക്ടിക് ആസിഡ്, മറക്കരുത്. ദെൻ തേർഡ് വൺ, ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ, ഏതാണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ഓക്കെ, നോക്കുക, ഹൗ ഡസ് aerobic respiration differ from anaerobic respiration? aerobic റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. സോ ടീച്ചർ പലവട്ടം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് ഇങ്ങനെ ടാബുലർ ഫോമിൽ എഴുതണം. ഓക്കെ, ടാബുലർ കോളത്തിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എപ്പോഴും ടാബുലർ കോളത്തിൽ തന്നെ എഴുതാം. ഓക്കെ, സോ 2 types of respiration ആണ് aerobic respiration and anaerobic respiration. Structure of mitochondria ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ. ഇല്ല, ചോദിക്കില്ല. സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ ചോദിക്കില്ല. ഓക്കെ, സോ നോക്കുക, aerobic respiration and anaerobic respiration, ഇതാണ് 2 types of respiration വരുന്നത്. സോ നോക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്. aerobic means it takes place in the presence of oxygen. അത്രേ ഉള്ളൂ. ഓക്കെ, process that takes place in the presence of oxygen. Okay, in the presence of air. Okay, that next one, anaerobic, it takes place in the absence of air or in the absence of oxygen. Next one നോക്കുക, it takes place in mitochondria. aerobic, അതായത് in the presence of air ആണെങ്കിൽ it takes place always in mitochondria. Okay, മറക്കരുത്, മൈറ്റോകോൺട്രിയയിലാണ് എപ്പോഴും aerobic നടക്കുക. Okay, absence of oxygen ആണെങ്കിൽ അത് എവിടെയായിരിക്കും? സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഓക്കെ, അനൈറോബിക് എപ്പോഴും സൈറ്റോപ്ലാസത്തിലായിരിക്കും. എൻഡ് പ്രൊഡക്റ്റ് നോക്കുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
എയറോബിക് റെസ്പിറേഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് നോക്കിയത്. അവിടെ എൻഡ് പ്രൊഡക്റ്റ് ഏതായിരുന്നു? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. മറക്കരുത്. സോ എയറോബിക്കിന്റെ പ്രൊഡക്ട്സ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ഓക്കെ, ദെൻ നമ്മുടെ അനൈറോബിക്കിന്റെ എന്താണ്? ഇറ്റ് ക്യാൻ ബി ആൽക്കഹോൾ. ആൽക്കഹോൾ എന്താണ്? നമ്മൾ എത്തനോൾ ആയിരുന്നു. സോ ഇറ്റ് ക്യാൻ ബി ആൽക്കഹോൾ ഓർ ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജി. ഓക്കെ, ആൽക്കഹോൾ ഓർ ലാക്റ്റിക് ആസിഡ് പ്ലസ് എനർജി. നെക്സ്റ്റ് വൺ, മോർ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. എയറോബിക് ആണെങ്കിൽ എന്താ? ഉറപ്പാണ് മോർ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. വെറാസ് in case of anaerobic respiration, very less amount of energy is released. And example നോക്ക, in plants and animals, plants and animals ഒക്കെ aerobic respiration ആണ്. And muscles, bacteria, yeast നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? anaerobic respiration സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. 1 2 3 4 5 പോയിന്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു 5 മാർക്സ് 4 മാർക്സ് എന്നൊക്കെ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എഴുതൂല്ലേ? ഓക്കെ, സോറി, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പോയിന്റ്സിന് ഒരു എന്താ പറയുക, ഒരു സ്കാർസിറ്റി ഇല്ല. ഓക്കെ, എല്ലാം എഴുതണം. നെക്സ്റ്റ് വൺ, why is the rate of breathing in aquatic organisms much faster than in terrestrial organisms? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? why is the rate of breathing in aquatic organisms much faster than in terrestrial organisms? നമുക്കറിയാം, നമ്മളെ ഫിഷസ്, അക്വാറ്റിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ഫിഷസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ വളരെ സ്പീഡ്, ഫാസ്റ്റർ പേസിൽ അല്ലെങ്കിൽ ഫാസ്റ്റർ റേറ്റിലാണ് അവർ ബ്രീതിങ് ചെയ്യുന്നുണ്ടാവുക. വൈ? എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ? എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ കമന്റ്സ് വരുന്നുണ്ടോ? ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോക്കി നോക്കി, എന്തുകൊണ്ടായിരിക്കും? യെസ്, കറക്റ്റ് ആണ് ലിയ, കറക്റ്റ് ആണ്. എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ലോ. വെരി ഗുഡ്. വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വളരെ കുറവാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു ഫാസ്റ്റർ റേറ്റിൽ ബ്രീത്ത് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. അത് തന്നെയാ. ഓക്കെ, ടെറസ്ട്രിയൽ അനിമൽസ് ക്യാൻ ബ്രീത്ത് the oxygen in the atmosphere, but animals that live in water need to use the oxygen dissolved in water. Analo. Okay, so since the amount of dissolved oxygen is fairly low compared to the amount of oxygen in the air, that is in the atmosphere, the rate of breathing in aquatic organisms is much faster than seen in the terrestrial organisms. എന്താ പറഞ്ഞേ? നമ്മുടെ വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജനേക്കാളും വളരെ കുറവ് എമൗണ്ടിലാണ് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുക. അതുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസ് കുറച്ചും കൂടെ ഫാസ്റ്റർ റേറ്റിൽ ബ്രീത്തിങ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the correct sequence of air passage during inhalation? ഇൻഹേലേഷൻ പെട്ടെന്ന് നോക്കി പറഞ്ഞേ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ, അതായത് ഇൻസ്പിറേഷൻ ആണ്. സോ അപ്പൊ വരുന്ന കറക്റ്റ് പാത്ത് വേ ഏതാണ്? കറക്റ്റ് ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞേ. 1 2 3 4 ABCD. ഏതാ റൈറ്റ് ആൻസർ? ഏതാ? ഓപ്ഷൻ എ നോസ്ട്രിൽസ്, ലാരിങ്സ്, ഫാരിങ്സ്, ട്രക്കിയ, ലങ്സ്. യെസ്, എല്ലാവരും കമന്റ് ചെയ്ത് ആൻസേഴ്സ് കമന്റ് ചെയ്തേ. ഏതാ? Option D. Option D. Nisi Cherian and Shibiraj. Correct answer. Okay, Nisi and Shibi. Excellent. Okay, option number D is the right answer. Option number D, that is nostrils, then pharynx, larynx, trachea and alveoli. Okay, so that's the correct order. Okay, pharynx and larynx തെറ്റിപ്പോവരുത്. Okay, next question നോക്കാം. സോറി, ആ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ഈ ഒരു പാത്ത് വേ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ആ ഒരു റെസ്പിറേറ്ററി പാത്ത് വേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ലേബിൾ ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എന്താണ് നേസൽ പാസേജ് അല്ലെ? നോസ്ട്രിൽസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് നേസൽ പാസേജ്. നേസൽ പാസേജ് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതാണ് ഫാരിങ്സ്. ദെൻ കംസ് ലാരിങ്സ്. Then this tube, അതാണ് നമ്മുടെ ട്രക്കിയ. ഓക്കെ, ഈ ട്രക്കിയയുടെ ചുറ്റും എന്തുണ്ട്? റിംഗ്സ് ഓഫ് കാർട്ടിലേജസ്. ഓക്കെ, റിംഗ്സ് ഓഫ് കാർട്ടിലേജസ്, റിംഗ്സ് ഓഫ് കാർട്ടിലേജസ്. ദെൻ ലെങ്സ്. ഓക്കെ, ലെങ്സ്, ടു ലെങ്സ്. ദെൻ ലെങ്സിനെ കവർ ചെയ്തിരിക്കുന്ന റിബ്സ്. ഓക്കെ, റിബ്സ്. ഇനി റിബ്സിന്റെ താഴെയായിട്ട് എന്തുണ്ട്? നമ്മുടെ ഡയഫ്രം, ഡോം ഷേപ്ഡ് മസ്കുലർ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഡയഫ്രം. ഓക്കെ, ഇനി നമ്മുടെ ട്രക്കിയ വന്നിട്ട് മെയിൻ 2 ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. That is known as bronchi. പ്ലൂറൽ ആണ്. സിംഗുലർ നമ്മൾ എന്ത് പറയും? ബ്രോങ്കസ്. മറക്കരുത്.
ട്രക്കിയ വന്നു ആൻഡ് അവർ രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആയി ആൻഡ് അവർ പറയുന്നതാണ് ബ്രോങ്കസ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ട് നമുക്ക് ബ്രോങ്കൈ എന്ന് പറയാം. വീണ്ടും ലെൻസിനകത്ത് ഒരു ഫർദർ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് അവർ നമ്മൾ പറയുന്നതാണ് ബ്രോങ്കിയോൾസ്. ഫർദർ സ്മോൾ ബ്രാഞ്ചസ്, ഓക്കെ, ബ്രോങ്കിയോൾസ്. ഓക്കെ, ആൻഡ് ബ്രോങ്കിയോൾസ് ഫർദർ എവിടേക്കാ പോകുന്നത്? ഫൈനലി ഇറ്റ് ഈസ് ലീഡിങ് ടു ദി ആൽവിയോളൈ അല്ലെ, ആൽവിയോളൈ. സോ ഇവിടെ ആൽവിയോളൈ കാണാം. ആൽവിയോളർ സാക്സ് ആണ് ഈ ഗ്രേപ്പ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സിൽ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ്. സോ ഇതിൽ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ലേബിൾ ചെയ്യാൻ ചോദിക്കും. പിക്ചർ വന്നിട്ട് ലേബിൾ ചെയ്യാൻ ചോദിക്കും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ലാരിങ്സ് ആൻഡ് ഫാരിങ്സ് ശ്രദ്ധിക്കുക. ലാരിങ്സ് ആൻഡ് ഫാരിങ്സ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. ഓക്കെ, നൗ ഈ ഒരു പിക്ചർ വന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ഈ ഒരു പിക്ചർ വന്നിട്ട് ഉറപ്പായിട്ടും ഇത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ആൽവിയോളൈ ആണ്. ഓക്കെ, ആൽവിയോളർ സാക്കിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. സോ ഇവിടെ നോക്കാം, നമ്മുടെ ആൽവിയോളസ് അല്ലെങ്കിൽ ഒരു ആൽവിയോളർ സാക്ക്, അതിന് ചുറ്റും പോകുന്നത് എന്താണ്? അതിന് ചുറ്റും പോകുന്ന ഒരു ട്യൂബ് ഉണ്ട്. അത് ഏതാണ്? ബ്ലഡ് കാപ്പിലറി. ഓക്കെ, സോ ഈ പോകുന്ന ഈ ഒരു ട്യൂബ്, ഇത്രയും പാർട്ട്, ആ ഒരു ട്യൂബിന് പറയുന്നതാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറി ആണ്. ഓക്കെ, ബ്ലഡ് സെൽസും എല്ലാം പോകുന്ന ഒരു ബ്ലഡ് വെസലാണ് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറി ആണ് അത്. ഓക്കെ, സോ നോക്കാം പാർട്സ് ആയിട്ട് ഏതാ വരുന്നത്? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളർ വാൾ. അതായത് നമ്മുടെ ആൽവിയോളയുടെ ലെയർ നമുക്കറിയാം, അതൊരു സിംഗിൾ ലെയർഡ് സെല്ലാണ് അല്ലെ, സിംഗിൾ ലെയർ ആണ് നമ്മുടെ ആൽവിയോളർ സാക്ക് എന്ന് പറയുന്നത്. സോ ആ സിംഗിൾ ലെയർ എന്താണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളർ വാൾ, ദാറ്റ് ഈസ് 1 cell thick. ഓക്കെ, 1 cell thick. ദെൻ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ബ്ലഡ് കാപ്പിലറിയുടെ എൻഡോത്തീലിയം, ബ്ലഡ് കാപ്പിലറിയുടെ ഇന്നർ വാളിനെ നോക്കാം. നമ്മുടെ ബ്ലഡ് കാപ്പിലറിയുടെ ഈ ഇന്നർ വാളിനെ പറയുന്ന പേരാണ്, ഈ ഇന്നർ വാളിനെ പറയുന്ന പേരാണ് എന്താ? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. ഓക്കെ, ദെൻ ഈ രണ്ട് മെംബ്രെയിൻസ് അല്ലെങ്കിൽ ഈ രണ്ട് എപ്പിത്തീലിയത്തിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഈ ഒരു എപ്പിത്തീലിയത്തിനും എൻഡോത്തീലിയത്തിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ബേസ്മെന്റ് മെംബ്രെയിൻ. ഇവിടെ യെല്ലോ കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മിഡിൽ പോർഷനിലുള്ള റീജിയൻ ആണ് ഇപ്പൊ ടീച്ചർ ബ്ലൂ ഷെയ്ഡ് ചെയ്തതാണ് നമ്മുടെ ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ നമ്മുടെ ബ്ലഡ് കാപ്പിലറി അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൂടെ എന്ത് പോകുന്നുണ്ട്? നമ്മുടെ RBC സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് പോകുന്നുണ്ട്. സോ സൈറ്റ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഏതാണ്? നമ്മുടെ ആൽവിയോളൈ ആണ്. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ RBC സെൽസ് ഓക്കെ എന്താണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആൽവിയോളയിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജനെ അകത്തേക്ക് എടുക്കുന്നതും. ആരാണ്? നമ്മുടെ RBC സെൽസും നമ്മുടെ ആൽവിയോളയും തമ്മിലാണ് ഈ ഗാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, സോ ഒരു ഇമേജ് വന്നിട്ട് നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. സോ പഠിച്ചു വെക്കുക. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനും പഠിച്ചു വെക്കുക. ഓക്കെ, now all plants give out oxygen during the day and carbon dioxide during the night. Okay, ശ്രദ്ധിക്കുക. All plants give out oxygen during the day and carbon dioxide during the night. Do you agree with this statement? Agree ചെയ്യുന്നുണ്ടോ? Do you agree with the statement and give reason? Yes, you do agree, right? Okay. Agree ചെയ്യുന്നുണ്ടെന്നാണ് കമന്റ്സ് വരുന്നത്. യെസ്, ഓക്കെ, എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം എന്താണ് നോർമലി ഡേ ടൈമിൽ എന്ത് അവൈലബിൾ ആണ്? സൺലൈറ്റ് അവൈലബിൾ ആണ്. ബിക്കോസ് നമ്മുടെ സൂര്യൻ അവിടെ ഉണ്ട്. സോ ആ ടൈമിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ്. അവർ റെസ്പയർ ചെയ്യുന്നില്ല എന്നല്ല, ബട്ട് അവിടെ പ്രൊമിനന്റ് ആയിട്ട് നടക്കുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിന് അവർക്ക് എന്ത് വേണം? നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വേണം. യെസ്, നമ്മൾ റിലീസ് ചെയ്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ഫോട്ടോസിന്തസിസ് ചെയ്ത് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നൈറ്റ് ടൈം ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സൂര്യൻ ഇല്ലാണ്ടാവുമ്പോ എന്താ? അവിടെ ഫോട്ടോസിന്തസിസ് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ചെയ്യില്ല. പകരം കൂടുതലായിട്ട് എന്ത് നടക്കും? റെസ്പിറേഷൻ നടക്കും. സോ ശ്രദ്ധിക്കുക, റെസ്പിറേഷൻ അവർ നമ്മളെ പോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ അവർ എന്താണ് ഇൻടേക്ക് ചെയ്യുന്നത്? ഓക്സിജൻ ആണ്. റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, പക്ഷെ അവർ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകലാണെങ്കിൽ അവർ തന്നെ തിരിച്ച് റീഅബ്സോർബ് ചെയ്തെടുത്ത് ഫോട്ടോസിന്തസിന് യൂസ് ചെയ്യും. ബട്ട് നൈറ്റ് ആവുമ്പോൾ ഫോട്ടോസിന്തസിസ് ഇല്ലാത്ത കാരണം അവർ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് അത് തിരിച്ച് അവർ അബ്സോർബ് ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ ഫോട്ടോസിന്തസിസ് ഇല്ല അല്ലേ? സോ ഇതാണ് റീസൺ. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തത് നോക്കാം. യെസ്, I do agree with the statement. The rate of photosynthesis is more than the rate of respiration during the daytime. ഡേ ടൈമിൽ രണ്ടും നടക്കുന്നുണ്ട്, ബട്ട് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഡ്യൂറിങ് ഡേ ടൈം.
Okay, and the net result is the evolution of oxygen. Okay, so ഒരുപാട് oxygen release ചെയ്യപ്പെടുന്നുണ്ട്. At night, okay, at night there will be no photosynthesis taking place. As a result, the plants give out carbon dioxide due to respiration, and at night carbon dioxide elimination is the major exchange activity is going on. Okay, is the major exchange activity going on. എന്താണ് നൈറ്റിൽ കാർബൺ ഡയോക്സൈഡ് റിലീസ് മാത്രം നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എലിമിനേഷൻ മാത്രം, അത് തിരിച്ചു റീഅബ്സോർബ് ചെയ്യുന്നില്ല. So during the day no CO2 release, that is no carbon dioxide release and oxygen release is the major event. Okay, so ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ യു ഷുഡ് എഗ്രി വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ അതിനെ റീസൺ ചെയ്യേണ്ടത്? ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ റീസൺ ചെയ്യേണ്ടത്. ഡേ ടൈമിൽ ഫോട്ടോസിന്തസിന്റെ എന്താ റേറ്റ് ആയിരിക്കും കൂടുതൽ കമ്പയർഡ് ടു റെസ്പിറേഷൻ. നൈറ്റ് ടൈമിലാണെങ്കിൽ എന്താ സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറവായിരിക്കും. സോ അവിടെ കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ ആണ് മേജർ ആയിട്ട് നടക്കുന്ന ഗ്യാഷ്യസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. Okay, next question നോക്കാം. Why is blood circulation in the human heart called double circulation? എന്തുകൊണ്ടാ? എളുപ്പല്ലേ? ഹ്യൂമൻ ബീയിങ്സിലെ ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്? ഡബിൾ സർക്കുലേഷൻ. Why it is called double circulation? എന്തുകൊണ്ടാ? നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിന്റെ ഹാർട്ടിനെ നമുക്ക് മേജർ ആയിട്ട് രണ്ട് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ആണ് എന്ത് ക്യാരി ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിലാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. സോ ഇവിടെ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമുക്ക് എന്ത് പ്രസന്റ് ആണ്? ഏട്രിയം പ്രസന്റ് ആണ്, അതിന്റെ താഴെ വെൻട്രിക്കിൾസ് പ്രസന്റ് ആണ്. സോ അവിടെ രണ്ടിടത്തും സർക്കുലേഷൻ നടക്കുന്നുണ്ട്. നോക്കാം, ദ ഹ്യൂമൻ ഹാർട്ട്സ് ബ്ലഡ് സർക്കുലേഷൻ ഈസ് നോൺ ആസ് ഡബിൾ സർക്കുലേഷൻ ബിക്കോസ് blood passes through the heart twice in one complete cycle of the body. ഒരു സൈക്കിളിൽ തന്നെ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹാർട്ടിലൂടെ രണ്ട് വട്ടം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വൺസ് എവിടെയൊക്കെയാണ്? വൺസ് ത്രൂ ദ റൈറ്റ് ഹാഫ് ആസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, റൈറ്റ് ഹാഫിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ആൻഡ് വൺസ് ത്രൂ ദ ലെഫ്റ്റ് ഹാഫ് ആസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സിലൂടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ബ്ലഡ് പോകുന്നത് അല്ലെ. ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഹാഫിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് അതായത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ലെഫ്റ്റ് ഹാഫിലും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഡബിൾ സർക്കുലേഷൻ. ക്ലിയർ ആയോ? ഫൈൻ, റൈറ്റ്. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഹ്യൂമൻ ഹാർട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഹാർട്ട് ബ്ലഡ് സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? എളുപ്പമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ നോക്കാം. Describe the flow of blood through the heart of human beings. Okay, നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോയുടെ ആ ഒരു ഡയഗ്രാം വിത്ത് ഡയഗ്രാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നോക്കാം. ബ്ലഡ് ഫ്ലോ നോക്കി, ഇതാണ് നമ്മുടെ ആ ഒരു ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോന്റെ ഡയഗ്രാം വരുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ റെഡ് കളർ ആൻഡ് ബ്ലൂ കളർ കാണുന്നത് എന്താ? ബ്ലഡ് റെഡ് ആൻഡ് ബ്ലൂ ആയതുകൊണ്ടല്ല അല്ലെ. റെഡ് മീൻസ് അവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ബ്ലൂ വെസൽസ് കാണുന്നത് എന്തുകൊണ്ട്? അവിടെ ഡീഓക്സിജനേറ്റഡ് ആണ്. ഇവിടെ റെഡ് കളർ ബിക്കോസ് അവിടെ ഓക്സിജനേറ്റഡ് ആണ്, ബ്ലൂ കളറിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പോകുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ് അല്ലെ. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. സോ നോക്കാം നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ. ഓക്കെ, നമ്മൾക്ക് ലങ്സിൽ തുടങ്ങിയാലോ? ലങ്സിൽ തുടങ്ങാം. സോ ലങ്സിൽ എന്താണ്? നമ്മുടെ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ഒക്കെ റിലീസ് ചെയ്തിട്ട് ബ്ലഡ് സെൽസ് ബ്ലഡ് വെസൽസിലൂടെ വരുന്നുണ്ട്. സോ ആരാണ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുന്നത്? ആരാ? പൾമനറി വെയിൻ ഫ്രം ലങ്സ്. ഓക്കെ, പൾമനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിൽ നിന്നും എവിടേക്ക് കൊണ്ടുവരും? നമ്മുടെ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ദെൻ അതിനെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കണം. സോ ആരാണ് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത്? അയോട്ട. ഓക്കെ, സോ ഈ ഒരു പാത്വേ നിങ്ങൾക്ക് കാണാം. സോ അയോട്ടയാണ് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. ടു ബോഡി എന്ന് കാണാം. ഓക്കെ, ടു ഡിഫറെന്റ് ബോഡി പാർട്സ്. സോ ഇത് നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോഡി ഓർഗൻസിലെ കാപ്പിലറീസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. കാപ്പിലറീസ് ഇൻ ദ ബോഡി ഓർഗൻസ് അപ്പാർട്ട് ഫ്രം ദ ലങ്സ്. ഓക്കെ, അതായത് ലങ്സിലല്ലാത്ത ബാക്കി എല്ലാ ബോഡി പാർട്സിലുള്ള കാപ്പിലറീസിനും എന്താ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്ന. ഓക്കെ,
സോ അവിടെ ആർട്ടറീസ് ആണ് നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെ, ആർട്ടറീസ് ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് നമ്മുടെ ആർട്ടറീസിലൂടെയാണ്. ആൻഡ് ആർട്ടറീസ് ഡിവൈഡ് ചെയ്ത് ഫർദർ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയാം. ഓക്കെ, ആ കാപ്പിലറീസ് വീണ്ടും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? വെയിൻസ് ഫോം ചെയ്യും. ഓക്കെ, വെയിൻ എന്താ ക്യാരി ചെയ്യുന്നത്? ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ എല്ലാം ആരെടുത്തു? ഡിഫറെന്റ് ബോഡി സെൽസ് എടുത്തു, ഡിഫറെന്റ് ബോഡി പാർട്സിലുള്ള സെൽസ് എടുത്തു. ആൻഡ് അവർ എന്ത് റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് കൊടുക്കും. സോ ആ കാർബൺ ഡൈ ഓക്സൈഡിന് ആരാണ് കൊണ്ടുപോകുന്നത്? വെയിൻസ് കളക്ട് ചെയ്യും. ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ബോഡി ആര് ക്യാരി ചെയ്യുന്നു? വീന കാവ ക്യാരി ചെയ്യുന്നു. എങ്ങോട്ട് ക്യാരി ചെയ്യുന്നു? റൈറ്റ് ഏട്രിയം. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്ക് ക്യാരി ചെയ്യുന്നു. ആ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് പോകണം. എന്തിനാ ലങ്സിലേക്ക് പോകുന്നേ? എന്തിനാണ് നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം? ബിക്കോസ് നമുക്ക് അത് ഓക്സിജനേറ്റ് ചെയ്യണം അല്ലെ, വീണ്ടും ഓക്സിജനേറ്റ് ചെയ്യണം. സോ നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് പൾമണറി ആർട്ടറി ടു ലങ്സ്. ഓക്കെ, സോ നമ്മുടെ സർക്കുലേഷൻ കഴിഞ്ഞു. സോ നോക്കുക, അവിടെ 2 വട്ടം നമ്മുടെ ഹാർട്ടിൽ കൂടെ പോയി. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ സർക്കുലേഷൻ അല്ലെ. നമ്മുടെ ലെഫ്റ്റ് ഹാഫിൽ കൂടെയും റൈറ്റ് ഹാഫിൽ കൂടെയും നമ്മൾ സെപ്പറേറ്റ് പോയി. റൈറ്റ് ഏട്രിയം, തെറ്റുണ്ടല്ലേ? ഓക്കെ, റൈറ്റ് ഏട്രിയം. ഓക്കെ, സോ 2 വട്ടം നമ്മുടെ ഹാർട്ടിലൂടെ പോയി. റൈറ്റ് വെൻട്രിക്കിൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? മേലെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, ദെൻ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? സോ ഈ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലഡ് ഫ്ലോന്റെ ആ ഒരു മാപ്പ് അല്ലെങ്കിൽ ആ ഒരു പാത്ത് വേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. യെസ്, നിസി ചെറിയ കമന്റ്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്യാം, ക്വിക്ക് ആയിട്ട് റിവിഷൻ ചെയ്ത് പോവാം. സോ ഇതൊന്നും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കാം. ഓക്കെ, നോക്കാം, നമ്മുടെ ഇവിടെ ബ്ലൂ ആൻഡ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് റെഡ് കളർ ഓക്സിജനേറ്റഡ് ആണ്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണ്. ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ആണ്, ഡീഓക്സിജനേറ്റഡ് ആണ്. ഓക്കെ, സോ ഈ സെയിം പാത്ത് വേ ഒന്ന് ഡയഗ്രാമാറ്റിക്കലി കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, നോക്കാം, നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ എവിടേക്ക് കൊണ്ടുവരുന്നു? നമ്മുടെ ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് 2 വാൽവ്സ് ഉള്ളത്, അതായത് നമ്മൾ ബൈ കസ്പിഡ് എന്നാണ് പറയാ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ടീച്ചർ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ കസ്പിഡ് വാൽവ് വഴിയാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ആര് കൊണ്ടുപോകുന്നു? അയോർട്ട, മെയിൻ ആർട്ടറി കൊണ്ടുപോകുന്നു. ആൻഡ് നമ്മുടെ ബോഡി പാർട്സിൽ എത്തുന്നു. ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്തുകൊണ്ട് ആര് വരുന്നു? അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് വെയിൻസ്, നമ്മുടെ വീനക്കാവ ആണ് ക്യാരി ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. വെൻട്രിക്കിളിൽ നിന്ന് അത് എങ്ങോട്ട് കൊണ്ടുപോകണം? നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുന്നത് ആരാണ്? പൾമണറി ആർട്ടറി ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഓക്സിജനേറ്റ് ചെയ്യാനായിട്ട്. സോ ആ സെയിം പിക്ചർ ഇങ്ങനെ ഒന്ന് കൊടുത്തേക്കാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിലെല്ലാം ഈ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ, ഓക്കെ, ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസർ ആവും. ഓക്കെ, ഫൈൻ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why do veins have thin walls as compared to arteries? എളുപ്പമാണ്. നമ്മുടെ വെയിൻസിന് എന്തുകൊണ്ടാണ് thin walls? When compared to arteries, veins are having thin walls. Why so? എന്തുകൊണ്ടാണ്? What is the reason? Reason എന്താ? എന്തായിരിക്കും റീസൺ? നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. വെയിൻസിൽ നമ്മുടെ ബോഡി പാർട്സിൽ നിന്നാണ് നമ്മുടെ വെയിൻസ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. സോ the blood is not more under pressure അല്ലെ. നമ്മുടെ ആർട്ടറീസ് ആണെങ്കിൽ ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ് പമ്പ് ചെയ്ത് വരുന്നത്, അവിടെ വളരെ ഹൈ പ്രഷറിലാണ് ബ്ലഡ് വരുന്നത്. സോ അതിനെ താങ്ങി നിർത്തണമെങ്കിൽ നമ്മുടെ ആർട്ടറീസിന് തിക്ക് വാൾസ് വേണം. യെസ്, ആർട്ടറീസ് ഹാവ് ഹൈ ബ്ലഡ് ഫ്ലോ. യെസ്, അവിടെ പ്രഷർ കൂടുതലാണ്. ബട്ട് വെയിൻസിൽ പ്രഷർ വളരെ കുറവാണ്. സോ ആൻസർ നോക്കാം. ആർട്ടറീസ് ഹാവ് തിക്ക് ആൻഡ് എലാസ്റ്റിക് വാൾസ് ബിക്കോസ് they carry blood from the heart to various organs. എവിടെ നിന്നാണ്? ഹാർട്ടിൽ നിന്ന് വേരിയസ് ഓർഗൻസിലേക്കാണ് ആർട്ടറീസ് കൊണ്ടുപോകുന്നത്. where the blood is under high pressure. Okay, veins collect blood from various organs to heart. ഓർഗൻസിൽ നിന്ന് ഹാർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാണ് നമ്മുടെ വെയിൻസ് ചെയ്യുന്നത്. സോ വെയിൻസ് ഹാവ് തിൻ വാൾസ് ബിക്കോസ് the blood is no longer under pressure.
അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ബ്ലഡ് ഈസ് നോ ലോങ്ങർ അണ്ടർ പ്രഷർ. ദ വാൾസ് ആർ തിൻ വിത്ത് വാൽസ് ടു എൻഷുർ ദാറ്റ് ബ്ലഡ് ഫ്ലോസ് ഇൻ വൺ ഡിറക്ഷൻ. അതായത് അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മുടെ വെയിൻസിൽ വാൽസ് പ്രസന്റ് ആണ്, ആർട്ടറീസിൽ വാൽസ് പ്രസന്റ് അല്ല. എന്തുകൊണ്ടാ? വെയിൻസിൽ നമുക്കറിയാം ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് വെയിൻസിലൂടെ പോകുന്നത്. സോ അത് ഒരു വട്ടം നമ്മുടെ വെയിൻസിലൂടെ പാസ് ചെയ്ത് തിരിച്ച് ബാക്ക് ഫ്ലോ പാടില്ല. ഓക്കെ, ബാക്ക് ഫ്ലോ പാടില്ല ബിക്കോസ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൻസിൽ എന്ത് പ്രസന്റ് ആണ്? വാൽസ് പ്രസന്റ് ആണ്. അതായത് ബ്ലഡ് ഫ്ലോ കഴിയുമ്പോൾ എന്താണ്? ഈ വാൽസ് അടഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് വെയിൻസ് എന്താ? വാൽസ് പ്രസന്റ് ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. എന്താ? It is having thin, okay, the walls are thin and it is having valves to ensure that blood only flows in one direction. Back flow പാടില്ല വെയിൻസിൽ. ഓക്കെ, now ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഇതാണ്. സോ ഇതും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാർട്ടിന്റെ സ്ട്രക്ചർ എന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഹാർട്ടിന്റെ സ്ട്രക്ചർ എന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് എപ്പോഴും ചോദിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം left atrium, this is right atrium, then left ventricle, right ventricle. Okay, so ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സെൻട്രലി നമുക്ക് എന്തുണ്ട്? ഡിവൈഡിങ് സെപ്റ്റം. ഓക്കെ, ഡിവൈഡിങ് വാൾ സെപ്റ്റം ഉണ്ട്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം റൈറ്റ് അല്ലെങ്കിൽ ഏട്രിയത്തിന്റെ വാൾസ് എന്താ? വളരെ തിന്നാണ്. വെൻട്രിക്കിൾസിന്റെ വാൾ വളരെ തിക്കാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ബ്ലഡ് ഹൈ പ്രഷറിലാണ് നമ്മുടെ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് പുഷ് ചെയ്യുന്നത്. സോ അത് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് വെൻട്രിക്കിൾസിന്റെ വാൾ ഇത്രയും തിക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ നോക്ക, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാ? പൾമണറി വെയിൻസ് ആണ്. പൾമണറി വെയിൻസ് ആണ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത്. ആൻഡ് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ അയോർട്ട. നമ്മളിപ്പോ തന്നെ പഠിച്ചതാ അയോർട്ട. ഓക്കെ, ഇനി നോക്ക, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? വീനക്കാവ. വീനക്കാവ എന്താ? രണ്ട് വീനക്കാവാസ് ഉണ്ട് ഇല്ലേ? വീനക്കാവ ഫ്രം അപ്പർ ബോഡി ആൻഡ് വീനക്കാവ ഫ്രം ലോവർ ബോഡി. സോ അപ്പർ ബോഡിയിലെ വീനക്കാവനെ നമ്മൾ എന്ത് പറയും? സുപ്പീരിയർ വീനക്കാവ എന്ന് പറയും. ഓക്കെ, വീനക്കാവ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി അപ്പർ ബോഡി ഈസ് നോൺ ആസ് സുപ്പീരിയർ വീനക്കാവ. ഓക്കെ, സുപ്പീരിയർ വീനക്കാവ. and that is coming from the lower part of the body നമ്മൾ എന്ത് പറയും? inferior vena cava. Okay, inferior vena cava. Okay, then അവിടെ നിന്ന് നമ്മുടെ deoxygenated bloodനെ നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് pulmonary arteries ആണ്. pulmonary arteries. ക്ലിയർ ആയല്ലോ? സോ ഹാർട്ടിന്റെ ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ ലേബിൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ട് പോവാ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോവാ. ലേബിൾ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Now next question, distinguish between arteries and veins. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. arteries and veins തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കിക്കോ. vessels which carry blood away from the heart to various organs. different body partsലേക്ക് അല്ലെങ്കിൽ ബോഡി ഓർഗൻസിലേക്ക് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് arteries അല്ലേ? നമ്മുടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹാർട്ടിൽ നിന്ന് ബോഡി ഓർഗൻസ്. ഓക്കെ, ഹാർട്ടിൽ നിന്ന് ബോഡി ഓർഗൻസിലേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. തിരിച്ച് ബോഡി ഓർഗൻസിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? വെയിൻസ് ആണ്. സോ ദേ കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് ബോഡി ഓർഗൻസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദി ഹാർട്ട്. മറക്കരുത്. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കാം. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ നോക്കുക. ആർട്ടറീസിന്റെ തിക്ക് ആൻഡ് എലാസ്റ്റിക് വാൾസ് ആണ്. ഓക്കെ, തിക്ക് ആൻഡ് എലാസ്റ്റിക് വാൾസ് ആണ്. ബട്ട് വെയിൻസ് നമുക്കറിയാം തിൻ ആൻഡ് ലെസ് എലാസ്റ്റിക് വാൾസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? ബ്ലഡ് പ്രഷർ തന്നെയാണ് റീസൺ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. വാൽവ് ഈസ് ആബ്സെന്റ്. ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞു എന്തോ ആർട്ടറീസിൽ ഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്, അതുകൊണ്ട് വാൽവ്സിന്റെ ആവശ്യമില്ല. ബാക്ക് ഫ്ലോ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് വെയിൻസ് valve is present to prevent the back flow of blood. Okay, then flow of blood is under high pressure. arteries il blood flow inde pressure വളരെ കൂടുതലാണ്. but in case of veins the blood is no longer under pressure. കിട്ടിയോ? ഈ 4 പോയിന്റ്സ് കിട്ടിയോ? എവിടെ നിന്ന് എവിടേക്കാണ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. then the elasticity and the thickness of the wall, then valves. Okay, whether the valves are present or not, then the pressure of the blood in the valves അല്ലെങ്കിൽ in the arteries and veins. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Okay, fine. Now next question നോക്കാം. why is transpiration important for plants? ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. why is transpiration important for plants? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? how is the process of transpiration useful to plants? ട്രാൻസ്പിറേഷൻ അവർക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? എങ്ങനെയായിരിക്കും?
എന്തിനായിരിക്കും ട്രാൻസ്പിറേഷൻ അവർക്ക് എന്തിനു വേണ്ടി എങ്ങനെ യൂസ്ഫുൾ ആവുന്നത്? ബിക്കോസ് വാട്ടർ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, ട്രാൻസ്പിറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ absorption and upward movement of water and minerals from the roots to leaves. ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലേ? ഈ ഒരു പിക്ചർ കണ്ടോ? സോ ഈ ഒരു പിക്ചർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഈ ഒരു പിക്ചർ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതെന്താണ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പിറേഷൻ ഇൻ എ ട്രീ ആണ്. സോ ട്രാൻസ്പിറേഷൻ എന്താ? ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ അല്ലെ, ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ അല്ലെ, the loss of water, the loss of excess water in the form of water vapor നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പിറേഷൻ എങ്ങനെ ഇമ്പോർട്ടന്റ് ആവണേ? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദ അബ്സോർപ്ഷൻ ആൻഡ് അപ്വാർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. സോ റൂട്ട്സിൽ നമ്മുടെ സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള എന്താണ്? നമ്മുടെ സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ, അതുപോലെ തന്നെ മിനറൽസ്. ഓക്കെ, വാട്ടർ, മിനറൽസ്, ഇതിനെല്ലാം ആര് അബ്സോർബ് ചെയ്യുന്നു? നമ്മുടെ റൂട്ട്സ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ ദ അബ്സോർപ്ഷൻ ആൻഡ് അപ്വാർഡ് മൂവ്മെന്റ് ബിക്കോസ് ത്രൂ ഔട്ട് ദ ട്രീ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ movement of water and minerals from the roots to leaves, and it prevents the plant parts from heating because water completely ഇങ്ങനെ എന്താണ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം, upward movement പോയിക്കൊണ്ടിരിക്കുകയാണ്. So it prevents the plant parts from heating up or regulate the temperature of leaves. അങ്ങനെ പ്ലാന്റ്സിൽ എന്താണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ട്രാൻസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ രണ്ട് ഫംഗ്ഷൻസ് ആണ് വരുന്നത്: അപ്വേർഡ് അബ്സോർപ്ഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, ദെൻ ടു പ്രൊട്ടക്ട് ഓർ ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ലീവ്സ്. ഓക്കെ, okay, fine. Now distinguish between xylem and phloem. Show question. Xylem and phloem നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചതാ. xylem and phloem distinguish ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. xylem നോക്കുക, ട്രാൻസ്പോർട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. ട്രാൻസ്പോർട്സ് വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, ഫ്ലോയത്തിന്റെ കേസിലാണെങ്കിൽ എന്താ? ട്രാൻസ്പോർട്സ് ദ പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അവ എന്താ? ഫുഡ് ആണ് അല്ലെ, food. Okay, so it transports the products of photosynthesis from leaves where they are synthesized to other parts of the plant. So leaves il ninnu other parts like kodukka. Okay, nammade xylem aanengil engeya? roots through roots they are absorbing water and minerals and transporting it to all the parts. So upward conduction aanu. Okay, shraddhikka. But idenda leaves il ninnu ella direction lekkum pass cheyyunnund aa phloem. Okay, so നമ്മുടെ xylem components ആണ്. It consists of tracheids, vessels, xylem parenchyma and xylem fibers. Important ആണ്. Okay, xylem parenchyma, xylem fibers. ഇവിടെ നമുക്ക് എന്തുണ്ട്? phloem parenchyma, phloem fibers. So parenchyma and fibers രണ്ട് പേർക്കും ഉണ്ട്. Okay, xylem parenchyma and എന്തുണ്ട്? നമുക്ക് phloem parenchyma ഉണ്ട്, xylem fibers and phloem fibers ഉണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ xylem എന്താ ഉള്ളത്? tracheids, vessels. TV, tracheids, vessels. And then for phloem, sieve tubes and companion cells. Sieve tubes and companion cells. നമുക്കറിയാം നമ്മുടെ വാട്ടറിന് ഒരു ഡിറക്ഷനിൽ അപ്വേർഡ് മാത്രം കണ്ടക്ട് ചെയ്താൽ മതി അല്ലെ, വാട്ടർ ആൻഡ് മിനറൽസ്. സോ യൂണി ഡിറക്ഷണൽ മൂവ്മെന്റ് ആണ്. ബട്ട് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ബൈ ഡിറക്ഷനിലാണ്. ബിക്കോസ് ലീവ്സിൽ നിന്ന് മേലേക്ക് പ്ലാന്റിന്റെ അപ്പർ പാർട്ടിലേക്കും ലോവർ പാർട്ടിലേക്കും ഒക്കെ ഫുഡ് കണ്ടക്ട് ചെയ്യണം. സോ അവിടെ ബൈ ഡിറക്ഷനിലാണ്. ബോത്ത് ബൈ മീൻസ് ടു. ഓക്കെ, സോ ബൈ ഡിറക്ഷനിലാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക. xylem, tracheids and vessels are conductive in nature. അവിടെ കണ്ടക്ഷൻ ആണ്, വാട്ടർ ആൻഡ് മിനറൽ കണ്ടക്ഷൻ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് phloem, sieve tubes and companion cells helps in translocation of food and other substances. Translocation എന്ന് പറഞ്ഞാൽ എന്താ? ലൊക്കേറ്റിംഗ് അല്ലെങ്കിൽ എന്താ? ട്രാൻസ്പോർട്ടിംഗ് ഫുഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി plant. Okay, so അതാണ് പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ആണ് phloem ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് xylem അവിടെ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ, നോ എനർജി ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട്. xylem കേസിൽ എനർജി യൂസ് ചെയ്യുന്നില്ല. ബട്ട് phloem കേസിൽ ഫോർ ട്രാൻസ്പോർട്ട് ATP ഈസ് യൂസ്ഡ്. ഓക്കെ, എനർജി ഫ്രം ATP. ATPയിൽ നിന്ന് കിട്ടുന്ന എനർജി അവർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ബിക്കോസ് വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു ട്രാൻസ്പിറേഷൻ പൂൾ ഉണ്ടെങ്കിലും അവർക്ക് ആ വാട്ടർ മിനറൽ കണ്ടക്ഷൻ നടത്താം. ഓക്കെ, ബട്ട് ഫ്ലോയത്തിന് ഫുഡ് എന്താ പറയുക ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? എനർജി വേണം. ഓക്കെ, സോ ഈ ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. കിട്ടിയോ? ക്രിസേ xylem and phloem ഡിഫറൻസിയേഷൻ പഠിച്ചോ? പഠിച്ചു? തംസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ സൈലം ആൻഡ് ഫ്ലോയത്തിന്റെ കമ്പോണൻസ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സൈലത്തിന്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കാം, സൈലം ഫൈബേഴ്സ്, xylem parenchyma. Then we have tracheids. Okay, ഇതാണ് tracheids. Okay, tracheids, then vessels. സെൻട്രൽ പാർട്ടിലുള്ളതാണ് വെസൽസ്. ഓക്കെ, മെയിൻ കണ്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സൈലം പാരൻകൈമ സെൽസ് നമുക്കറിയാം ഫോർ സ്റ്റോറേജ് ആണ് കേട്ടോ. എപ്പോഴും അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഫൈബർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ, ടു പ്രൊവൈഡ് സ്ട്രെങ്ത് ആണ്. അതൊന്നും ഓർത്ത് വെക്കുക. ഓക്കെ, പാരൻകൈമ സെൽസിന്റെ എപ്പോഴും സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ്. ഫൈബേഴ്സിന്റെ എപ്പോഴും എന്താ, ടു പ്രൊവൈഡ് സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, ദെൻ ഫ്ലോയത്തിന്റെ നോക്കാം. ഫ്ലോയം പാരൻകൈമ, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ്, സീവ് ട്യൂബ്സ്. ഓക്കെ, സീവ് ട്യൂബ്സ് ആണ് ഈ മെയിൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. അതിന്റെ സൈഡിലുള്ള സെൽസ് ആണ് നമ്മുടെ കമ്പാനിയൻ സെൽസ്. ഓക്കെ, സോ ഇത് രണ്ടും നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രാൻസ്ലോക്കേഷൻ? നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തത് ഹൗ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. സോ ട്രാൻസ്ലോക്കേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ തെറ്റിപ്പോകരുത്. ട്രാൻസ്ലോക്കേഷൻ എന്തായിരുന്നു, ഫുഡ് ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കുക അല്ലെ. സോ ട്രാൻസ്പോർട്ട് ഓഫ് സോളിബിൾ പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് കോൾഡ് translocation, and it occurs in the part of the vascular tissue known as phloem. ഫ്ലോയത്തിലാണ് ട്രാൻസ്ലോക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് soluble products of photosynthesis. Besides the products of photosynthesis, the phloem transports amino acids and other substances. Amino acids മറ്റു ചില substances നമ്മുടെ phloem transport ചെയ്യുന്നുണ്ട്. The translocation of food and water and other substances takes place in the sieve tubes. Okay, sieve tubes with the help of adjacent companion cells both in upward and downward direction. അവിടെ ആരാ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ഫ്ലോയത്തിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള സീവ് ട്യൂബ്സും അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസും ആണ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസ്ലോക്കേഷൻ മറക്കരുത്. ട്രാൻസ്പോർട്ട് ഓഫ് സോളിബിൾ പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് നോൺ ആസ് ട്രാൻസ്ലോക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫൈൻ എക്സ്ക്രീഷൻ. ഓക്കെ, ആ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് എക്സ്ക്രീഷൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Define excretion and write two vital functions of kidney. കിഡ്നിയുടെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് എഴുതാം. നോക്കാം, excretion is the process of removal of harmful metabolic waste, that is nitrogenous waste, that is from the body. Okay, harmful metabolic waste എന്ന് പറയുന്നത് nitrogenous waste. രണ്ട് ഫങ്ഷൻസ് നോക്കാം. As an excretory organ in the human body, the kidney removes toxic waste from the body. So first one, removal of toxic waste from the body. Second one നോക്കാം, the kidney also regulates the concentration of water and mineral ions. So second function എന്ന് പറയുന്നത് regulation of concentration of water and mineral ions in the body. മറക്കരുത്, ഫസ്റ്റ് വൺ എന്താണ്, എക്സ്ക്രീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ടോക്സിക് വേസ്റ്റ്. സെക്കൻഡ് വൺ, റെഗുലേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ അയോൺസ് ഇൻ ദി ബോഡി. ഈ രണ്ട് പോയിന്റ്സ് മറക്കരുത്. കിഡ്നിയുടെ രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഓർത്ത് ചിലപ്പോൾ കിട്ടില്ല. സെക്കൻഡ് പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ചിലപ്പോൾ ഓർത്തിരിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രോ എ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് ലേബൽ ഇറ്റ്. എക്സ്ക്രീറ്ററി സിസ്റ്റം വരയ്ക്കാനായിട്ടും ലേബിൾ ചെയ്യാനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ലേബിൾ ചെയ്യാനായിട്ട് മാത്രം ചോദിക്കാം. ഓക്കെ, സോ ഇവിടെ റീനൽ ആർട്ടറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റീനൽ ആർട്ടറി ഉണ്ട്. അതുപോലെ തന്നെ റീനൽ വെയിൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റീനൽ വെയിൻസ് പ്രസന്റ് ആണ്. ദെൻ ഇവിടെ ലെഫ്റ്റ് കിഡ്നി ആണ് ലേബിൾ ചെയ്തേക്കുന്നത്, ഇവിടെ റൈറ്റ് കിഡ്നി പ്രസന്റ് ആണ്. ദെൻ അയോട്ട, ഓക്കെ, സെൻട്രലി അയോട്ട ഉണ്ട്. ദെൻ left ureter, right and left ureters, then vena cava. Okay, this is vena cava and this is aorta. Then we have urinary bladder, then finally urethra. So our order ഓർത്തു വെക്കുക. കിഡ്നി ഫസ്റ്റ് വൺ എന്താണ്, കിഡ്നി. ഓക്കെ, ആ ഒരു ഓർഡർ ഓർത്തു വെക്കുക. ദെൻ കിഡ്നിയിൽ നിന്ന് വരുന്നതാണ് യുറേറ്റർ അല്ലെ, കിഡ്നിയിൽ നിന്ന് യൂറിൻ ക്യാരി ചെയ്യുന്നതാണ് യുറേറ്റേഴ്സ്. ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദ urinary bladder. From urinary bladder it is expelled or excreted out through urethra. ആ ഒരു ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ, യുറേത്ര. അതുപോലെ തന്നെ ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, ലേബിൾ ചെയ്യാൻ മറക്കരുത്, തെറ്റിപ്പോകരുത്. ഓക്കെ, ഡയഗ്രാം വരച്ച് ലേബിൾ ചെയ്യാൻ പറഞ്ഞാൽ ലേബിൾ ചെയ്യാണ്ട് ആരും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ലേബിളിങ്ങിന് സെപ്പറേറ്റ് മാർക്കാണ്, നിങ്ങൾക്ക് ലേബിളിങ്ങിന്റെ മാർക്ക് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് നെഫ്രോൺ യൂസിങ് സ്യൂട്ടബിൾ ഡയഗ്രാം. ഓക്കെ, ഇതെന്താണ് നമ്മുടെ നെഫ്രോൺ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നെഫ്രോൺ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നെഫ്രോണിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും, അതുപോലെ തന്നെ ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും, ഈ ഒരു ഓർഡർ ചോദിക്കും. ഏതാണ് നമ്മുടെ
സെൻട്രലി നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്? ഗ്ലോമറുലസ് ഉണ്ട്. ഈ ഗ്ലോമറുലസിനെ എൻക്ലോസ് ചെയ്തേക്കുന്ന കപ്പ് ഷേപ്പ് സ്ട്രക്ചർ ആണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ. സോ ഈ ഗ്ലോമറുലസ് എൻറ്റർ ചെയ്യുന്നത് നോക്കുക, ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി കാണാം, ബ്രാഞ്ച് ഓഫ് റീനൽ വെയിൻ കാണാം. ഓക്കെ, കാണുന്നുണ്ടോ? നമ്മുടെ ഗ്ലോമറുലസിലേക്ക് കയറുന്ന എൻറ്റർ ചെയ്യുന്ന വെയിൻ ആണ് അല്ലെങ്കിൽ ആർട്ടറി ആണ് എന്താ? ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി അവിടെ കൊടുക്കുന്നത്. സോ റീനൽ ആർട്ടറി ആണ് നമ്മുടെ ഗ്ലോമറുലസ് ആയിട്ട് ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, ആൻഡ് ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ആണ് ഏതാണ്? പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ഏതാണ്? നമ്മുടെ ബ്രാഞ്ച് ഓഫ് റീനൽ വെയിൻ ഇവിടെ കാണും. സോ റീനൽ വെയിൻ, ആ റീനൽ വെയിൻ ആണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഇതിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ദെൻ ഗ്ലോമറുലസ് കഴിഞ്ഞ് വരുന്നതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. സോ ഫസ്റ്റ് പാർട്ട് ഗ്ലോമറുലസ് ആണ്, സെക്കൻഡ് കംസ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ദെൻ വരുന്നതാണ് ട്യൂബുലർ പാർട്ട് ഓഫ് ദ നെഫ്രോൺ. ഓക്കെ, ട്യൂബുലർ പാർട്ട് ഓഫ് ദ നെഫ്രോൺ. ആ ട്യൂബുലർ പാർട്ട് കംപ്ലീറ്റ് പോയി ഫൈനലി എൻ്റർ ചെയ്യുന്നതാണ് ഈ വരുന്ന കളക്ടിംഗ് ഡക്ട്. അവിടെ നിന്നുള്ള ഫൈനൽ യൂറിനെ കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കളക്ടിംഗ് ഡക്ട്. ഓക്കെ, സോ നെഫ്രോൺസ് എന്താണ്? നെഫ്രോൺസ് എന്താ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. മറക്കരുത്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി അല്ലെങ്കിൽ ഫിൽട്ടറിംഗ് യൂണിറ്റ്സ് ആണ് നമ്മുടെ നെഫ്രോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഒരു പിക്ചർ വരച്ച് ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കുക. ക്ലിയർ ആയോ ഗൈസ്? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. ഓക്കെ, സ്ട്രക്ചർ നോക്കുക. ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇമ്പോർട്ടന്റ് ആണ്. കപ്പ് ഷേപ്പ് സ്ട്രക്ചർ വിച്ച് എൻക്ലോസസ് ദ ഗ്ലോമറുലസ്. നമ്മുടെ ഗ്ലോമറുലസ് ബ്ലഡ് വെസൽസിനെ എൻക്ലോസ് ചെയ്യുന്ന കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അതായത് ഇങ്ങനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിനെ, ഓക്കെ, ഇങ്ങനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഇനി ഗ്ലോമറുലസ് എന്താ? നെറ്റ്വർക്ക് ഓഫ് സ്മോൾ ബ്ലഡ് വെസൽസ് ദാറ്റ് ഈസ് കാപ്പിലറീസ് that is enclosed within the ബൊമാൻസ് ക്യാപ്സ്യൂൾ. നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ്, അതായത് ഇതാണ് ഇതിനകത്തുള്ള ബ്ലഡ് വെസൽസ് ആണ് ഗ്ലോമറുലസ്. ദെൻ നമുക്ക് എന്തുള്ള നമ്മുടെ ട്യൂബുലർ പാർട്ട് ഉണ്ട്. സോ നെഫ്രോൺസ് കൺസിസ്റ്റ് ഓഫ് എ coiled tube which is connected with collecting duct at one end and a cup shaped structure at the other end. അല്ലെ, ബൊമാൻസ് ക്യാപ്സ്യൂൾ തുടങ്ങി നമ്മുടെ കളക്ടിംഗ് ഡക്ട് വരെ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബുലർ പാർട്ട്, ഒരു കോയിൽഡ് ട്യൂബുലർ പാർട്ട് നമ്മുടെ നെഫ്രോൺ ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, സോ സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് മറക്കാതെ എഴുതണം. അതുപോലെ തന്നെ ഇവരെ വരയ്ക്കാൻ പറഞ്ഞ ഈ പ്രീവിയസ് സ്ലൈഡ് നോക്കാം, വരച്ചിരിക്കണം. ഓക്കെ, ലേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, ഫിൽട്രേഷൻ. സോ ഡ്യൂ ടു ദ നെഫ്രോൺ സ്ട്രക്ചറൽ എബിലിറ്റി ടു ഫിൽട്ടർ ബ്ലഡ്, വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ബ്ലഡ് ഈസ് എലിമിനേറ്റഡ് ബൈ ഇറ്റ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. സെക്കൻഡ് വൺ നോക്കുക, സെലക്ടീവ് റീഅബ്സോർപ്ഷൻ. സോ മെയിൻലി ഫിൽട്രേഷൻ സംഭവിക്കുന്നത് നമ്മുടെ ഗ്ലോമറുലസിലാണ്. ആൻഡ് സെലക്ടീവ് റീഅബ്സോർപ്ഷൻ മെയിൻലി സംഭവിക്കുന്നത് ട്യൂബുലർ പാർട്ടിലാണ്. സോ സം സബ്സ്റ്റൻസസ് ഇൻ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് സച്ച് ആസ് glucose, amino acid, salts and a major amount of water are selectively reabsorbed as the urine flows along the tube. ആ ട്യൂബുലർ പാർട്ടിലൂടെ പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ യൂറിനിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സാൾട്ട്, അതുപോലെ തന്നെ മേജർ എമൗണ്ട് ഓഫ് വാട്ടർ ഇതെല്ലാം റീഅബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നെഫ്രോണിന്റെ ഫംഗ്ഷൻ വരുന്നത്. മെയിൻ ഫിൽട്രേഷൻ സംഭവിക്കുന്നത് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമറുലസ് അവിടെയാണ്. ആൻഡ് റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നത് ട്യൂബുലർ പാർട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക, മെൻഷൻ എനി 2 കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ഏതൊക്കെയാ? പെട്ടെന്ന് പറഞ്ഞേ. കമ്പോണൻസ് ഓഫ് ബ്ലഡ് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ട്രേസ് ദ മൂവ്മെന്റ് ഓഫ് ഓക്സിനേറ്റഡ് ബ്ലഡ് ഇൻ ദ ബോഡി. ഓക്സിനേറ്റഡ് ബ്ലഡിന്റെ പാത്വേ ഒന്ന് ട്രേസ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് വാൽവ്സ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ. ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഇടയിൽ വാൽവ്സ് പ്രസന്റ് ആണ്. അവർ ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. യെസ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. എക്സാമ്പിൾ കറക്റ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് വൺ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പോസിഷൻ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടാവുക. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. 2 components of blood ഏതാണ്? RBC, WBC, then platelets. Okay, then oxygenated blood ന്റെ pathway പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലാണ്. So oxygenated blood goes to the left atrium. From there it goes to the left ventricle, then to all body organs. Okay, oxygenated blood ന്റെ pathway ആണ് പറയുന്നത്. Okay, നോക്കാം, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, then to all body parts. Then നോക്കാം, വാൽവ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഏട്രിയത്തിന്റെയും അതുപോലെ വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവ്സിന്റെ ഫംഗ്ഷൻ ആണ് വാൽവ്സ് പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്
വെൻട്രിക്കിൾസിൽ നിന്ന് ഏട്രിയത്തിലേക്ക് തിരിച്ച് ബ്ലഡ് ഫ്ലോ ചെയ്യാണ്ടിരിക്കാനായിട്ട് വാൽവ്സ് അടയും. സോ ദാറ്റ് ഇസ് ദയർ ഫംഗ്ഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാൾസ് അല്ലെ, നമ്മുടെ സ്ട്രക്ചറൽ കമ്പോസിഷൻ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ആര് തമ്മില? ആർട്ടറീസും വെയിൻസ് തമ്മിൽ. സോ വാൾസ് ഓഫ് ആർട്ടറീസ് ആർ തിക്ക് ആൻഡ് ദേ ക്യാരി ഓക്സിനേറ്റഡ് ബ്ലഡ്. ഓക്കെ, whereas walls of veins are thin and they carry deoxygenated blood. Clear ആയോ? So wallന്റെ thickness വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. Okay, next question, you have to define excretion. Now you have to name the basic filtration unit present in the kidney. Then you have to draw the excretory system in human beings and label the organs. Okay, label the following organs of excretory system which perform the following functions. So ആദ്യം excretion define ചെയ്യണം, then filtration unit ഏതാണ് നിങ്ങൾ നെയിം ചെയ്യണം, then എന്താ ചോദിച്ചേക്കുന്നത്? കിഡ്നിയുടെ കംപ്ലീറ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ പിക്ചർ വരച്ചിട്ട്, ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ ഈ പാർട്സ് ഒക്കെ ലേബിൾ ചെയ്യണം. Where is the urine formed? എവിടെയാ? കമന്റ് ചെയ്തേ. 1 2 3 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ. Where is the urine formed and where is the long tube which collects the urine from the kidney? അത് നമുക്കറിയാം. Okay, then the store urine until it is passed out. എവിടെയാണ്? ഈ മൂന്നെണ്ണം പറഞ്ഞേ, മൂന്നെണ്ണം നെയിം ചെയ്തേ. എവിടെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് ആൻഡ് യൂറിൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? ലോങ് ട്യൂബ് ദാറ്റ് കളക്ട്സ് യൂറിൻ ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ എവിടേക്ക് എത്തിക്കുന്നതാ? തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയ സ്റ്റോർ യൂറിൻ അൺടിൽ ഇറ്റ് ഈസ് പാസ്ഡ് ഔട്ട്. യെസ്, ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കറക്റ്റ് ആണ്, കിഡ്നി ആണ്. ആൻഡ് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ കറക്റ്റ് ആണ്, അഗെയിൻ കറക്റ്റ് ആണ്. എല്ലാവരും ആൻസർ ചെയ്യുക, കമന്റ് ചെയ്യുക. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ കറക്റ്റ് ആണ്, യുറേറ്റേഴ്സ് ആണ്. ആൻഡ് തേർഡ് വണ്ണിന്റെ ആൻസർ എന്താണ്? യെസ്, യൂറിനറി ബ്ലാഡർ ആണ്. യൂറിനറി ബ്ലാഡർ, എക്സാക്ട്ലി. സോ ഡിഫൈൻ എക്സ്ക്രീഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് മാറ്റർ ഓർ പ്രൊഡക്ട്സ് ഫ്രം ദ ബോഡി. ദെൻ ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിൽ എന്താ യൂറിൻ ഫോം ചെയ്യുന്നത് കിഡ്നി. ഓക്കെ, ദെൻ ക്യാരി ചെയ്യുന്ന ട്യൂബ് യൂറേറ്റേഴ്സ്. ദെൻ എവിടേക്കാണ്? എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന? യൂറിനറി ബ്ലാഡർ. ആൻഡ് യു ഹാവ് ടു ഡ്രോ and you have to label these parts. Okay, വരച്ച് അവർ പറഞ്ഞ പാർട്സ് ലേബിൾ ചെയ്യണം. ഓക്കെ, പറഞ്ഞ പാർട്സ് 1 2 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് ലേബിൾ ചെയ്താൽ അത്രയും നന്നായിരിക്കും. ബിക്കോസ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ്, സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ ആണ്, തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് അറിയണ്ടേ. ഓക്കെ, സോ ഇങ്ങനെ 1 2 3 എന്ന് ലേബിൾ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഓക്കെ, ഓക്കെ. Now next question, list the steps of preparation of temporary mound of a leaf peel to observe stomata. Stomata വ്യൂ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു ലീഫ് പീലിന്റെ ടെമ്പററി മൗണ്ട് ഉണ്ടാക്കുക നോക്കാം. റിമൂവ് എ പീൽ ഫ്രം ലോവർ സർഫസ് ഓഫ് ദ ലീഫ് യൂസിങ് ഫോർസെപ്സ് ആൻഡ് യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ വാട്ടർ. സോ ഒരു ചെറിയൊരു പാർട്ട് ലോവർ സർഫസ് നമ്മൾ പീൽ ചെയ്തെടുക്കണം. ഓക്കെ, ലോവർ സർഫസിൽ നിന്ന് ഫോർസെപ്സ് യൂസ് ചെയ്ത് പീൽ ചെയ്തെടുക്കുക. ദെൻ യു ഹാവ് ടു പുട്ട് ഇൻ വാട്ടർ. ദെൻ യു ഹാവ് ടു ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് saffron stain. Okay, in a watch glass. Then 2-3 minutes കഴിയുമ്പോൾ എന്താ ചെയ്യണം? You have to take out the peel. Then you have to put it on a slide. Okay, saffron solution നമ്മുടെ എന്തിലേക്ക് പിടിക്കണം? നമ്മുടെ ലീഫ് പീലിലേക്ക് സ്റ്റെയിൻ പിടിക്കണം. Okay, then you have to put it on a slide. Then you have to add a drop of glycerin. Then you have to put a cover slip over the peel. 4 സ്റ്റെപ്സ് ഒന്ന് പെട്ടെന്ന് നോക്കി പോക്കോ. ഓക്കെ, 4 സ്റ്റെപ്സ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാ. ഓക്കെ, എളുപ്പമാണ്. പീൽ ചെയ്യുക, വാട്ടറിൽ ഇടുക, ദെൻ സഫ്രാനിൻ ആഡ് ചെയ്യുക. 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഗ്ലാസ് സ്ലൈഡിലേക്ക് വെക്കുക, ഗ്ലിസറിൻ ആഡ് ചെയ്യുക, കവർ സ്ലിപ്പ് ഇടുക, വ്യൂ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Okay, next question, name the organs that form the excretory system in human beings. And next one, describe in brief how urine is produced in human beings. Okay, നോക്കാം. first one, name the organs. Okay, excretory systemത്തിലെ organs mention ചെയ്യുക, അത്രേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ യൂറിൻ ഫോർമേഷൻ ബ്രീഫ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. സോ നമുക്കറിയാം എക്സ്ക്രീറ്ററി ഓർഗൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പെയർ ഓഫ് കിഡ്നി, പെയർ ഓഫ് യൂറേറ്റർ, യൂറിനറി ബ്ലാഡർ, യുറേത്ര. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി യൂറിൻ ഫോർമേഷൻ നോക്കാം. Our body produces waste chemical compounds like urea and uric acid. നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. സോ ദീസ് വേസ്റ്റ് കോമ്പൗണ്ട്സ് ആർ ഫിൽറ്റേർഡ് ഔട്ട് ഫ്രം ബ്ലഡ്
in the kidney. Okay, so ഈ waste materials കിഡ്നിയിൽ വെച്ചിട്ടാണ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്. So the kidney is nothing but filtration unit for blood. Okay, nephrons are the basic structures present in kidney. അല്ലെ, കിഡ്നിയിലുള്ളത് എന്താണ്? നെഫ്രോൺസ് ആണ്. Okay, that help in the filtration process of blood. ഇനി നമ്മൾക്ക് എന്തറിയണം? നമ്മുടെ നെഫ്രോണിന് രണ്ട് പാർട്സ് വരുന്നുണ്ട്, ബൊമാൻസ് കാപ്സ്യൂളും റീനൽ ട്യൂബ്യൂളും. അതായത് ട്യൂബുലർ പാർട്ട് ആണ് റീനൽ ട്യൂബ്യൂൾ. ഇനി ഇവിടെ വെച്ചിട്ടാണ് മെയിൻലി നമ്മുടെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് അല്ലെ. Bowman's capsule is cup-shaped and consists of the coiled tube of blood capillary that is known as glomerulus. This helps in filtering out blood. Okay, the filtration goes to the renal tubule. Avadana filter ചെയ്ത് കിട്ടുന്ന first filtrate ട്യൂബിലൂടെ പോകുന്നു. But some substances in the initial filtrate ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സാൾട്ട്, വാട്ടർ എല്ലാം റീഅബ്സോർബ് ചെയ്യുന്നു. Okay, then the rest of the liquid moves through the collecting duct towards the urinary bladder to get stored before maturation. Maturation എന്താ? Nothing but urination. യൂറിനേഷന്റെ വേറൊരു പേരാണ് മിക്ചുറേഷൻ. ഓക്കെ, സോ മിക്ചുറേഷന് മുമ്പായിട്ട് എവിടെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്ന? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ യൂറിൻ ഫോർമേഷന്റെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ എഴുതേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൊമാൻസ് കാപ്സ്യൂളിൽ എന്താ? ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു. ആ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂൾസിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ വീണ്ടും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസസ് റീഅബ്സോർബ് ചെയ്യുന്നു. റിമൈനിങ് ആണ് കളക്ടിംഗ് ഡക്റ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ടും 25 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടാവുക. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് 7th ചാപ്റ്റർ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, എളുപ്പമാണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനം അല്ലേ? ആണോ? ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. നമ്മൾ 10th കയറുമ്പോൾ അങ്ങോട്ട് ഭയപ്പെടുത്തും അല്ലെ. നമ്മൾ പെട്ടെന്ന് ഫിയർ ഔട്ട് ആവുന്ന ഒരു ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ്. കുറച്ച് ലെങ്തി ആണ്, ബട്ട് ഓരോന്നും പഠിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും പഠിച്ച് ഫിക്സ് ആയോ ഫസ്റ്റ് ചാപ്റ്റർ? ഇല്ലേ? മഹിറ സെറ്റ് ആണോ? ക്രിസ് സെറ്റ് ആണോ? ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ആരാ? ലിയയുടെ അടുത്ത് അയന. വേണ്ട, അയന ക്ലിയർ ആണോ? പറയുന്നുണ്ട്. യെസ്, ഓക്കെ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അയനയുടെ ഫേസിലൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ. ആ ടെൻഷൻ കാണുമ്പോ എനിക്ക് ടെൻഷൻ ആവാ. ടെൻഷൻ അടിക്കല്ലേ? ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോഴും ടെൻഷൻ അല്ല, ടെൻഷൻ അടിക്കണ്ട. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫിക്സ്ഡ് ആവും കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. സോ നോക്കാം, 7th ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ആൻഡ് ലേബൽ ദ ഫോളോയിങ്. എളുപ്പല്ലേ? ഇതെല്ലാവർക്കും അറിയാം. എളുപ്പം. ടീച്ചർ തന്നെ ഒരുപാട് വട്ടം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? സോ യു ഹാവ് ടു ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് ലേബിൾ ചെയ്യാൻ ചോദിച്ചേക്കുന്നത് ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സൺ. വരയുടെ ഭംഗിനേക്കാളും കൂടുതൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ലേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ലേബിൾ ചെയ്യാൻ മറക്കരുത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഓക്കെ, ന്യൂറോണിന്റെ സ്ട്രക്ചർ, ന്യൂറോണും നെഫ്രോണും മാറിപ്പോകരുത് കേട്ടോ. ന്യൂറോൺ ആൻഡ് നെഫ്രോൺ മാറിപ്പോകരുത്. ഓക്കെ, ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആൻഡ് ന്യൂറോണിന്റെ പാർട്സ് ലേബിൾ ചെയ്യുക. ആൻഡ് ഇവിടെ ചോദിച്ചിരുന്നേക്കാളും കൂടുതൽ പാർട്സ് ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, സോ നോക്കാം. ഇതാണ് ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. ദെൻ വി ഹാവ് സെൽ ബോഡി, ന്യൂക്ലിയസ്. ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി നമുക്ക് സെൽ ബോഡി എന്ന് പറയാം. ദെൻ ഡെൻഡ്രൈറ്റ്, ആക്സൺ, ആൻഡ് ആ ഒരു ആക്സൺ എൻഡിങ്, ആ ഒരു നെർവ് എൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ നെർവ് എൻഡിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? വരയ്ക്കാനായിട്ട് അറിയാലോ. ഇനി വരപ്പിക്കണോ? നിങ്ങൾ ഒരുപാട് വട്ടം വരപ്പിച്ചിട്ടുള്ളതാണ്. സോ വരയ്ക്കുക, എല്ലാ പാർട്സും ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം. ഡെൻഡ്രൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദീസ് ആർ ഡെൻഡ്രോൺസ് അല്ലേ? ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഡെൻഡ്രോൺസ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആൻഡ് സെൽ ബോഡി, സൈറ്റോപ്ലാസം, ബാക്കി എല്ലാം ക്ലിയർ ആയിരിക്കും. ഷ്വാൻ സെൽസ് പ്രസന്റ് ആണ്. ഓക്കെ, ഷ്വാൻ സെൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the general scheme of nerve impulse transmission in the body? നമ്മുടെ ബോഡിയിലെ
നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ ആ ഒരു പാത്വേ, ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ ജനറൽ സ്കീമാണ് ചോദിക്കുന്നത്. നെർവ് ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്? ഓക്കെ, എക്സ്പ്രസ് ദ ഇവന്റ്സ് ബ്രീഫ്ലി വിത്ത് ലൈൻ ഡയഗ്രാം. ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, യൂസിങ് എ ഫ്ലോ ചാർട്ട് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ജനറൽ സ്കീം ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ആൻഡ് ഓർ ആയിട്ട് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, എന്താ, വാട്ട് ഈസ് എ നെർവ് ഇമ്പൾസ്? State the direction followed by a nerve impulse which travels in the body of an organism. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു സെൻസേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പൾസ് നമ്മുടെ ബോഡിയിൽ പാസ് ചെയ്ത് തിരിച്ച് ആ ഒരു റിയാക്ഷൻ വരണം, ഇല്ലേ? അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോകണം. സോ ആ ഒരു പാത്വേ ആണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ വാട്ട് ഈസ് എ നെർവ് ഇമ്പൾസ്. A nerve impulse is an electrical charge. Okay, a nerve impulse is an electrical charge that travels along the neuron's membrane. It is essentially an electrical signal generated in a nerve cell. ഒരു nerve cell generate ചെയ്യുന്ന electrical signal അല്ലെങ്കിൽ electrical charge ആണ് നമ്മുടെ nerve impulse എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ, റൈറ്റ്? നമുക്ക് ഇനി ആ പാത്വേ നോക്കാം. ഓക്കെ, ഒരു പാത്വേ നോക്കിക്കോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ലൈൻ ഡയഗ്രാം ഇനിയും ആരും എഴുതി എടുത്തിട്ടില്ലെങ്കിൽ എഴുതിയെടുക്കുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. ഓക്കെ, stimuli or information, it is received at the end of the dendritic tip of the nerve cell. Okay, nerve cell inde dendritic tipil endu receive cheyunu? Stimuli അല്ലെങ്കിൽ information receive cheyunu. Okay, and it sets off a chemical reaction. Okay, നമ്മുടെ dendritic tipil അത് receive ചെയ്യുന്നു and അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? it starts അല്ലെങ്കിൽ it sets off a chemical reaction. Okay, it creates an electrical impulse and that electrical impulse travels from the dendrite to the cell body or soma. ഓക്കെ, ഡെൻഡ്രൈറ്റിക് ടിപ്പിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസ് ഇൻഫോർമേഷൻ നമ്മുടെ സെൽ ബോഡിയിലേക്ക് ത്രൂ ഡെൻഡ്രോൺസ് ആ ഒരു സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. ഓക്കെ, സോ അത് ഓൾറെഡി അവിടെ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് നമ്മുടെ സോമ അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, then from cell body or soma to along the axon and to its end. Okay, so soma കഴിഞ്ഞ അല്ലെങ്കിൽ ആ സെൽ ബോഡി കഴിഞ്ഞ നെക്സ്റ്റ് ലെങ്തി പാർട്ട് ഏതാണ്? നമ്മുടെ ആക്സൺ. So it is passing through the axon. Okay, electrical impulse causes the release of some chemicals at axon end. അതായത് നമ്മുടെ നെർവ് എൻഡിങ്ങിൽ കുറച്ച് കെമിക്കൽസ് പാസ് ചെയ്യും. ആ കെമിക്കൽസിന്റെ പേരെന്താ അറിയോ? കെമിക്കൽസിന്റെ പേരെന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ന്യൂറോ transmitters. Okay, neurotransmitters. Okay, so the chemicals cross the gap or synapse. നമുക്ക് yes, comments correct ആണ്. അഭിശ്രീ correct ആണ്. എന്താണ് നമ്മുടെ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ക്രോസ് ചെയ്യും? നമ്മുടെ സിനാപ്സ്, അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് സിനാപ്സ് എന്ന് പറയുന്നത്. സോ ആ സിനാപ്സ് ക്രോസ് ചെയ്യും ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് എ സിമിലർ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇൻ എ ഡെൻഡ്രൈറ്റ് ഇൻ ദ നെക്സ്റ്റ് ന്യൂറോൺ. സോ അടുത്ത ന്യൂറോണിൽ ആ ഒരു സെയിം നമ്മളിപ്പോ കണ്ട സെയിം പാത്വേ അവിടെ ഫോളോ ചെയ്യും. എന്താ? അവിടെയും ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഫൈനലി ദ ഇമ്പൾസ് ട്രാവൽസ് ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ സെൽ ഓർ എഫക്ടർ ഓർഗൻ. എവിടെയാണോ അതിന്റെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ആ ഒരു മസ്കുലർ ആക്ഷൻ ചെയ്യണ്ടേ, ആ എഫക്ടർ ഓർഗൻ എത്തണ വരെ ഈ ഒരു ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് അത് ഈ ഒരു പിക്ചർ നോക്കി ക്ലിയർ ആയിരിക്കും. എവിടെയാണ്? ഈ ഡെൻഡ്രൈറ്റ്സിലാണ് നമ്മുടെ സ്റ്റിമുലസ് ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നത്. ത്രൂ ഡെൻഡ്രോൺസ് അത് നമ്മുടെ സോമയിലെത്തി. സോമയിൽ നിന്ന് നമ്മുടെ ആക്സൺ വഴി നമ്മുടെ നെർവ് എൻഡിലേക്ക് എത്തി. സോ നെർവ് എൻഡിൽ കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അത് നെക്സ്റ്റ് ന്യൂറോണിന്റെ, ഇവിടെ നെക്സ്റ്റ് ന്യൂറോൺ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? എത്രയും സിമ്പിൾ ആണ്. ഡെൻഡ്രൈറ്റ്സിൽ റിസീവ് ചെയ്യുന്നു, ദെൻ ഡെൻഡ്രോൺസ് ത്രൂ സെൽ ബോഡിയിലേക്ക് എത്തുന്നു, ദെൻ ആക്സൺ ത്രൂ നെർവ് എൻഡിങ്ങിലേക്ക് എത്തുന്നു. കെമിക്കൽ, ഇവിടെയാണ് സിനാപ്സ് വരുന്നത് അല്ലേ? രണ്ട് നെർവ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് സിനാപ്സ്. സോ സിനാപ്സിൽ വെച്ചിട്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ത്രൂ നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതാണ് ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ ലൈൻ ഡയഗ്രാം. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. Now, what is a synapse? How does a message of an impulse transmit through a synapse? സിനാപ്സ് എന്താണ്? സിനാപ്സിലൂടെ എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? ഓക്കെ, സോ സിനാപ്സ് നമ്മൾ പറഞ്ഞു, സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. നമുക്ക് എന്ത് പറയാം? ജംഗ്ഷൻ ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ്.
or a neuron and a muscle cell. രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഒരു ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ഇമ്പൾസ്. ഓക്കെ, നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡിറക്ഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സിനാപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, when electrical impulses from the axon reach the synaptic knob, okay, synaptic knob-ലേക്ക് എത്തുമ്പോൾ ചില കെമിക്കൽസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്, ആ ഒരു സ്പേസിലേക്ക്. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റീച്ച് ദ ഡെൻഡ്രൈറ്റ് ഓഫ് ദ നെക്സ്റ്റ് ന്യൂറോൺ ടു സ്റ്റാർട്ട് എ സിമിലർ ഇമ്പൾസ്. അല്ലെ, നെക്സ്റ്റ് ന്യൂറോണിലേക്ക് കടക്കുമ്പോൾ ആ ഒരു സിമിലർ റിയാക്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the correct sequence of components of a reflex arc? റിഫ്ലെക്സ് ആർക്കിന്റെ കറക്റ്റ് ഓർഡർ അല്ലെങ്കിൽ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കമന്റ് ചെയ്തേ. 1 2 3 4 ഏതാ റൈറ്റ് വൺ? റിഫ്ലെക്സ് ആർക്കിന്റെ ആ ഒരു പാത്ത് വേയുടെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് റൈറ്റ് വൺ? എന്തായാലും റിസപ്റ്റേഴ്സ് ആയിരിക്കും റിസീവ് ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. സോ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ് കമന്റ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കമന്റ് വന്നേക്കുന്നത്. ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല, എല്ലാവരും സെയിം ആൻസർ ആണ് കമന്റ് ചെയ്തേക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, റിസെപ്റ്റേഴ്സ് ടു സെൻസറി ന്യൂറോൺ, ദെൻ ടു സ്പൈനൽ കോഡ്, ദെൻ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദെൻ ടു മസിൽ. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്പൈനൽ കോഡ് അവിടെയുള്ള ന്യൂറോൺ ഏതാ? നമ്മുടെ സെൻസറി ന്യൂറോണിനെയും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്ന ന്യൂറോണിന്റെ പേരെന്താ? സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്ന ന്യൂറോൺ ഏതാണ്? ഓർമ്മയില്ല? റിലേ ന്യൂറോൺ. ഓക്കെ, റിലേ ന്യൂറോൺ. ഓക്കെ, റിലേ ന്യൂറോൺ ആണ്. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ റിഫ്ലെക്സ് ആർക്കിന്റെ പാത്വേ. സോ ഫസ്റ്റ് റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു, സെൻസറി ന്യൂറോൺസ് നമ്മുടെ ക്യാരി ചെയ്യുന്നു. ഓക്കെ, എവിടേക്ക്? സ്പൈനൽ കോഡിലേക്ക് ക്യാരി ചെയ്യുന്നു. അവിടെ നമുക്ക് കാണാം എന്തുണ്ട്? ഇതിന്റെ ഇടയിലുള്ള ഈ ന്യൂറോൺ ആണ് റിലേ ന്യൂറോൺ. ആ റിലേ ന്യൂറോൺ ത്രൂ നമ്മുടെ മോട്ടോർ ന്യൂറോണിലേക്ക് എത്തിക്കുന്നു. ഫൈനലി നമ്മുടെ എഫക്റ്റർ മസിൽ അല്ലെങ്കിൽ എഫക്റ്റർ സൈറ്റ് ആയിട്ടുള്ള മസിൽസിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് സീക്വൻസ്. ഓക്കെ, റിസെപ്റ്റേഴ്സ്, ദെൻ സെൻസറി ന്യൂറോൺസ്, ദെൻ റിലേ ന്യൂറോൺ ആണ് തന്നിരിക്കുന്നെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് തന്നെ. ഓക്കെ, ദെൻ കംസ് മോട്ടോർ ന്യൂറോൺ ആൻഡ് ദെൻ effector, that is muscles. Okay, the next question, what are plant hormones? Name the plant hormones responsible for the following functions. പെട്ടെന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും കമന്റ് ചെയ്തേ. 1 2 3 4 ABCD ആൻസേഴ്സ് കമന്റ് ചെയ്തേ. The hormone that is responsible for growth of the stem. പ്ലാന്റ്സില് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? കമന്റ് ചെയ്യുക. B, promote cell division. The hormone that promotes cell division. Yes. Okay. And C, wilting of leaves. ABCD എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിടാ ട്ടോ. Okay. The last one that inhibits growth. Growth of the stem. പ്രൊമോട്ട്സ് സെൽ ഡിവിഷൻ. ആ സെൽ ഡിവിഷൻ തന്നെയാണ് ആ ഒരു ഹോർമോണിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ദെൻ വിൽട്ടിംഗ് ഓഫ് ലീവ്സ്, ദെൻ ഇൻഹിബിറ്റ്സ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻഹിബിഷൻ ഓഫ് ഗ്രോത്ത്. യെസ്, കിട്ടുന്നുണ്ടോ? ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? മഹിറ കിട്ടിയോ? യെസ്, കമന്റ്സ് എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ്. അബ്സിസിക് ആസിഡിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ക്രിസെ, അബ്സിസിക് ആസിഡിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അബ്സിസിക് ആസിഡിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓക്സിൻ. ഓക്കെ, ഓക്സിൻ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ സ്റ്റെം. ആദ്യം പ്ലാന്റ് ഹോർമോൺസ് എന്താന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്സിൻ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ സ്റ്റെം. Cytokinin promotes cell division. Teacher പറഞ്ഞു site means cell and kinin means division. So cytokinin, it promotes cell division. Cytokinin promotes CC. മറക്കരുത് ട്ടോ. സെൽ ഡിവിഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. സൈറ്റോകിൻ അല്ല, സൈറ്റോകൈനിൻ ആണ്. ആൻഡ് ഓക്കെ,
Then rest 2, wilting of leaves, അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻഹിബിഷൻ രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. നമുക്കറിയാം അബ്സിസിക് ആസിഡ് ഈസ് നോൺ ആസ് ദ ഇൻഹിബിറ്ററി ഹോർമോൺ, അല്ലെങ്കിൽ ദ ഹോർമോൺ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ഇൻഹിബിഷൻ. ഓക്കെ, സോ ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലാന്റ് ഹോർമോൺസ് ഒന്ന് വായിച്ചു നോക്കിയേ, ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. Okay, plant hormones are chemicals that plants use to communicate, coordinate and develop their many cells. Okay, അവരുടെ എൻറ്റയർ ബോഡിയിലെ സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, these are synthesized in various locations and simply diffused to the area of action. അവർ ഡിഫറെന്റ് ലൊക്കേഷൻസിലാണ് ഈ പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് അവർ സിംപ്ലി അവർ ഡിഫ്യൂസ് ചെയ്യും. എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത് ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഏരിയയിലേക്ക് അവർ സിംപ്ലി ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഡെഫിനിഷൻ നോക്കുക. ആൻഡ് ഈ 4 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സൈറ്റോകൈനിൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആൻഡ് ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ബൈ ഗിവിംഗ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. എക്സാമ്പിൾ കമന്റ് ചെയ്തേ. ഗ്രോത്ത് ഡിപ്പെൻഡന്റ്, അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോത്തും മൂവ്മെന്റും, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റും. ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കാരണം ഉണ്ടായ എന്തെങ്കിലും മൂവ്മെന്റ്സ് ആവാം. സോ അതാണ് ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടാബുലർ കോളത്തിൽ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. ഓക്കെ, സോ ഗ്രോത്ത് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് മൂവ്മെന്റ്, ഡിഫ്യൂഷൻ അല്ല മൂവ്മെന്റ്. ഓക്കെ, സോ ഗ്രോത്ത് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് നോ ഗ്രോത്ത് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്. Okay, next one നോക്കുക. Growth related movement of plants will be even slower. Okay, ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. ബട്ട് ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരിക്കും. അതാണ് ടീച്ചർ പറഞ്ഞത്, എൻവയോൺമെന്റിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലെ. എക്സാമ്പിൾ എന്താ? ഡിറക്ഷണൽ മൂവ്മെന്റ് ഓഫ് സീഡ്ലിംഗ് ഈസ് കോസ്ഡ് ബൈ ഗ്രോത്ത് അല്ലെ. നമ്മുടെ ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് അല്ലെ, അതിനൊരു റാഡിക്കൽ, താഴത്തേക്ക് ഒരു റാഡിക്കൽ മേലേക്ക് ഒരു പ്ലിമ്യൂളും അല്ലെ, അങ്ങനെ ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുക. അതായത് എന്താ പറയാ നമ്മള് സ്പ്രൗട്ടിംഗ് ഓഫ് സീഡ്സ് അല്ലെ, സ്പ്രൗട്ടിംഗ് ഓഫ് സീഡ്സ് അതെന്ന് പറയുന്നത് എന്താ? ഗ്രോത്ത് ഡിപ്പെൻഡന്റ് മൂവ്മെന്റ് ആണ്. അത് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, വളരെ സ്ലോ ആയിരിക്കും. ഇനി ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് നോക്കുക. വെൻ വി ടച്ച് ദ ലീവ്സ് ഓഫ് ചുമിയു, എന്താണത്? ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലെ, ടച്ച് മീ നോട്ട് പ്ലാന്റ്, മൈമോസ പുട്ടിക്ക. ഓക്കെ, സോ ദേ ബിഗിൻ ടു ഫോൾഡ് അപ്പ് ആൻഡ് ഡ്രൂപ്പ് അല്ലെ. പെട്ടെന്ന് ഇലകള് ഫോൾഡ് അപ്പ് ചെയ്യും, അതുപോലെ ഡ്രൂപ്പ് ചെയ്യും, താഴത്തേക്ക് ഡ്രൂപ്പ് ചെയ്ത് കൊടുക്കും. സോ അതെന്താണ്? പെട്ടെന്ന് ഒരു എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റിമുലസിന്റെ ഭാഗമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്ത റെസ്പോൺസ് ആണ്. സോ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, സോ അതാണ് പറയുന്നത് ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയോ? ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആൻഡ് ഗ്രോത്ത് ഇൻഡിപെൻഡന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ അസേർഷൻ ആൻഡ് റീസൺ ആണ്. എക്സാമിന് ഷുവർ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ, ഷുവർ ആണ് കേട്ടോ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അസേർഷൻ നോക്കാം. പ്ലാന്റ് ഹോർമോൺസ് ആർ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഹോർമോൺസ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് റീസൺ നോക്കാം. ഓക്സിൻ ഇൻഹിബിറ്റ്സ് പ്ലാന്റ് ഗ്രോത്ത്. സോ ഓപ്ഷൻസ് വരട്ടെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന് ആദ്യം നോക്കുക, എന്നിട്ട് നോക്കുക അത് കറക്റ്റ് റീസൺ ആണോ നോക്കുക. പ്ലാന്റ് ഹോർമോൺസ് ആർ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആൻഡ് ദ റീസൺ ഈസ് ഓക്സിൻ ഇൻഹിബിറ്റ്സ് പ്ലാന്റ് ഗ്രോത്ത്. ഓപ്ഷൻസ് നോക്കിക്കോ. Both A and R are true, that is assertion and reason is true, and R is the correct explanation for A, that is the first option. Second option, both A and R are true but reason R is not correct explanation for A. Assertion A is true but R reason is false, and D, assertion A is false but reason R is true. Which is the right answer? 1 2 3 4 right answer ഏതാ? ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തേ. ഒരാൾ ആൻസർ തെറ്റി കമന്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ.
ഒന്നുകൂടെ assertion കാണിച്ചു തരാം. Plant hormones are growth regulators. Reason auxin inhibits plant growth. ഏതാ റൈറ്റ് ആൻസർ ചെയ്ത ക്രിസ് കമന്റ് ചെയ്തേ. റൈറ്റ് ആൻസർ യെസ്. ഓക്കെ കറക്റ്റ് ചെയ്തു. ഓക്കെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഓക്കെ നമ്മുടെ അസേർഷൻ ട്രൂ ആണ് ബട്ട് നമ്മുടെ റീസൺ തെറ്റാണ്. ഓക്കെ റീസൺ തെറ്റാണ്. ഓക്കെ നെക്സ്റ്റ് വൺ നോക്കുക. അസേർഷൻ നോക്കുക. ഫോട്ടോട്രോപ്പിസം ഈസ് കോസ്ഡ് ബൈ ഓക്സിൻ. ഫോട്ടോട്രോപ്പിസം നമ്മുടെ ട്രോപ്പിക് മൂവ്മെന്റ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോട്രോപ്പിസം ദ ഗ്രോത്ത് ഓർ ദ മൂവ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ് ആണ്. സോ ഫോട്ടോട്രോപ്പിസം ഇറ്റ് ഈസ് കോസ്ഡ് by auxin and reason കൊടുത്തിരിക്കുന്നത് when light hits on one side of the plant auxin diffuses towards the shady side of the shoot. Okay so ഇതിൽ ഏതാ കറക്റ്റ് വരാം? both assertion and reason true ആണോ correct reason ആണോ കമന്റ് ചെയ്തേ. yes option A ആണ്. okay both assertion and reason is right. okay both are right and R is the correct explanation. okay R is the correct explanation. so auxin തന്നെയാണ് ഫോട്ടോട്രോപ്പിസിന് കാരണമാവുന്നത് and the reason is true. okay then second one next question ആണ് why is chemical communication better than electrical impulses as a means of communication between cells in a multicellular organism? എന്തുകൊണ്ടാണ് കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനേക്കാളും ബെറ്റർ ആവുന്നത്? why is chemical communication better than electrical impulses as a means of communication? കമ്മ്യൂണിക്കേഷന് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ആവുന്നത്? എന്തുകൊണ്ടാ? ഈസി ഒന്ന് ഓർക്കും. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടായിരിക്കും ഇലക്ട്രിക്കൽ ഇമ്പൾസിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നേ? നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഇൻവോൾവ്സ് ഹോർമോൺ അല്ലെ? കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഹോർമോൺ ആണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഹോർമോൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് നീഡ് സ്പെഷ്യൽ ടിഷ്യൂ ലൈക്ക് നെർവ് ടിഷ്യൂസ് ഫോർ സിഗ്നലിംഗ്. അല്ലേ? നമുക്കറിയാം ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ന്യൂറോൺസ് വേണം. ന്യൂറോൺസ് പോലുള്ള സെൽസ് ആവശ്യമാണ്. ബട്ട് for chemical communication it doesn't require any specialized tissue for the communicating. okay next നോക്ക. chemical coordination can occur anywhere in the body. ബോഡിയിൽ എവിടെ വേണമെങ്കിലും കെമിക്കൽ കോർഡിനേഷൻ നടക്കാം. but electrical communication is only possible between areas that are connected by nerves through connected ആയിട്ടുള്ള ഏരിയസിൽ മാത്രമേ എന്ത് പോസിബിൾ ആവുള്ളൂ? ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ കെമിക്കൽ കോർഡിനേഷൻ ആണെങ്കിൽ ബോഡിയിൽ എവിടെ വേണമെങ്കിലും പോസിബിൾ ആണ് ത്രൂ ഹോർമോൺസ്. ഓക്കെ നെക്സ്റ്റ് വൺ നോക്കുക. while nervous system coordination can only be done at intervals. okay nervous system coordination can be done only by intervals. at intervals chemical communication can be done gradually and persistently. persistent ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ബട്ട് എന്താണ് നമ്മുടെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ നെർവസ് സിസ്റ്റത്തിൽ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി അറ്റ് ഇന്റർവെൽസ്. ഓക്കെ ക്ലിയർ ആയോ? ബിക്കോസ് ആ ഒരു പാത്വേ ഫോളോ ചെയ്യണം. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ പാസ് ചെയ്ത് പോകണം. സോ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് ഇറ്റ് വിൽ ടേക്ക് അറ്റ് ഓൺലി ഇന്റർവെൽസ്. ക്ലിയർ ആയോ? ബട്ട് whereas the action of hormones it is gradually happening and it is persistent. okay ക്ലിയർ ആയോ? സോ എന്തുകൊണ്ടാണ് കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് എനിവേർ ഇൻ ദ ബോഡി. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ക്യാൻ ബി ഡൺ ഗ്രാജുവലി ആൻഡ് പെർസിസ്റ്റന്റ്ലി. ഈ 3 പോയിന്റ് മറക്കരുത്. ഓക്കെ സോ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ്. സോ നിങ്ങൾക്ക് ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാം. 4 ബ്രെയിൻ. ഓക്കെ 4 ബ്രെയിനിൽ വരുന്നതാണ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദെൻ വി ഹാവ് മിഡ് ബ്രെയിൻ. ഓക്കെ മിഡ് ബ്രെയിൻ നോക്കുക. ഹൈൻഡ് ബ്രെയിനിൽ വരുന്നത് പോൺസ്, മെഡുല്ല, സെറിബെല്ലം. ദെൻ സെറിബ്രം മറക്കരുത്. 4 ബ്രെയിനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് സെറിബ്രം. ഓക്കെ സെറിബ്രം. Then cranium, outer covering ആണ് cranium, skull, and it is finally leading to the spinal cord. stem അതാണ് നമ്മുടെ spinal cord. ഇത് ലേബിൾ ചെയ്യാൻ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ ദെൻ അതുപോലെ തന്നെ ബോഡിയിലുള്ള ഡിഫറെന്റ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ സോ ഇത് നോക്കി പോവാ. ഹൈപ്പോതലാമസ്, പീനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയ്ഡ്, പാരതൈറോയ്ഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്സ്. ഇനി മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ്, ഫീമെയിൽസിലാണെങ്കിൽ ഓവറി.
ഇത് രണ്ട് മാത്രമേ നമ്മുടെ മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ ലേബിൾ ചെയ്യാനായിട്ട് ചോദിച്ചാൽ അറിയണം, കൺഫ്യൂസിങ് ആവരുത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ സെയിം പിക്ചർ ആണ് നോക്കാം. നെക്സ്റ്റ് വൺ, നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ഫോളോയിങ് ഗ്ലാൻഡ്സ് ആൻഡ് യു ഹാവ് ടു സ്പെസിഫൈ ദയർ ഫംഗ്ഷൻ. പറഞ്ഞോ, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, കറക്റ്റ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ യൂട്യൂബിൽ ആൻസേഴ്സ് വരുന്നുണ്ടോ? ആഷിക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. ആഷിക്ക് കറക്റ്റ് ആൻസർ ആണ്. എന്താണ് ആൻസർ? തൈറോക്സിൻ. റൈറ്റ്, യെസ്, തൈറോക്സിൻ. വേറെ ആരെങ്കിലും യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നുണ്ടോ? യെസ്, തൈറോക്സിൻ. യെസ്, തൈറോക്സിൻ ആണ്. നമ്മുടെ യൂട്യൂബിൽ വേറെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആഷിക്ക് തന്നെയാണല്ലേ. ഓക്കെ, തൈറോക്സിൻ. ദെൻ പിറ്റ്യൂട്ടറി. യെസ്, കറക്റ്റ് ആണ്. പിറ്റ്യൂട്ടറി ഏതാണ്? ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ. ആൻഡ് ഫൈനലി പാൻക്രിയാസ്. പാൻക്രിയാസ്, the hormone that is secreted. Yes. And Chris correct ആണ്. ഏതാണ്? ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ. ആഷിക്ക് എന്താ കമന്റ് ചെയ്തേ? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണോ? ഹോർമോൺ അല്ലേ ചോദിച്ചേ ടീച്ചർ, സെക്രീഷൻ അല്ല ചോദിച്ചേ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അത് മറക്കരുത്. ഓക്കെ, ഇൻസുലിൻ എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷിബി. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, ഷിബി. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. നോക്കി, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിൻ ഹോർമോൺ ആണ്. ആൻഡ് ഫംഗ്ഷൻ നോക്കാം. ഇറ്റ് റെഗുലേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് മെറ്റബോളിസം സോ ആസ് ടു പ്രൊവൈഡ് ബെസ്റ്റ് ബാലൻസ് ഫോർ ഗ്രോത്ത്. ഓക്കെ, ദെൻ pituitary, it provides അല്ലെങ്കിൽ it secretes growth hormone. It regulates growth and development. And its deficiency, growth hormone deficiency ആണ് എന്ത് കോസ് ചെയ്യുന്നത്? അതറിയാം, ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ബോഡിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. സോ അത് ഡെഫിഷ്യന്റ് ആയി എന്ത് സംഭവിക്കും? ഡ്വാർഫിസം അല്ലേ, സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഡ്വാർഫിസം. ഇനി അതിന്റെ പ്രൊഡക്ഷൻ എക്സസീവ് ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ജൈജാന്റിസം, അതായത് ബിഗ് സൈസ്. Okay, so growth hormone production koranya, it leads to dwarfism. If its production is so excess, it leads to gigantism. And third one is pancreas. It secretes insulin and it regulates blood glucose level അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? blood sugar level. Okay, clear, right? So thyroid hormone, thyroid secrete ചെയ്യുന്ന ഹോർമോൺ തൈറോക്സിൻ. നിങ്ങൾക്ക് ഗ്ലാൻഡും അതുപോലെ തന്നെ ഹോർമോണിന്റെ പേരും തെറ്റിപ്പോകരുത്, സ്പെല്ലിംഗും തെറ്റരുത്. Okay. Now, different glands, their hormones, location, function, target site. Okay, so target site നിങ്ങൾക്ക് അറിയാം, എല്ലാത്തിന്റെയും ബോഡി ടിഷ്യൂസ് ആണ്. സോ ഫസ്റ്റ് വൺ നോക്കാം, അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ടേബിൾ കണ്ടിന്യൂസ് കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കിഡ്നി അല്ലേ. നമ്മുടെ കിഡ്നി ഇങ്ങനെയാണെങ്കിൽ കിഡ്നിയുടെ ടോപ്പിൽ ഒരു ക്യാപ്പ് പോലെയാണ് നമ്മുടെ എന്ത് പ്രസന്റ് ആയിട്ടുള്ള അഡ്രിനാലിൻ പ്രസന്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്, സ്വെറ്റിംഗ് ആൻഡ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഇറ്റ് സപ്ലൈ മോർ ഓക്സിജൻ ടു മസിൽസ്. നമുക്കറിയാം അഡ്രിനാലിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നേ? ഹോർമോൺ, എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ വേറെ പേരും കൂടി ഉണ്ടല്ലോ, ഒന്ന് കമന്റ് ചെയ്തേ. എമർജൻസി ഹോർമോൺ എന്ന് അറിയുന്നുണ്ട്, ഹോർമോൺ ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്. ഓക്കെ, ഹോർമോൺ ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്. ഫ്ലൈറ്റ്, FLIGHT, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്. ഓക്കെ, രണ്ടും ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ആഡംസ് ആപ്പിൾ. ആഡംസ് ആപ്പിളിന്റെ തൊട്ട് താഴെയാണ് തൈറോക്സിൻ. ഇറ്റ് റെഗുലേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് മെറ്റബോളിസം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ പാൻക്രിയാസ്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലൊക്കേറ്റഡ് ഇൻ പാൻക്രിയാസ് തന്നെയാണ്. ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. ദെൻ കൺട്രോൾസ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, കൺട്രോൾസ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആണ്. ബേസ് ഓഫ് ദ ബ്രെയിനിലാണ് ലൊക്കേഷൻ വരുന്നത്. സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ഇൻ ഓൾ ഓർഗൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ടെസ്റ്റിസ് ആൻഡ് ഓവറി. ടെസ്റ്റിസ് എവിടെയാണ്? മെയിൽസിലാണ് ടെസ്റ്റിസ് വരുന്നത്, ആൻഡ് ഫീമെയിൽസിലാണ് ഓവറി വരുന്നത്.
ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഹോർമോൺ. മെയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രസന്റ് ഇൻ മെയിൽ ബോഡി, ദാറ്റ് ഈസ് ടെസ്റ്റിസിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. plays a role in development of male reproductive tissues. Male reproductive tissuesന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മെയിൽ ബോഡി ടിഷ്യൂസ് ആണ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഓവറി ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ്. പ്രസന്റ് ഇൻ ഫീമെയിൽ ബോഡി എവിടെയാണ്? ഓവറിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ it helps in development of female reproductive structures അല്ലെങ്കിൽ female reproductive tissues and promote the female secondary sexual characteristics. It regulates menstrual cycle. അതുപോലെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? supports pregnancy. ഓക്കെ, ഇതെല്ലാം നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഫീമെയിൽ ബോഡി ടിഷ്യൂസ് ആണ് സൈറ്റ്, ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഈ രണ്ട് സ്ലൈഡ് നിങ്ങൾ വിടാതെ പഠിക്കണം. ഏതെങ്കിലും ഒരു ഹോർമോൺ ഷുവർ ആയിട്ടും ചോദിക്കും. ഓക്കെ, ഒരു ഗ്ലാൻഡ് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇതിപ്പോ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സ്ക്വിറൽ ഈസ് ഇൻ എ സ്കാരി സിറ്റുവേഷൻ. ഏതാ ആൻസർ കമന്റ് ചെയ്തു? ഇല്ല, ഞാൻ പറഞ്ഞപ്പോഴേക്കും ആൻസർ കമന്റ് ചെയ്യാം. ഇറ്റ്സ് ബോഡി ഹാസ് ടു പ്രിപ്പയർ ഫോർ ഐദർ ഫൈറ്റിംഗ് ഓർ റണ്ണിംഗ് അവേ. സ്റ്റേറ്റ് ദ ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഇറ്റ്സ് ബോഡി സോ ദാറ്റ് ദ സ്ക്വിറൽ ഈസ് ഏബിൾ ടു ഐദർ ഫൈറ്റ് ഓർ റൺ. അതായത് ഒരു സ്ക്വിറൽ ഒരു സ്കൈറി ഒരു ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുക. സോ ഇറ്റ്സ് ബോഡി ഹാസ് ടു പ്രിപ്പയർ ഐദർ ഫോർ ഫൈറ്റിംഗ്, ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. സോ അവിടെ ഏത് ഹോർമോൺ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? അതുപോലെ അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്? ആഷിക്കെ ചോദിച്ചത് അവിടെ ഏത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? സ്റ്റേറ്റ് ദ ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടീച്ചർ ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതായിരിക്കും? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു എമർജൻസി ഹോർമോൺ കമന്റ് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഹോർമോൺ, ഹോർമോൺ ഓഫ് ഫൈറ്റ്. ഇവിടെ ഫൈറ്റ് എന്ന് കാണാലോ. ഓക്കെ, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഏതായിരുന്നു? ഏതാണ് നമ്മുടെ അഡ്രിനാലിൻ. അഡ്രിനാലിൻ, യെസ്, കറക്റ്റ് ആണ്. അഡ്രിനാലിൻ നോക്കാം നമുക്ക്. അഡ്രിനാലിൻ ഈസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് there. Okay, it is a hormone released by adrenal glands and the hormone is known as the hormone of fight and flight. Okay, so when a squirrel gets into a situation due to stress, tension, etc., their body starts to release this hormone which helps him to respond quickly by running or fighting. So namukku immediate changes edokku nokkiyalo. Increase in breathing rate, increase in blood pressure, and the flow of blood towards the limbs also increases so that the muscles can contract and relax at a faster speed, helping the squirrel to fight or run away from the situation. So immediate ആയിട്ട് സ്ക്വിറലിൽ വന്നിട്ടുണ്ടാവുന്ന ചേഞ്ചസ് ഏതൊക്കെയായിരിക്കും? ബ്രീതിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ബ്രീതിങ് റേറ്റ്, ബ്ലഡ് പ്രഷർ BP, ദെൻ ഫ്ലോ, ബ്ലഡ് ഫ്ലോ റേറ്റ്, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇമ്മീഡിയറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് എത്തി. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ തേർഡ് ചാപ്റ്റർ ഏതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ? ഹൗ ടു യെസ്, നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അവർ 8th ചാപ്റ്റർ. നമ്മുടെ സയൻസിൽ 8th ചാപ്റ്റർ, ബയോളജിയിൽ 3rd ചാപ്റ്റർ. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്? ഓക്കെ, ഹൗ ഡു ഓർഗാനിസംസ് reproduce? നമുക്ക് നോക്കിയാലോ. You have to distinguish between sexual and asexual modes of reproduction. You have to distinguish between asexual and sexual modes of reproduction. ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. Sexual and asexual modes of reproduction. നോക്കാം. ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. വളരെ എളുപ്പമാണ് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ആൻസേഴ്സ് കമന്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ? സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഒന്ന് കമന്റ് ചെയ്ത ഡിഫറൻസ് എന്താ? മെയിൻ ഡിഫറൻസ് നോക്കുക. മെയിൻ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ് പോയിന്റ്സ് നമുക്ക് ടപ്പേന്ന് പറഞ്ഞു കിട്ടും. ഏതൊക്കെയായിരിക്കും? What are the main differences between asexual and sexual modes of reproduction? Yes. ക്രിസ്സേ നാളെ എക്സാം അല്ലേ? ഉഷാറായിട്ട് ഇരുന്ന് പഠിച്ചേ.
Asexual, one parent involved, no fusion of gametes. Good, excellent. Okay, one parent is involved in asexual reproduction and there is no fusion of gametes. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് എന്ത് എഴുതാം? No gametes are produced and there is no fusion of gametes എന്ന് പറയുമ്പോൾ there is no fertilization involved. അല്ലേ? One parent എന്ന് പറയുമ്പോൾ നമുക്കറിയാം there is no fertilization. നമുക്ക് നോക്കിയാലോ? ഓക്കെ, അതുപോലെ തന്നെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? Variation, there is minimum variation in asexual reproduction and maximum variation in sexual reproduction. Chris നേരെ ഇരുന്നേ ക്രിസേ. Okay. Okay. So, നോക്കാം asexual reproduction ന്റെ first point നമുക്ക് നോക്കാം. Only one parent makes copies of itself to form genetically identical offsprings. ഒരു പാരന്റ് ഇൻവോൾവ് ആയിട്ടുള്ളൂ, അതുപോലെ തന്നെ ജനറ്റിക്കലി ഐഡന്റിക്കൽ ഓഫ് സ്പ്രിങ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക. അവരെ നമുക്ക് ഒരു സിംഗിൾ ടേം ആയിട്ട് എന്ത് പറയാം? ജനറ്റിക്കലി ഐഡന്റിക്കൽ ഓഫ് സ്പ്രിങ്സിന് യെസ് കറക്റ്റ് ആണ്. എന്താണ്? ക്ലോൺസ് അല്ലെങ്കിൽ ക്ലോൺ. Okay, so but in case of asexual reproduction, production of new offspring by combining genetic material from two different individuals. അവിടെ രണ്ട് പാരന്റ്സ് ഇൻവോൾവ് ആണ്. സോ രണ്ട് പാരന്റ്സിന്റെ ജനറ്റിക് മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, second point നോക്കുക. Asexual reproduction occurs mostly in lower groups of organisms. Okay, simple ആയിട്ടുള്ള lower groups of organismsലാണ് asexual reproduction കൂടുതൽ നടക്കുക. But sexual reproduction occurs in mostly in higher groups of organisms. നമ്മൾ human beings, animals. Okay, so അവരിലൊക്കെ കുറച്ചുകൂടി higher group of organismsലാണ് sexual reproduction നടക്കുന്നത്. Third point, only one parent is involved. Okay, and in case of sexual reproduction, two parents of different sexes. Okay, different sexes നമുക്കറിയാം male and female. രണ്ട് പാരന്റ്സും ഇൻവോൾവ് ആണ്. Okay, and last one, there is no fusion of male and female gametes. അതായത് there is no fertilization. Okay, there is no fertilization. But in case of sexual reproduction, here male and female gametes are fused. So there is fertilization. Okay, there is fertilization taking place. Clear ആയോ? Important ആണ്, ശ്രദ്ധിക്കുക. Identical copies അല്ലെങ്കിൽ clones ആണ് sexual reproduction ഫോം ചെയ്യണേ. ഇവിടെ എന്താണ് ജനറ്റിക് മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്യണ ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയേഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ബിക്കോസ് മാത്രം ക്വസ്റ്റ്യൻസ് വേരിയേഷൻ എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വേരിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും നോട്ട് ചെയ്ത് വെക്കുക. വേരിയേഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, സോ നോക്കാം. വാട്ട് ആർ വേരിയേഷൻസ്? ഹൗ ഡസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബ്രിങ് അബൌട്ട് വേരിയേഷൻ ഇൻ ദ ഓഫ്സ്പ്രിങ്സ്? ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ മെനി യൂസ്ഫുൾ വേരിയേഷൻസ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഓവർ എ ലോങ് പീരിയഡ്? എന്താണ് വേരിയേഷൻസ്? ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് വാട്ട് ആർ വേരിയേഷൻസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് വേരിയേഷൻ സംഭവിക്കുന്നത്? ഹൗ ഡസ് വേരിയേഷൻ ഇറ്റ് ഈസ് ബിക്കമിങ് പോസിബിൾ ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് വെൻ വേരിയേഷൻസ് ആർ അക്യുമുലേറ്റഡ് ഓവർ എ ലോങ് പീരീഡ്? ഓക്കെ, ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്താൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? നോക്കാം. ഓക്കെ, സോ വേരിയേഷൻസിന്റെ ആൻസർ നോക്കാം. Variations can be defined as the differences in traits shown by individuals of a species as well as offsprings of the same parents. ശ്രദ്ധിക്കുക. Variations can be defined as the differences in traits. Traits അല്ലെങ്കിൽ എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ഡിഫറൻസസ് ആണ്. ഡിഫറൻസസ് ഇൻ ട്രേറ്റ്സ് ഷോൺ ബൈ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിൽ തന്നെ പല മെമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആവാം, അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഓഫ് സ്പ്രിങ്സ് ഓഫ് ദ സെയിം പാരന്റ്. ഓക്കെ, ഒരു പാരന്റിന്റെ സെയിം പാരന്റിന്റെ ഓഫ് സ്പ്രിങ്സ് തമ്മിലുള്ള ഡിഫറൻസസ് ആവാം. എന്തിനുള്ള ഡിഫറൻസാ? ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? സെയിം സ്പീഷീസിലെ പല ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസസ് ആവാം, അല്ലെങ്കിൽ എന്താവാം, നമ്മുടെ സെയിം പാരന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സിലുള്ള ഡിഫറൻസസ് ആവാം. ഓക്കെ, സോ വേരിയേഷൻസ് മേക്സ് ദ സ്പീഷീസ് മോർ അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് കണ്ടീഷൻസ് വിച്ച് എയ്ഡ്സ് ദ സ്പീഷീസ് സർവൈവൽ. ഓക്കെ, ബിക്കോസ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രസന്റ് കണ്ടീഷൻ, അതിന് എൻവയോൺമെന്റിൽ ചേഞ്ചസിനോട് കുറച്ചുകൂടെ അഡാപ്റ്റബിൾ ആയിട്ട് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സർവൈവൽ അവർക്ക് എൻഷുർ ചെയ്യും. ഓക്കെ, നമുക്ക് എന്താ നോക്കണ്ടേ? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ്
വേരിയേഷൻ പോസിബിൾ ആവുന്നത്? നോക്കാം. ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, two parents are involved, so the gametes from two different individuals fuse together. Okay, മെയിലിൽ നിന്നുള്ള ഗമീറ്റും അതുപോലെ തന്നെ ഫീമെയിൽ നിന്നുള്ള ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആസ് എ റിസൾട്ട് their genes become mixed up, resulting in the greatest number of variation in their offspring. So ഇവിടെ എന്താണ്? മെയിലിൽ നിന്ന് വരുന്ന ഗമീറ്റ്, ഓക്കെ, മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിലിൽ നിന്ന് വരുന്ന ഗമീറ്റ് ഉണ്ട്. സോ ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നേ? Their genes are getting mixed up. ഓക്കെ, രണ്ട് ഗമീറ്റ്സിലുള്ള ജീൻസ് മിക്സ്ഡ് അപ്പ് ആവാണ്. ഓക്കെ, സോ ഹൂ ലുക്ക് ഡിഫറെന്റ് ഫ്രം ദർ പാരന്റ്സ്. അങ്ങനെയാണ് അവർ പാരന്റ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കുറച്ചൊക്കെ ഏറെക്കുറെ നമുക്ക് കുറെ സിമിലാരിറ്റീസ് നമ്മുടെ പാരന്റ്സിനോട് ഉണ്ടാവും, ബട്ട് ദർ ആർ ഓഫ് കോഴ്സ് ഡിഫറൻസസ്. ദാറ്റ് ഈസ് ഡ്യൂ ടു വേരിയേഷൻ. ഓക്കെ, then next one എന്തായിരുന്നു? long term accumulation of variation results in what? നോക്കുക, the long term accumulation of variation leads to the continuous evolutionary process. Okay, long term accumulation of variation results in evolutionary process. Okay, as the variations are the raw materials for evolution. Teacher പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു സെന്റൻസ്? എന്തായിരുന്നു? Variations are the raw materials for evolution. പഠിച്ചു വെക്കുക. Okay, variations are the raw materials for evolution. So continuous ആയിട്ടുള്ള long term accumulation of variations result in continuous evolutionary process. Okay, then variations are raw materials for evolution. Useful variations will be preserved and transferred from one generation to the next. Okay, so this is all about variation. Okay, next നോക്കുക, identify the modes of asexual reproduction in each of the following organisms. ഈ ഓരോ ഓർഗാനിസംസിലും ഏതാണ് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? ഏതാണ്? ഓക്കെ, 1 2 3 4 5 5 ഓർഗാനിസംസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹൈഡ്ര. ആൻസർ ചെയ്ത് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. യൂട്യൂബിൽ നമ്മുടെ സ്വന്തം സ്റ്റുഡൻസ് ഒന്ന് കമന്റ് ചെയ്തേ, ആൻസേഴ്സ് കമന്റ് ചെയ്തേ. ഹൈഡ്രയിൽ പോസിബിൾ ആയിട്ടുള്ള മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണ്? അവിടെ 2 എണ്ണം പോസിബിൾ ആണ്. ആക്ച്വലി ഹൈഡ്രയില് 2 എണ്ണം പോസിബിൾ ആണ്. യെസ്, ആരെ കമന്റ് ചെയ്തേക്കുന്നത് നമ്മുടെ യൂട്യൂബില്? ആഷിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ കമന്റ്? എന്താ? ബഡിങ്. യെസ്. ആൻഡ് സെക്കൻഡ് കമന്റ് ഉണ്ടോ? ആഷിക്ക് എല്ലാ ആൻസർ 2 വട്ടം കമന്റ് ചെയ്തിരുന്നുണ്ടല്ലോ. കണ്ടില്ലേന്ന് വിചാരിച്ചിട്ടാണോ? ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ്? ബഡിങ്, റീജനറേഷൻ. ലിയ കമന്റ് ചെയ്തിട്ടുണ്ട് റീജനറേഷനും പോസിബിൾ ആണ്. യെസ്, ഓക്കെ, റീജനറേഷനും പോസിബിൾ ആണ്. മഹിറ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കി, പ്ലനേറിയ. സെക്കൻഡ് വൺ എന്ന് ഇട്ടിട്ട് ആൻസർ ചെയ്യുക. പ്ലനേറിയ. The mode of asexual reproduction in planaria. Comment ചെയ്ത് പെട്ടെന്ന് കമന്റ് ചെയ്ത് പ്ലനേറിയ. സോ ഫസ്റ്റ് വൺ പറഞ്ഞു, ഇറ്റ് ക്യാൻ ബി ബഡിങ് ഓർ റീജനറേഷൻ. രണ്ടും പോസിബിൾ ആണ്. ഓക്കെ, ബഡിങ് അതുപോലെ തന്നെ റീജനറേഷൻ രണ്ടും പോസിബിൾ ആണ്. ഓക്കെ, ദെൻ പ്ലനേറിയ. യെസ്, ആഷിക്ക് ആൻസർ കറക്റ്റ് ആണ്. എന്താണ്? റീജനറേഷൻ ആണ് നമ്മുടെ പ്ലനേറിയയിൽ പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, അമീബ. ലിയ ആൻസർ കറക്റ്റ് ആണ്. അമീബയിൽ ഏതാണ്? ബൈനറി ഫിഷൻ. ഓക്കെ, ടൈപ്പ് ഓഫ് ഫിഷൻ ആണ് ബൈനറി ഫിഷൻ, ഇൻ വിച്ച് ദ ഓർഗാനിസം സിംപ്ലി ഡിവൈഡ്സ് ഇൻടു 2. ഓക്കെ, ബൈനറി ഫിഷൻ. നെക്സ്റ്റ് വൺ, സ്പൈറോഗൈറ. യെസ്, കറക്റ്റ് ആണ്. Fragmentation. Okay, very good. Okay, fragmentation. And last one, rhizopus. Yes, excellent. Okay, and very good. Okay, spore formation. So ഇതാണ് നമ്മുടെ asexual mode of reproduction in different organisms. So ഇതാണ് റൈറ്റ് ആൻസർ വരുന്ന ഹൈഡ്രയിൽ വരുന്നത് ബഡിങ് ആൻഡ് റീജനറേഷൻ, പ്ലനേറിയയിൽ റീജനറേഷൻ, അമീബയിൽ ബൈനറി ഫിഷൻ, സ്പൈറോഗൈറയിൽ ഫ്രാഗ്മെന്റേഷൻ, റൈസോബസിൽ സ്പോർ ഫോർമേഷൻ. ഓക്കെ, സോ നോക്കുക, ഫിഷൻ എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിവിഷൻ ഓഫ് എ സിംഗിൾ എൻറ്റൈറ്റി ഇൻടു 2 or more parts. ഒരു സിംഗിൾ എൻറ്റൈറ്റി 2 or 2-ലധികമോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയാ, ഫിഷൻ എന്ന് പറയാ. ആൻഡ് റീജനറേഷൻ ഓഫ് ദാറ്റ് ലോസ്റ്റ് പാർട്സ്. ഓക്കെ,
ലോസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകൾ വീണ്ടും റീജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ ഫിഷിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അമീബ ആൻഡ് ലീഷ്മാനിയ. ഓക്കെ, ഇവർ രണ്ടുപേരുടെ കേസിൽ നടക്കുന്നത് ബൈനറി ഫിഷനാ. ഒന്ന് കമന്റ് ചെയ്തേ, മൾട്ടിപ്പിൾ ഫിഷിന് എക്സാമ്പിൾ ഏതാ? മൾട്ടിപ്പിൾ ഫിഷിന് എക്സാമ്പിൾ ഏതാ? മൾട്ടിപ്പിൾ ഫിഷിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ കമന്റ് ചെയ്തേ. നമ്മൾ പറഞ്ഞു ബൈനറി ഫിഷിന് എക്സാമ്പിൾ ആണ് അമീബ ആൻഡ് ലീഷ്മാനിയ. എക്സലന്റ്. പ്ലാസ്മോഡിയം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പ്ലാസ്മോഡിയം. നമുക്ക് നോക്കാം. ഫിഷൻ രണ്ട് ടൈപ്സ് ഉണ്ട്, ബൈനറി ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ. ആൻഡ് ബൈനറി ഫിഷൻ നമുക്കറിയാം an organism is divided into two. ഓക്കെ, അമീബ ആൻഡ് ലീഷ്മാനിയ എക്സാമ്പിൾ ആണ്. മൾട്ടിപ്പിൾ ഫിഷനിൽ ടു അല്ലെങ്കിൽ എന്താണ്, ടു ഡോക്ടർ സെൽസിൽ നിന്ന് എന്താണ് മെനി ഡോക്ടർ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, ഇൻ വിച്ച് ഇൻസ്റ്റെഡ് ഓഫ് ടു മെനി ഡോക്ടർ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പാരന്റ് സെൽ. എക്സാമ്പിൾ നോക്കാം, പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം. ഓക്കെ, സോ നോക്കാം, ഇതാണ് ബൈനറി ഫിഷൻ. അമീബയിലെ ബൈനറി ഫിഷൻ നമുക്ക് ചോദിക്കാം, വരയ്ക്കാൻ ചോദിക്കാം. ബൈനറി ഫിഷൻ അമീബ രണ്ടായിട്ട്, സിംപ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദിസ് ഇസ് ബൈനറി ഫിഷൻ ഇൻ അമീബ ആൻഡ് ദിസ് ഇസ് ബൈനറി ഫിഷൻ ഇൻ ലീഷ്മാനിയ. ലീഷ്മാനിയയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ ആണ്. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അമീബയുടെ പോലെ എവിടെ നിന്ന് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ഒരു എൻഡിൽ എന്ത് പ്രസന്റ് ആണ്, ഇങ്ങനെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ എന്താണ് പറയാ, ഒരു ടെന്റക്കിൾ ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പ്ലെയിനിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക, ഫ്രാഗ്മെന്റേഷൻ സ്പൈറോഗൈറയിലാണ് പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ എന്താണ്, ഈച്ച് ഓർഗാനിസം സിംപ്ലി ബ്രേക്സ് ഇൻ ടു ഇൻഡിവിജ്വൽ പീസസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്മോൾ പീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ സ്മോൾ പീസസ് ഇറ്റ് വിൽ ഗ്രോ ടു ഫോം എ ന്യൂ ഓർഗാനിസം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റീജനറേഷൻ. റീജനറേഷൻ നമുക്കറിയാം, ഡിഫറൻഷിയേറ്റഡ് ഓർഗാനിസം ഗീവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ഫ്രം ദർ ബോഡി പാർട്സ്. ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്ന് ഒരു ഫുൾ ഓർഗാനിസം ഗ്രോ ചെയ്ത് വരാം, അല്ലെ? പ്ലനേറിയ, ഹൈഡ്ര എല്ലാം എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അവർ ദാറ്റ് ഈസ് കാരിഡ് ഔട്ട് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ്. ഓക്കെ, നമുക്ക് നോക്കാം, ഇതാണ് റീജനറേഷൻ ഇൻ പ്ലനേറിയ. നമ്മൾ ഓൾറെഡി വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആനിമേഷൻ കണ്ടിട്ടുണ്ട്. പ്ലനേറിയ, റീജനറേഷൻ ഇൻ പ്ലനേറിയ, ഇതെല്ലാം നിങ്ങൾക്ക് ആനിമേഷൻ ത്രൂ നിങ്ങൾക്ക് കൺവേ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, റീജനറേഷൻ പ്ലനേറിയ ആണ് ഈ കാണുന്നത്. ആൻഡ് ദിസ് വൺ ഈസ് നോക്കാം, ആനിമൽസിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ലിസാർഡ് പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. റീജനറേഷൻ ആഷിക്കിന് എക്സ്ട്രാ നോളജ് ആണല്ലേ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, റീജനറേഷൻ നമ്മളൊരു ഫുൾ ഓർഗാനിസത്തിനാണ് പോസിബിൾ അത് നോക്കണം, അല്ലെ? മൾട്ടീസ് ഓക്കെ, എന്താണ്, യൂണിസെല്ലർ ഓർഗാനിസംസിലാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നത്. ബട്ട് നമ്മുടെ ലിസാർഡ്സിന്റെ കേസിൽ നമുക്ക് അറിയാം, അതിന്റെ ടെയില് കട്ടായി പോകുമ്പോൾ അത് റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, സോ നമ്മളിവിടെ പറയുന്നത് എന്താ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, അല്ലെ? അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് ആണ് പറയുന്നത്. ഓക്കെ, സോ റീപ്രൊഡക്ഷന്റെ കേസ് പറയുമ്പോൾ ഈ റീജനറേഷൻ ഇവിടെ വേറെ. ഓക്കെ, ഇവിടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അതെന്ന് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കാം, ബഡിങ്ങിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര ആൻഡ് ഈസ്റ്റ്. ഓക്കെ, ഒരു ബഡ് അറൈസ് ചെയ്യുന്നു, അല്ലെ? എന്താണ്, ഒരു പോർഷനിൽ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ നടക്കുന്നു, അല്ലെ? ഇൻ ഹൈഡ്ര എ ബഡ് develops from an outgrowth due to repeated cell division at one specific site. Okay, so our tiny individuals mature either, then it will detach from the parent and it will grow as a new individual organism. നോക്കാം, ഇതാണ് സംഭവിക്കുന്നത്. ഹൈഡ്രയിൽ ഒരു ബഡ് ഫോം ചെയ്യുന്നത് കാണാം. ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടന്ന ഒരു ഫോം ചെയ്യും. ആ ബഡ് എന്താ, കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് മെച്ചുറായി കഴിയുമ്പോൾ അവർ ഡിറ്റാച്ച് ചെയ്ത് ഒരു പുതിയൊരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രോ ചെയ്യും. ദിസ് ഈസ് ബഡിങ് ഇൻ ഹൈഡ്ര. ഓക്കെ, ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ പറഞ്ഞേ, വിതൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാവരും കമന്റ് ചെയ്തേ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആഷിക്ക് കമന്റ് ചെയ്തേ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. യെസ്, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ആണ് വിതൗട്ട് സ്പെല്ലിംഗ് തെറ്റരുത്, വിതൗട്ട് സ്പെല്ലിംഗ് അല്ല, വിതൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് കമന്റ് ചെയ്യാ. ലിയ ഷോർട്ട് ഫോം കമന്റ് ചെയ്യരുത്. ആൻഡ് അഭിശ്രീ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. എന്താ കമന്റ് ചെയ്തേക്കുന്നത്, ബ്രയോഫിലം. ഓക്കെ, സോ നമുക്ക് നോക്കാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ആൻ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് പാർട്സ് സച്ച് ആസ് സ്റ്റെം, ലീവ്സ് ആൻഡ് റൂട്ട്സ്. ഓക്കെ, സോ എക്സാമ്പിൾ ആണ് ബ്രയോഫിലം. സോ ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, ലീഫ് ഓഫ് ബ്രയോഫിലം വിത്ത് ബഡ്സ്.
ഓക്കെ, ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഇമേജ് ആണ്, ലീഫ് ഓഫ് ബ്രയോഫിലം വിത്ത് ബഡ്സ്. ഓക്കെ, ബ്രയോഫിലം ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് സ്പോർ ഫോർമേഷൻ. നമുക്കറിയാം റൈസോപ്പസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ മെനി സ്പോർസ് ആർ സ്റ്റോർഡ് ഇൻ സാക്സ് കോൾഡ് സ്പൊറാഞ്ചിയ. ആ ഒരു സാക്കിൽ ഒരുപാട് സ്പോർസ് പ്രസന്റ് ആണ്. ഓക്കെ, നോക്കാം, ഇതാണ് നമ്മുടെ സ്പോർ ഫോർമേഷൻ. സോ ഇതാണ് ഒരു സ്പൊറാഞ്ചിയം. ഓക്കെ, ഇതാണ് ഒരു സ്പൊറാഞ്ചിയം. ഓക്കെ, ഒരു സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിന്റെ അകത്ത് ഒരുപാട് സ്പോർസ് പ്രസന്റ് ആണ്. ഓക്കെ, സോ അതൊരു മോഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ റൈസോപ്പസ്. Okay, so ഇതാണ് 6 different types of asexual reproduction. Okay, now next question നോക്കുക, important ആണ്, വളരെ important ആണ്. Draw the longitudinal section of a flower and label all the parts. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടില്ലേ? ഫ്ലവറിന്റെ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും നോക്കി, ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലവർ ആൻഡ് ലേബൽ ഓൾ ദ പാർട്സ്. സോ ഇതാണ് ആ ഒരു പിക്ചർ. പെട്ടെന്ന് ഒന്ന് നോക്കി, ഒന്ന് റീകളക്ട് ചെയ്തേ, എല്ലാ പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്തേ. റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് പ്രസന്റ് ആയിരിക്കും, അല്ലെ? ആണ്. ഓക്കെ, സോ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതാ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ് നമ്മുടെ ഗൈനീഷ്യം, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പിസ്റ്റിൽ, അല്ലെ? പിസ്റ്റിൽ. ഓക്കെ, സോ പിസ്റ്റിലിൽ വരുന്ന പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. എന്ത് വന്ന് ലാൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ആണിത്. എന്ത് വന്ന് ലാൻഡ് ചെയ്യും അവിടെ റീപ്രൊഡക്ഷന്റെ സമയത്ത്? പൊള്ളൻ ഗ്രെയിൻസ് വന്ന് ലാൻഡ് ചെയ്യും. കറക്റ്റ് ആണ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേജ്, ആ ഒരു പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരാണ് സ്റ്റിഗ്മ. ആൻഡ് അവിടെ ലാൻഡ് ചെയ്യുന്ന പൊള്ളൻ ഗ്രെയിൻസിനെ നമ്മുടെ ഓവറിയിലേക്ക് എത്തിക്കാൻ ഒരു ട്യൂബ് ഉണ്ട്. ഓക്കെ, ആ ട്യൂബ് ആണ് സ്റ്റൈൽ. ആൻഡ് താഴെ നമുക്കുള്ളതാണ് ഓവറി. ഓക്കെ, സോ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, അതാണ് പിസ്റ്റിൽ. ഓക്കെ, ടുഗെദർ വി വിൽ കോൾ ഇറ്റ് ആസ് പിസ്റ്റിൽ. ദെൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് നോക്കാം, ആന്തർ ആൻഡ് ഫിലമെൻ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ചു നോക്കിയാലോ? ഓക്കെ, നോക്കാം. ആന്തർ. ഓക്കെ, ഈ ടോപ്പ് പാർട്ടാണ് ആന്തർ ആൻഡ് ഈ ഒരു ഫിലമെൻ ലൈക്ക് സ്ട്രക്ചർ അതാണ് ഫിലമെന്റ്. ആൻഡ് ടുഗെദർ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. സ്റ്റേമൻ, മെൻ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, അത് മെയിൽ ആണ്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റേമൻ. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് പിസ്റ്റിൽ. ഓക്കെ, ദെൻ അതർ പാർട്സ് കൊടുത്തിട്ടുണ്ട്. നോൺ എസെൻഷ്യൽ വോൾസ് ആണ്. എന്താണ്? പെറ്റൽസ് ആൻഡ് സെപ്പൽസ്. പെറ്റൽസ് ആൻഡ് സെപ്പൽസ്. പെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? പെറ്റൽസ്, അതിന്റെ കളർഫുൾ ഏരിയ, അതാണ് പെറ്റൽസ്. ആൻഡ് സെപ്പൽസ് ഗ്രീൻ പാർട്ട് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാ പാർട്സ് ലേബിൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഫൈൻ. ഓക്കെ, now draw a diagram showing the germination of pollen on the stigma of a flower and mark on it the following organs or parts. അതായത് എന്താ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്? ജെർമിനേഷൻ ഓഫ് പൊളൻ ഓൺ ദ സ്റ്റിഗ്മ. ഓക്കെ, അത് ഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ലേബിൾ ചെയ്യണം? ഈ പറഞ്ഞ പാർട്സ് ലേബിൾ ചെയ്യുക. പൊളൻ ഗ്രെയിൻ, സ്റ്റിഗ്മ, മെയിൽ ജേം സെൽ, പൊളൻ ട്യൂബ്, ഓവറി, ഫീമെയിൽ ജേം സെൽ. ഓക്കെ, നോക്കിയാലോ? സോ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ജെർമിനേഷൻ ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഓൺ സ്റ്റിഗ്മ. സോ നമ്മൾ പറഞ്ഞു ആ സ്റ്റിഗ്മയിലാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ വന്ന് വീഴുക, അല്ലെ? സോ പൊള്ളൻ ഗ്രെയിൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോ, പൊള്ളൻ ഗ്രെയിൻസ് നമുക്കറിയാം ഇങ്ങനെ സർക്കുലർ ആയിരിക്കും, അല്ലെ? ഇങ്ങനെ സർക്കുലർ ആയിരിക്കും നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ്. സോ ആ പൊള്ളൻ ഗ്രെയിൻ വന്ന് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ഒരു ട്യൂബ് അറൈസ് ചെയ്യും, അല്ലെ? ആ ട്യൂബിനെ പറയുന്ന പേരാണ് പൊള്ളൻ ട്യൂബ്. ഓക്കെ, സോ പൊള്ളൻ ഗ്രെയിനിൽ നിന്ന് എന്ത് അറൈസ് ചെയ്തു? പൊള്ളൻ ട്യൂബ് അറൈസ് ചെയ്തു. അത് ട്യൂബ് അറൈസ് ചെയ്ത് എവിടം വരെ എത്തും? നമ്മുടെ ഓവറി വരെ, അല്ലെ? ഓവറി വരെ അത് എത്തും. ഓക്കെ, സോ ആ പൊള്ളൻ ട്യൂബിലൂടെ എന്ത് വരുന്നുണ്ടാവും? മെയിൽ ജേം സെൽ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ് വരുന്നുണ്ടാവും. മെയിൽ ജേം സെൽ. ഓക്കെ, മെയിൽ ജേം സെൽ അത് ലേബിൾ ചെയ്യാൻ മറക്കരുത്. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദ ഫീമെയിൽ ജേം സെൽ. ഫീമെയിൽ ജേം സെൽ എവിടെ പ്രസന്റ് ആണ്? നമ്മുടെ
ഓവറിക്കകത്താണ് ഫീമെയിൽ ജേം സെല്ല് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഇത് വരയ്ക്കുക, ഇത് ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കുക. സ്റ്റിഗ്മ കാണാം ഏറ്റവും മേലെ, ആൻഡ് അത് ക്യാരി ചെയ്യുന്നത് എവിടേക്കാണ്? ഈ പൊളൻ ട്യൂബ് വഴിയാണ് നമ്മുടെ മെയിൽ ജേം സെൽ ക്യാരി ചെയ്യുന്നത് ഫീമെയിൽ ജേം സെല്ലിന്റെ അവിടേക്ക്. എവിടെയാണ്? അത് ഓവറിയുടെ അകത്ത് ഫീമെയിൽ ജേം സെല്ലിന്റെ അടുത്തേക്ക്. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി. ഓക്കെ, സോ വരച്ച് ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കാം. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ട്രോപ്പിക് മൂവ്മെന്റ് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടത്തെ ട്രോപ്പിക് മൂവ്മെന്റ് ഏതാണ്? പഠിച്ചിട്ടുണ്ടാവും നിങ്ങള്. ജെർമിനേഷൻ ഓഫ് പൊള്ളൻ ഗ്രെയിൻ, അല്ല സോറി, ജെർമിനേഷൻ ഓഫ് പൊള്ളൻ ഗ്രെയിൻ അല്ലെങ്കിൽ റൈസിംഗ് ഓഫ് പൊള്ളൻ ട്യൂബ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വിച്ച് ട്രോപ്പിക് മൂവ്മെന്റ്? യെസ്, മഹിറ, ക്രിസ് കറക്റ്റ് ആണ്. ഏതാണ്? കീമോട്രോപ്പിസം. എക്സ്ട്രാ ഇവിടെ വരുന്നൊരു ടോപ്പിക് അല്ല, ടീച്ചർ പറഞ്ഞു എന്നുള്ളൂ. ഏതാണ്? കീമോട്രോപ്പിസത്തിന് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, കീമോട്രോപ്പിസം, കെമിക്കൽസിന് അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How does fertilization takes place in a typical angiosperm flower? Describe the process. അതായത് എന്താ അവിടെ പ്രോസസ്സ് ഏതാ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ട? പോളിനേഷൻ ആണ് അല്ലെ. ഒരു ആൻജിയോസ്പേം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ? ആൻജിയോസ്പേം ഫ്ലവർ. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുക. സോ അതിലത്തെ ഫെർട്ടിലൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ്. ഏതാണ്? പോളിനേഷൻ ആണ് വരുന്നത്. നമുക്ക് നോക്കാം. The pollen needs to be transferred from the stamen to the stigma. അല്ലെ, സ്റ്റേമനിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക്. സ്റ്റേമൻ എവിടെയാണ്? നമ്മുടെ ആന്തർ ആണ് അല്ലെ. സ്റ്റേമൻ, യെസ്, സ്റ്റേമനിൽ നിന്ന് എന്താണ്? നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ലാൻഡ് ചെയ്യുന്നു. For fertilization to take place, if the transfer of pollen occurs in the same flower, it is referred to as സെൽഫ് പോളിനേഷൻ അല്ലെ. സെയിം ഫ്ലവറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സെൽഫ് പോളിനേഷൻ. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ പോളൻ ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ, ഓക്കെ, വേറൊരു പ്ലാന്റിൽ വേറൊരു ഫ്ലവറിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ we will call it as cross pollination. Okay, so this transfer of pollen from one flower to another, it is achieved by agents such as wind, water or animals. ഇതിൽ ഏതെങ്കിലും ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിരിക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, wind, water or animals. Okay, so after the pollen lands on a suitable stigma, ഒരു suitable stigmയിൽ നമ്മുടെ pollen grain ആക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഗ്രോ ചെയ്യും? നമ്മുടെ മെയിൽ ജേം സെൽ എവിടേക്ക് എത്തണം? ഫീമെയിൽ ജേം സെൽ, ഓവറിയുടെ അകത്തുള്ള ഫീമെയിൽ ജേം സെല്ലിലേക്ക് എത്തണം. For this tube, in the tube ആണ് pollen tube grows out of the pollen grain, that is known as pollen tube. Okay, the pollen tube travels through the style to reach the ovary, finally to the ovule. ഈ ഓവറിന്റെ അകത്ത് ഒവ്യൂളിന്റെ അകത്താണ് നമ്മുടെ ഫീമെയിൽ ജേം സെൽ ഉള്ളത്. Okay, so the male germ cell produced by pollen grain fuses with the female gamete present in the ovule. So ovary വെച്ചിട്ട് ഈ രണ്ട് gametesum അല്ലെങ്കിൽ രണ്ട് germ cellsum fuse ചെയ്യും. This fusion of germ cells or fertilization results in the zygote. So fertilization result in the zygote ആണ്, which is capable of growing into a new plant. അതൊരു പുതിയത് പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കറിയാം ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ട് ആയിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡ് ആയിട്ട് മാറും. ഓക്കെ, now draw a label diagram to show the following parts in embryo in a pea plant. ഏതാ സ്ട്രക്ചർ? ഏത് സ്ട്രക്ചർ ആയിരിക്കണ്ടേ? Label diagram to show the following parts. ഏതാണ്? കോട്ടിലിഡൻ, പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കൽ. പ്ലിമ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഷൂട്ട് ആണ്. ഓക്കെ, ഫ്യൂച്ചർ ഷൂട്ട്. ഓക്കെ, ഫ്യൂച്ചർ ഷൂട്ട് ആണ് പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഫ്യൂച്ചർ റൂട്ട് ആണ് റാഡിക്കൽ എന്ന് പറയുന്നത്. സോ കോട്ടിലിഡൻസ് നമുക്കറിയാം. സോ നമുക്ക് നോക്കിയാലോ, ഈ ഒരു പിക്ചർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ലേബിൾ ചെയ്യണം. കോട്ടിലിഡൻ നമുക്കറിയാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ട് കോട്ടിലിഡൻസ് പ്രസന്റ് ആണ് ഇവിടെ. ഓക്കെ, പീ പ്ലാന്റ് ആവുമ്പോൾ ഡൈകോട്ടിലിഡൻ, രണ്ട് കോട്ടിലിഡൻ പ്രസന്റ് ആയിരിക്കും. പ്ലിമ്യൂൾ നമുക്കറിയാം ഫ്യൂച്ചർ ഷൂട്ട് ആണ്. ആൻഡ് റാഡിക്കൽ നമുക്കറിയാം ഫ്യൂച്ചർ റൂട്ട് ആണ്. ഈ ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. Okay, next question. Discuss the secondary sexual characteristics that are similar and different in both sexes. അതായത് മെയിൽസിലും ഫീമെയിൽസിലും സിമിലർ ആയിട്ടുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സും ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടുപേരിലും സെപ്പറേറ്റ് ആയിട്ടുള്ളത്, രണ്ടുപേരിലും ഡിഫറെന്റ് ആയിട്ടുള്ളതും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. So secondary sexual characteristics that are similar in both sexes. Male and females similar ആയിട്ടുള്ള 3 secondary sexual characteristics ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. The growth of thick hair in the body parts such as armpits.
Okay, armpits, the genital area between thighs. Okay, so thighs in between thighs genital area ilum adupole thane armpits ilum thick hair growth undavum. Okay, that is common for both males and females. Second aanu the growth of thinner hairs. Okay, thin hairs evada grow cheyum normally on legs, arms and face in is another change. That is another change. And last one, oily secretion from skin and pimples on the face. Alle നമ്മുടെ ഫേസിൽ സ്കിന്നിൽ വരുന്നത് എന്താ വരും, പിമ്പിൾസ് വരും, അല്ലെങ്കിൽ ആക്നി. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഓയിലി സെക്രീഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ മൂന്നെണ്ണാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ കോമൺ ടു ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, ക്രിസ് എവിടെ പോയി, സജിലേ? Okay, next one നോക്ക, secondary sexual characteristics that are different in both boys and girls. ഇനി ബോയ്സിലും ഗേൾസിലും ഡിഫറെന്റ് ആയിട്ടുള്ളത് നോക്കാം. First one we are seeing in girls. Okay, secondary sexual characteristics in girls. Okay, fine. Okay, girls നോക്ക, breast size begins to increase. First one ആണ് increase in breast size. Second one, the skin of the nipples darkens at the tips of the breast. At the tips of the breast, the skin of the nipples will get darker in color. Okay, and third point, girls begin to menstruate around this time. Okay, so almost our puberty, our secondary sexual characteristics varuna our time, adolescent puberty age il girls will begin to menstruate. Menstruation starting. Okay, adenda menstruation starting ine nammal endha paraya? What is the single term for starting or beginning or commencement of a menstruation? ഒന്ന് കമന്റ് ചെയ്തേ. commencement of menstruation എന്താ പറയാ? ഓക്കെ, നോക്കി ഈ 3 പോയിന്റ്സ് നോക്കി വെക്കുക. breast size increases, then darkening of the skin of the nipples, then girls begin to start menstruation. Menstruation will begin. Okay, so and menstruation begin ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യണേന് നമ്മൾ എന്ത് പറയും കമന്റ് ചെയ്തേ. Yes, menarche. Correct ആണ്, മഹിറ correct ആണ്, menarche. Okay, ഇനി ബോയ്സിന്റെ കേസിൽ നോക്കുക, they begin to have new thick hair growth on the face and their voice will begin to crack. ബോയ്സിന്റെ കേസിലാണെങ്കിൽ thick hair on their face, that is beard and mustache. Okay, beard and mustache വരും. അതുപോലെ തന്നെ എന്താണ്, their voice will begin to crack. Okay, next one നോക്കുക, penis occasionally begins to become enlarged and erect either in daydreams or night. Okay, daydreams like night their penis will become enlarged and erect. So ഈ രണ്ട് ചേഞ്ചസ് ആണ് ബോയ്സിൽ വരുന്നത്. ഗേൾസിന്റെ കേസിലാണെങ്കിൽ 3 ചേഞ്ചസ് വരുന്നുണ്ട് ആൻഡ് കോമൺ ആയിട്ട് 3 ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതാനുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റിലേക്ക് പോവാം. ലേബൽ ദ ഫോളോയിങ് പാർട്സ് ഇൻ ദ ഗിവൺ ഡയഗ്രാം. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. യു ഹാവ് ടു ലേബൽ ദ ഫോളോയിങ് പാർട്സ് ABCDEFGHI. ഓക്കെ, ഇത്രയും പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ലേബിൾ ചെയ്യണം. സോ യു ഹാവ് ടു കമന്റ് ദ ആൻസേഴ്സ്. ABCD എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ഒന്ന് കമന്റ് ചെയ്തേ. ABCDEFGHI. ആഷി കമന്റ് ചെയ്തിട്ടുണ്ട് സെമിനൽ വെസിക്കിൾ. യെസ്, ക്രിസ് കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, ഏതാണ് സെമിനൽ വെസിക്കിൾ? സെമിനൽ വെസിക്കിൾ. യൂറീറ്റർ എന്നാ പറഞ്ഞേക്കണേ, തെറ്റിപ്പോയി. ആൻഡ് തെറ്റാണല്ലോ. ഏതാ നോക്കിയേ. അയ്യനെ കമന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് നോക്കിയേ, എവിടേക്കാണ് ലേബിൾ ചെയ്തേക്കെന്ന് നോക്കാം. സെമിനൽ വെസിക്കിൾ ആണ്. B urinary bladder ആണ്. കറക്റ്റ് ആണ്, ലിയ കറക്റ്റ് ആണ്. B urinary bladder ആണ്. Now C. Yes, C ഏതാണ്? 2 ഗ്ലാൻഡ്സ് ആണ് അവരുടെ സെക്രീഷൻസ് ആഡ് ചെയ്യണേ. യെസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് അവരുടെ 2 സെക്രീഷൻസ് അവർ ആഡ് ചെയ്യുന്നത്. സോ സെമിനൽ വെസിക്കിൾ പറഞ്ഞു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പറഞ്ഞു. ദെൻ ABCD. പാർട്ട് D ഏതാണ്? Yes, D, penis. And correct ആണ്, penis. And then E is the pathway or the tube which is common for the passage of urine and sperms. രണ്ടിന്റെ പാസേജിന് കോമൺ ആയിട്ടുള്ള ട്യൂബ് ആണ് എന്താ? യുറേത്ര. ബോയ്സിന്റെ കേസിൽ ഓക്കെ, യുറേത്ര. മെയിൽസിന്റെ കേസിൽ ഓക്കെ. Then F. ആഷി കമന്റ് ചെയ്തിട്ടുണ്ട്
F testis and comment. Yes, correct ആണ്. Okay, F is testis. F is testis. Then G. G is scrotum and correct ആണ്. G is scrotum. And what about the last one? H. H, which carries or which brings sperms from the or which carries sperms from the testis to the penis. Yes, vas deferens. Okay, the tube that carries sperms from the testis to the penis, that is vas deferens. Okay, so labelings ella nokka. A, seminal vesicle. B, urinary bladder. C, prostate gland. Then penis, urethra, testis, scrotum. Then vas deferens, ureter. Last one, I ureter ആണ്. I നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലേ? ഇല്ല. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. I ഇവിടെ ഒരു ഐയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. I നോക്ക, I ureter ആണ്. ureter. ഓക്കെ, ureter മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ureters. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Label the following parts in the given diagram. Female reproductive system and parts ആണ്. A, comment ചെയ്തേ. A ഏതാണ്? പാർട്ട് A. Then part B, C, D, E. പെട്ടെന്ന് കമന്റ് ചെയ്തോ. പാർട്ട് A is yes. A, fallopian tube. Yes, correct ആണ്. Yes, correct ആണ്. Oviduct correct ആണ് ആഷിക്കെ. Fallopian tube അല്ലെങ്കിൽ oviduct correct answer ആണ്. B is ovary. B is ovary correct ആണ്. B is ovary. Then C. Nisi comment ചെയ്തിട്ടുണ്ട് A, fallopian tube. Yes, Nisi excellent correct ആണ് Nisi. Okay, Ashika comment ചെയ്തിട്ടുണ്ട് B, ovary. Ovary. Leah comment ചെയ്തിട്ടുണ്ട് C, uterus. Yes, C is uterus correct ആണ്. Chris ഇപ്പോഴാണ് urethra comment ചെയ്തത്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ് നമ്മുടെ 90+ന്റെ സ്വന്തം സ്റ്റുഡൻസ് ഇവിടെ കോമ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഇവിടെ ആൻസേഴ്സ് പറഞ്ഞിട്ട്. ഓക്കെ, ഡി പറഞ്ഞേ. ഇവിടെ ആരാ ആൻഡ് ഡി പറയാണ്ടാണോ ഈ പറഞ്ഞേക്കണേ? അല്ല അല്ലേ, ഡി കമന്റ് ചെയ്തിട്ടുണ്ട്. സെർവിക്സ് കറക്റ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇ ആൻഡ് കമന്റ് ചെയ്തിട്ടുണ്ട് വജൈന. വജൈന യെസ്. നിസീം ആഷിക്കും ഡി കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ, കറക്റ്റ് ആണോ? സെർവിക്സ് ആണോ? യെസ്, ഡി സെർവിക്സ് ആണ്. ആൻഡ് ഇ വജൈന. ആൻസേഴ്സ് നോക്കാം. ഓവിഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫലോപ്പിയൻ ട്യൂബ്, ദെൻ ഓവറി, ദെൻ യൂട്രസ്, സെർവിക്സ്, വജൈന. ഓക്കെ, കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാൻ തെറ്റിപ്പോവരുത്. ഓക്കെ, സെർവിക്സും വജൈനയും തെറ്റിപ്പോവരുത്, ട്യൂബ്സ് ഒന്നും തെറ്റിപ്പോവരുത്. കറക്റ്റ് ആയിട്ട് തന്നെ ലേബിൾ ചെയ്യാം. ഓക്കെ, now next one, describe the menstrual cycle. Menstrual cycle describe ചെയ്യാം. You know that what happens if fertilization does not take place? What happens? It result in menstruation അല്ലേ? So menstruation എന്താ നോക്കാം? menstrual cycle എന്താ നോക്കാം? Since the ovary releases one egg every month അല്ലേ? ഏതെങ്കിലും ഒരു ഓവറി ഒരു എഗ് എവറി മന്ത് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ദ യൂട്രസ് ഓൾസോ പ്രിപ്പയർസ് ഇറ്റ്സെൽഫ് എവറി മന്ത് ടു റിസീവ് എ ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലേ? സോ ഓരോ ഓവറി ഒരു ഓവം അല്ലെങ്കിൽ ഒരു എഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യൂട്രസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഫെർട്ടിലൈസ്ഡ് എഗിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദസ് ആ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇറ്റ്സ് ലൈനിങ്, ആരുടെ ലൈനിങ് ഓഫ് ദി യൂട്രസ് ബിക്കംസ് thick and spongy. Okay, thick and spongy. And if the egg is not fertilized, egg fertilize ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? The lining slowly breaks and come out through the vagina as blood and mucus. So ഇതാണ് നമ്മുടെ menstruation എന്ന് പറയുന്നത് അല്ലേ? So this cycle takes place roughly every month and that is known as menstruation because every month ഏതെങ്കിലും ഒരു ഓവർ ഒരു എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. So in case fertilization നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? Along with the lining of the uterus, blood and mucus will come out of the vagina. അതിനാണ് നമ്മൾ menstruation എന്ന് പറയുന്നത്. Okay, and it usually lasts for about 2 to 8 days. Normally 2 to 8 days ആണ് ഈ menstruation period. Okay, ഡെയിലി ഡെയിലി അല്ല, എവറി മന്ത് ആ ഒരു മെൻസുറേഷൻ സൈക്കിൾ എത്രയാ? 2 to 8 days ആണ് ഫീമെയിൽസിൽ ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 4 ടെക്നിക്സ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു പ്രിവെന്റ് പ്രഗ്നൻസി. പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള 4 ടെക്നിക്സ് ഒന്ന് കമന്റ് ചെയ്തേ. 4 മെയിൻ ടെക്നിക്സ്. ക്രിസെ കമന്റ് ചെയ്തേ. 4 മെയിൻ ടെക്നിക്സ് കമന്റ് ചെയ്യുക. ആൻഡ് ഹൗ ഡസ് ദ യൂസ് ഓഫ് ദീസ് ടെക്നിക്സ് ഹാവ് എ direct impact on the health and prosperity of a life. അതായത് നമ്മൾ പ്രഗ്നൻസി തടയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ടെക്നിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്
directly health and prosperity of a family. ഒരു ഫാമിലിയുടെ ഹെൽത്തിനെയും പ്രോസ്പെരിറ്റിനെയും അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, സോ ഒരു എന്താണ് ഒരു വാല്യൂ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ക്വിറലിന്റെ എക്സാമ്പിളൊക്കെ നമ്മൾ സ്ക്വിറലിന്റെ ക്വസ്റ്റ്യൻ അഡ്രിനാലിൻ ഇതൊക്കെ പഠിച്ചതൊക്കെ എന്തായിരുന്നു? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. യെസ്, IUCD കമന്റ് ചെയ്തിട്ടുണ്ട്. അതാരാ കമന്റ് ചെയ്തേക്കുന്നേ? നിസ്സി കറക്റ്റ് ആണ്. ബാരിയർ മെത്തേഡ്സ്, സർജിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്. ഓക്കെ, തന്നെയാണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ 4 techniques that have been developed to prevent pregnancy are as follows. They are mechanical barriers. Okay, mechanical barriers in example ആണ് condoms. Okay, both male and female condoms ഉണ്ട്. Okay, so mechanical methods അല്ലെങ്കിൽ mechanical barriers in example ആണ് condoms. Okay, then second one is chemical method. Okay, chemical methods in example ആണ് pills. Okay, chemical methods in example ആണ് pills. Third one IUDs. Okay, IUDs എന്താണ്? Intrauterine contraceptive devices അല്ലെ intrauterine devices. Intrauterine devices അല്ലെങ്കിൽ എന്താണെന്ന് പറയാം? Intrauterine contraceptive devices എന്നും പറയാം കേട്ടോ. Intrauterine contraceptive devices, IUCD. Okay, then copper T അല്ലെങ്കിൽ loops ഇതെല്ലാം എക്സാമ്പിൾ ആണ്. copper T or loops. Okay, copper T നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു T shaped ഒരു സ്ട്രക്ചർ നമ്മൾ എന്താ യൂട്രസിലേക്ക് ഇറക്കി വെക്കും അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, കോപ്പർ T. Then surgical methods. Surgical methods ൽ വരുന്നതാണ് വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. ഓക്കെ, വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നതാണ് വാസെക്ടമി ആൻഡ് ഫീമെയിൽസിലെ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്ന സർജിക്കൽ മെത്തേഡ് ആണ് ട്യൂബെക്ടമി. ഓക്കെ, സോ നോക്കി വെക്കുക. മെക്കാനിക്കൽ, കെമിക്കൽ, ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, സർജിക്കൽ മെത്തേഡ്സ് നോക്കി വെക്കുക. ആൻഡ് ഇതെങ്ങനെയാണ് ഒരു ഫാമിലിയുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ അവരുടെ പ്രോസ്പെരിറ്റിനെയും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. Condoms and other contraceptive devices protect sexual partners from sexually transmitted diseases. Okay, so എന്താണ് നമുക്കറിയാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ത്രൂ ദ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ത്രൂ ബോഡി ഫ്ലൂയിഡ്സ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബാരിയർ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെ. സോ കോണ്ടംസ് ആൻഡ് അതർ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് പ്രൊട്ടക്ട് സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഫ്രം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കോസ് ചെയ്യാതിരിക്കാൻ, അതായത് എയ്ഡ്സ് പോലുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? Okay, the next നോക്കുക. Contraception allows parents to space their children's birth and aids in family planning. അതായത് എന്താണ് കോൺട്രാസെപ്ഷൻ, ഇങ്ങനത്തെ ബാരിയർ മെത്തേഡ്സ് പോസിബിൾ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ചൈൽഡ് ബർത്ത്, അതായത് 1 ചൈൽഡിന് ശേഷം 2nd ചൈൽഡിന് ഉള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യാം. സോ അങ്ങനെ ഫാമിലി പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഈ ബാരിയർ മെത്തേഡ്സ് സെക്ഷൽ പാർട്ട്നേഴ്സിന് എന്തിന് ഹെൽപ്പ് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള ഫാമിലി പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ നോക്കുക. ടു അവോയ്ഡ് ആൻ എക്സ്ട്രീംലി അൺകംഫർട്ടബിൾ പ്രഗ്നൻസി ഇഫ് ദ വുമൺ ഈസ് നോട്ട് ഫിസിക്കലി ഓർ മെന്റലി പ്രിപ്പയർഡ് ടു ബെയർ എ ചൈൽഡ്. ഓക്കെ, സോ മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു വിമൻ എന്താ പ്രഗ്നൻസിക്ക് റെഡി അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദിസ് അലൗസ് ദം ടു ഡിസൈഡ് ഹൗ മെനി ചിൽഡ്രൻ ടു ഹാവ് ആൻഡ് take care for them properly, especially if they have limited resources. അതായത് പാരന്റ്സിന് അല്ലെങ്കിൽ സെക്ഷൽ പാർട്ട്നേഴ്സിന് ഡിസൈഡ് ചെയ്യാം അവർക്ക് എത്ര എന്താ പറയാ ചിൽഡ്രൻ വേണം എന്നുള്ളത്. സോ കുറവ് നമ്പർ അവരുടെ ലിമിറ്റ് അനുസരിച്ച്, അതായത് അവരുടെ റിസോഴ്സസിന്റെ ലിമിറ്റ് അനുസരിച്ച് അവർക്ക് എത്ര ചിൽഡ്രൻ വേണം എന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ഇപ്പൊ 2 ചിൽഡ്രൻ ആണെങ്കിൽ എന്താ അവർ 2 പേരെയും ഫുൾ കെയർ കൊടുത്ത് അവർക്ക് വളർത്തിയെടുക്കാം. ഓക്കെ, സോ അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഈ 4 എണ്ണാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് ഒരു ഫാമിലിയുടെ ഹെൽത്തിന്റെയും പ്രോസ്പെരിറ്റിക്കും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ 4 പോയിന്റ്സ് എഴുതി വെക്കാം. ഓക്കെ, നൗ നോക്കാം. ഫ്ലവേഴ്സ്, ദർ ആർ 2 ടൈപ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവറും ബൈസെക്ഷൽ ഫ്ലവറും. ഓർമ്മയുണ്ടോ? യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ. അതിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ഏതാ? കമന്റ് ചെയ്ത് പെട്ടെന്ന് കമന്റ് ചെയ്തേ. യൂണിസെക്ഷൽ, യെസ് കറക്റ്റ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ഏതാ? യെസ്, പപ്പായ കമന്റ് വന്നിട്ടുണ്ട്. ആരെ കമന്റ് ചെയ്തേ? ആഷിക്, എക്സലന്റ്. ആൻഡ് ഹിബിസ്കസ്. ഓക്കെ, യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് കണ്ടെയ്ൻസ് ഐദർ പിസ്റ്റൽ ഓർ സ്റ്റേമൻ. ഏതെങ്കിലും ഒരു
ഓർഗനേ ഉണ്ടാവുള്ളൂ. മസ്റ്റാർഡ് വന്നിട്ടുണ്ട്. ക്രിസ്. മസ്റ്റാർഡോ? മസ്റ്റാർഡ് ആണോ? മസ്റ്റാർഡ് ആണോ? ക്രിസ്തെ ശ്രദ്ധിച്ചേ നോക്കാം. പപ്പായ ആൻഡ് വാട്ടർമെലൺ. ഹിബിസ്കസ് അല്ല കേട്ടോ. യൂണിസെക്ഷൽ ചോദിച്ചിട്ട് ആരാ അതായത് ലിയ. ലിയ യൂണിസെക്ഷൽ ആണ് ചോദിച്ചത്, ബൈസെക്ഷൽ അല്ല ചോദിച്ചത്. യൂണിസെക്ഷലിൽ പപ്പായ ആൻഡ് വാട്ടർമെലൺ. സോ ഫസ്റ്റ് വൺ ആണ് പപ്പായ, സെക്കൻഡ് വൺ വാട്ടർമെലൺ. ആൻഡ് ബൈസെക്ഷൽ എക്സാമ്പിൾ ആണ് ഹിബിസ്കസ് ആൻഡ് മസ്റ്റാർഡ്. ക്രിസ്സെ തെറ്റിച്ചോളൂട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, സോ നോക്കി വെക്ക. ഹിബിസ്കസ് ആൻഡ് മസ്റ്റാർഡ് ടീച്ചർ ചോദിച്ചിരുന്നു എന്താണ് ഏറ്റവും കൂടുതൽ സെൽഫ് പോളിനേഷൻ പോസിബിൾ ആയിട്ടുള്ള ഫ്ലവർ ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? സോ ഹിബിസ്കസിനേക്കാളും കൂടുതൽ പോസിബിലിറ്റി മസ്റ്റാർഡിലാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് പ്രസന്റ് ആണ് അല്ലെ. ഒരുപാട് ഫ്ലവേഴ്സ് തൊട്ടടുത്ത് തന്നെ പ്രസന്റ് ആയതുകൊണ്ട് അവിടെ സെൽഫ് പോളിനേഷൻ കുറച്ചും കൂടെ പോസിബിൾ ആണ്, അവിടെ പ്രോബബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ബൈസെക്ഷൽ ഫ്ലവറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ടു ദി ഫോർത്ത് ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം ചാപ്റ്റർ നമ്പർ 9. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പർ 9 ബയോളജിയിലെ ഫോർത്ത് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 9 ദാറ്റ് ഈസ് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ നോക്കാം. റെഡി ആണോ? ഈ പഠിപ്പിച്ച 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തറോ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആയെങ്കിൽ എല്ലാവരും ഒരു ഹാർട്ട് ഇട്ടേ ആദ്യം, എന്നിട്ട് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഏറെക്കുറെ നമ്മൾ ഒരുപാട് വട്ടത് റിവൈസ് ചെയ്തതാണ്. യെസ്, സജിലേ റെഡി പറയുന്നുണ്ട്. സജില ഇത്തിരി ലേറ്റ് ആയിട്ടാ വന്നത്. ഓക്കെ, ഹാർട്ട് നമുക്ക് ആരാ? ആഷിക്കും ഹാർട്ട് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഹാർട്ട് തന്നിരുന്നു, ഹാർട്ടൊക്കെ മിന്നി പറഞ്ഞു പോയതാ. ഓക്കെ, സോ നമുക്ക് ആഷിക്ക് യൂട്യൂബിലും ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമുക്ക് നോക്കാം ചാപ്റ്റർ നമ്പർ 9 ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആരാ? ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എവല്യൂഷൻ വേണോ? വേണ്ട, പകുതി സമാധാനം അല്ലെ. എവല്യൂഷൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, സോ എവല്യൂഷൻ എന്ന് പറഞ്ഞ പോർഷൻ ഡിലീറ്റഡ് ആണ്. സോ പകുതി ചാപ്റ്റർ പഠിച്ചാൽ മതി. സോ നോക്കാം, ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരേണ്ടത് നമുക്ക് ഇദ്ദേഹത്തെ ആരാണ്? ഗ്രിഗർ ജോഹാൻ മെന്റൽ. ഓക്കെ, ഗ്രിഗർ ജോഹാൻ മെന്റൽ, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? ജെ, അതായത് ഗ്രിഗർ ജോഹാൻ മെന്റൽ. ഓക്കെ, ഗ്രിഗർ ജോഹാൻ മെന്റൽ. ഷോർട്ട്ലി നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഇട്ട് വിളിക്കുന്നത് എന്താണ്? മെന്റൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ വരുന്നത് പീ പ്ലാന്റ് എക്സ്പെരിമെന്റ്. ആ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ഒന്ന് കമന്റ് ചെയ്ത് ആഷിക്കേ. ഓക്കെ, സോ നോക്കാം. 7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ മെന്റൽ ചൂസ് ചെയ്തത്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് ആള് ക്യാരി ചെയ്തു അല്ലെ. മെയിൻലി 2 എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, മോണോ ഹൈബ്രിഡ് ക്രോസും അതുപോലെ ഡൈ ഹൈബ്രിഡ് ക്രോസും. ഗാർഡൻ പീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, സയന്റിഫിക് നെയിം അല്ല. ലിസി ചെറിയാനാണോ പറഞ്ഞത്? നിസി ചെറിയാനാണ് പറഞ്ഞേക്കുന്നത്. ഗാർഡൻ പീ അതതിന്റെ കോമൺ നെയിം ആണ്. യെസ്, കമന്റ് വന്നിട്ടുണ്ട്. നിസി കറക്റ്റ് ആണ്. എന്താണ്? പൈസം സറ്റൈവം. ഓക്കെ, നമ്മുടെ 90+ സ്റ്റുഡൻസിന് അറിയില്ലേ? അറിയില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ മെന്റൽ എടുത്തത്, ക്രോസ് ചെയ്യാനായിട്ട് എടുത്തത് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. സോ അതിന്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടാബുലർ ഫോമിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഏതാണ് ഫസ്റ്റ് വൺ? നോക്കാം. പോട്ട് കളർ ആണ് അല്ലെ, പോട്ട് കളർ ആണ്. സോ പോട്ട് കളർ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആൻഡ് യെല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെം ഹൈറ്റ് ആണ്. സോ ടോൾ ആൻഡ് ഡ്വാർഫ് അല്ലെ, ടോൾ ആൻഡ് ഡ്വാർഫ്. നെക്സ്റ്റ് വൺ ഫ്ലവർ കളർ ആണ്, വയലറ്റ് ഓർ പർപ്പിൾ ആൻഡ് വൈറ്റ്. Then shape of the seed ആണ് round and wrinkled. Then color of the seed ആണ്, that is green and yellow. Then shape of the pod ആണ് inflated and constricted. And then position of the flower ആണ് axial and terminal. Okay, so ഈ tabular column നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വരുന്നത്. പഠിച്ചു വെക്കാം. ഇതിനി ആർക്കും അറിയാത്തതുണ്ടാവില്ല ഇല്ലേ? എല്ലാവർക്കും അറിയില്ലേ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്? അറിയോ? സജീലെ അറിയോ? സജീൽ? ഓക്കെ, നോക്കി. ഫ്ലവർ കളർ വയലറ്റ്, വൈറ്റ്,
then axial terminal, yellow green, round wrinkle. Okay, ഇത് ഓരോന്നിന്റെയും ഏതാണ് flower color, flower position, seed color, seed shape, pod color, stem height. Okay, ആരും ഫ്ലവർ ഷേപ്പ് എഴുതി വെക്കരുത്. പലവട്ടം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഫ്ലവർ ഷേപ്പ് അല്ല, ഫ്ലവർ പൊസിഷൻ ആണ്. ഓക്കെ, സോ ഇതില് ഫസ്റ്റ് റോയിൽ എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റിൽ എഴുതിയേക്കുന്നത് ഡോമിനന്റ് ട്രേറ്റ്സ് ആണ്, നെക്സ്റ്റ് എഴുതിയേക്കുന്നതാണ് റെസസീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തേക്കുന്നത്, റെസസീവ് ആണ് നെക്സ്റ്റ് കോളത്തിൽ നിൽക്കുന്നത്. ഓക്കെ, സോ ഇനി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ പറഞ്ഞിരുന്നു ഇൻഹെറിറ്റഡ് ട്രേറ്റ്സും അക്വയർഡ് ട്രേറ്റ്സും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിച്ചു, നമ്മൾ ഫൈനൽ റിവിഷൻ നടത്തിയപ്പോഴും ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു പോർഷൻ ആണ്. ഓക്കെ, നോക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്സ്. ഓക്കെ, ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്സ്, ഓർ എന്ത് ചോദിക്കാം, ലിസ്റ്റ് 2 differences between acquired traits and inherited traits by giving an example for each. Okay, giving an example of each. രണ്ടിനും എക്സാമ്പിൾ കൊടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഹിന്റ് നോക്കാം. A, reduction in weight by starvation and boring of the pinna are examples of acquired traits. എന്താണ് റിഡക്ഷൻ ഇൻ വെയിറ്റിൽ അല്ലെങ്കിൽ വെയിറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ്, ഇതൊന്നും എന്താ ട്രാൻസ്മിറ്റബിൾ അല്ല, അല്ലെ, ട്രാൻസ്മിറ്റബിൾ അല്ല, അതായത് അക്വയർഡ് ആണ്, ഇൻഹെറിറ്റബിൾ അല്ല. ഓക്കെ, അതുപോലെ തന്നെ ബോറിംഗ് ഓഫ് പിന്ന, നമ്മൾ അതുപോലെ എന്താ ചെയ്യുന്നത്, ഇയർ പിന്ന പിയേഴ്സ് ചെയ്യുന്നുണ്ട്, നോസ് പിയേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ബോറിംഗ് ഓഫ് പിന്ന. ദെൻ ബി നോക്കാം, ഫോർമേഷൻ ഓഫ് ടെയിൽ ഇൻ മൈസ് ആൻഡ് ഐ കളർ ഇൻ മാൻ ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്. അല്ലെ, നമ്മുടെ ഹെയർ കളർ ആയിക്കോട്ടെ, ഐ കളർ ആയിക്കോട്ടെ, ദെൻ ഫോർമേഷൻ ഓഫ് ടെയിൽ ഇൻ മൈസ്, ഇതെല്ലാം ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ നോക്കുക, അതായത് സിമിലർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓർ ഇട്ട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അല്ല, 3 different ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, വൈ ആർ ദ ട്രേറ്റ്സ് ഓർ എക്സ്പീരിയൻസസ് അക്വയർഡ് ഡ്യൂറിംഗ് ദ എൻറ്റയർ ലൈഫ് ടൈം ഓഫ് എൻ ഇൻഡിവിജ്വൽ നോട്ട് ഇൻഹെറിറ്റഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ഫാക്ട് വിത്ത് എൻ എക്സാമ്പിൾ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് ആളുടെ ലൈഫിൽ അക്വയർ ചെയ്തെടുത്ത ട്രേറ്റ് എന്തുകൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്, വൈ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ആൻഡ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ this with a reason, with an example. Okay, this fact with an example. Okay, so നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ you have to learn to differentiate between inherited and acquired trait. Okay, so inherited trait ഉം acquired trait ഉള്ള ഡിഫറൻസിയേഷൻ ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എഴുതി വെച്ചോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. Okay, so these are the traits which are inherited from the parents, that is father and mother, to the offsprings, that is to the next progeny. അതാണ് inherited traits. Acquired traits എന്ന് പറയുകയാണെങ്കിൽ these traits cannot be passed on to the future generation. Okay, point number 2, these traits are due to the genetic makeup of the progeny. Okay, but in case of acquired traits, these traits develop due to response to the environment. അല്ലെ, നമ്മുടെ ഹ്യൂമൻ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക, ടോൾനെസ് അല്ലെങ്കിൽ ഹൈറ്റ്, ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ ചേഞ്ചസ്, നോർമലി നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന ചേഞ്ചസ് ആണോ അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ DNA of the germ cell in case of inherited trait, whereas in case of acquired trait it do not bring about changes in the DNA of the germ cell. അവിടെ germ cell ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമസോംസ് ഉണ്ട്, എത്ര ക്രോമസോംസ് ഉണ്ട്, 23 pairs ഉണ്ട് ഇല്ലേ, 23 pairs ഉണ്ട്, 46 നമ്പർ. അതില് ഒരു പെയർ, ലാസ്റ്റ് പെയർ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, ജേം സെല്ലായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സൊമാറ്റിക് ആണ് അല്ലെ, ബാക്കിയെല്ലാം സൊമാറ്റിക് സെൽസിൽ വരുന്നതാണ്. സോ സൊമാറ്റിക് സെൽസിലാണ് എന്ത് വരാം, അക്വയർഡ് ട്രേറ്റ്സിന്റെ ചേഞ്ചസ് വരാം. ഓക്കെ, ഇൻഹെറിറ്റഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിൽ എവിടെ ചേഞ്ചസ് വരുന്നത്, ഈ ജേം സെൽസിൽ അല്ലെങ്കിൽ ഗമീറ്റ്സിലാണ്. ഓക്കെ, then now next one, can direct evolution കാരണമാവാം ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്, ബട്ട് അക്വയർഡ് ട്രേറ്റ്സ് cannot direct evolution. അത് ഒരിക്കലും ഇവല്യൂഷൻ പോസിബിൾ ആക്കില്ല. എക്സാമ്പിൾസ് നോക്കാം. ഇയർ ലോബ് അറ്റാച്ച്മെന്റ്, എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ലോബ് അറ്റാച്ച്മെന്റ്, ഫോർമേഷൻ ഓഫ് ടെയിൽ ഇൻ മൈസ്, then ഐ കളർ ഇൻ മാൻ, ഇതെല്ലാം ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിന് എക്സാമ്പിൾ ആണ്. റിഡക്ഷൻ ഇൻ വെയിറ്റ് ബൈ സ്റ്റാർവേഷൻ, ബോറിംഗ് ഓഫ് പിന്ന, ഇതെല്ലാം അക്വയർഡ് ട്രേറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അക്വയർഡ് ട്രേറ്റ്സ് എന്തുകൊണ്ടാണ് ഹെറിറ്റബിൾ അല്ലാത്ത.
Okay, the traits or experiences acquired during the entire lifetime of an individual won't be inherited in the next generation because an acquired trait is a trait that developed in a person as a result of environmental influences. എന്തെങ്കിലും ഒരു എൻവയൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടാണ് അക്വയർഡ് ട്രേറ്റ്സ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. Acquired traits cannot be passed on to future generations. This is due to the fact that acquired traits involve changes in നോൺ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ്, അതായത് സൊമാറ്റിക് സെൽസിലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സൊമാറ്റിക് ചേഞ്ചസിലാണ് അവിടെ ചേഞ്ചസ് വരുന്നത്, സൊമാറ്റിക് സെൽസ്. ഇനി ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആണെങ്കിൽ അവിടെ എവിടെ ചേഞ്ചസ് വരുന്നത്? ജേം സെൽസിലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അക്വയർഡ് ട്രേറ്റ്സിന് സൊമാറ്റിക്കിലാണ്, ഇൻഹെറിറ്റഡ് ട്രേറ്റ്സിൽ ജേം സെൽസിലാണ് ചേഞ്ചസ് വരുന്നത്, വിച്ച് കനോട്ട് ബി പാസ്ഡ് ടു ജേം സെൽസ് ഓർ പ്രോജനി. As a result, these characteristics cannot be inherited. അതുകൊണ്ട് തന്നെ അവരെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. Now, next question ആണ്, what are Mendel's laws of inheritance? എല്ലാ ലോസും പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സ്റ്റേറ്റ് Mendel's laws of inheritance. നോക്കാം, law of dominance is the first law. Boring of pinna means എന്താന്ന് ചോദിച്ചത്? Boring of pinna എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയേഴ്സിലൊക്കെ ഹോൾസ് ഇടാം. ബോർ ചെയ്യുക, പിയേഴ്സ് ചെയ്യാന്ന് പറയില്ലേ, ഇപ്പൊ നമ്മളൊക്കെ ഹോൾസ് ഇടുന്നുണ്ടല്ലോ ഇല്ലേ, ബോയ്സ് ആയാലും ഈവൺ ഇപ്പോ പിയേഴ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളൊരു ചെറിയൊരു ചേഞ്ച് വരുത്താണ്. പക്ഷെ അവിടെ ആ ഒരു ചേഞ്ച് വരുന്നതോട് സൊമാറ്റിക് സെൽസിനെ മാറ്റം വരുന്നുള്ളൂ, അല്ലാതെ ജേം സെല്ലിന് മാറ്റം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇത്ര നോക്കിയാൽ മതി. ഇപ്പോ ആഷിഖിന്റെ അമ്മ കാതുകുത്തിണ്ടാവും ഇല്ലേ, കാതുകുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നോസ് പിയേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയോ? ഇല്ല, ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളത് അക്വയർഡ് ട്രേറ്റ് ആണ്. ഓക്കെ, ഹെറിറ്റബിൾ അല്ല. ഓക്കെ, നോക്കാം, ലോ ഓഫ് ഡോമിനൻസ്. Mendel's law of dominance state that, എന്താ തിരിച്ചു കമന്റ് വന്നേ? Okay, fine. Okay, so law of dominance നോക്കാം. Mendel's law of dominance state that, state ചെയ്യാൻ പഠിക്കാം, when parents with pure contrasting traits are crossed together. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, ശ്രദ്ധിക്കാം. ഓക്കെ, സോ വെൻ പാരന്റ്സ് with contrasting characters, okay, parents with pure contrasting traits are crossed together, only one form of trait appears in the next generation. The hybrid offspring will exhibit only the dominant trait in the phenotype. ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ ഓഫ് സ്പ്രിംഗിൽ എക്സിബിറ്റഡ് ആവുള്ളൂ. ഓക്കെ, സോ നമ്മൾ പാരന്റ്സ് വിത്ത് പ്യോർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ടോൾ ആൻഡ് ഡ്വാർഫ് ആയിക്കോട്ടെ, രണ്ടുപേരും ക്രോസ് ചെയ്ത ഓഫ് സ്പ്രിങ്സിന് ഏതാ കിട്ടുക? ടോൾനെസ് ആണ് കിട്ടുക. അതാണ് പറയുന്നത് ഡോമിനന്റ് ട്രേറ്റ് മാത്രമേ അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ അതാണ് ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ലോ അറൈസ് ചെയ്ത് വന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ലോ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ്. ഓക്കെ, ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ് ബാക്കി രണ്ട് ലോസും വന്നേക്കുന്നത്. സോ നോക്കാം, സെക്കൻഡ് ലോ, ലോ ഓഫ് സെഗ്രിഗേഷൻ. Law of segregation. Mendel's law of segregation states that, contrasting characters brought together in a hybrid remain together without being blended. Shradhika, contrasting characters brought together in a hybrid remain together without being blended, and when gametes are formed from the hybrid, the two traits or characters separate out from each other. Okay, separate out from each other and only one enters each gamete. It is also known as law of purity of gametes. അതായത് ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും എന്താ, അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവും. ഓക്കെ, ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് നമുക്കറിയാം രണ്ട് ക്യാരക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. അതാണ് പറയുന്നത് there is no blending taking place. Okay, there is no blending taking place, and when gametes are formed from the hybrid, gametes form ചെയ്യുമ്പോൾ two traits or characters separate out from each other. Okay, and only one enters each gamete. Okay, ഒരു ഗമീറ്റിൽ ഒരെണ്ണം മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. And it is also known as law of purity of gametes. Okay, so ഇതിന്റെ വേറൊരു പേരാണ് law of purity of gametes. Next one നോക്കാം, law of independent assortment. Law of independent assortment states that
In inheritance of more than one pair of contrasting characters simultaneously, at the same time ഒന്നിൽ കൂടുതൽ pair of contrasting characters inherit ചെയ്യുമ്പോൾ the factors for each pair of characters assort or separate independently of each other. Factors എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? genes ആണ് അല്ലേ? So the genes of each pair of characters assort, അവർ separate ആവും independent of each other pair and they get randomly rearranged in the offsprings. Okay, so അവർ randomly rearranged ആവാണ് അവിടെ offspringsന്റെ കേസിൽ. Clear ആയെന്ന് വിചാരിക്കുന്നു. So factors of each pair of characters separate, okay, or assort independently, okay, and they randomly rejoin in case with the offsprings. Okay, so ഈ മൂന്ന് ലോസും പഠിച്ചു വെക്കുക. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. Okay, so question നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, name the plant Mendel used for this experiment. ആശി ചോദിച്ചത് ഫീനോടൈപ്പിന്റെ അർത്ഥം എന്താണ്? ഫീനോടൈപ്പ് എന്താ? ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫീനോടൈപ്പ് മീൻസ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഫീനോടൈപ്പ് അല്ലെ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഫോളജിക്കൽ, അതായത് പുറമേന്ന് കാണുമ്പോൾ ഹൈറ്റ് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ കളർ ഗ്രീൻ ആണോ യെല്ലോ ആണോ, ഇതൊക്കെയാണ് ഫീനോടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സ്റ്റേണലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആണ് ഫീനോടൈപ്പ്. ഓക്കെ, ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റങ്ങളാണ്, അതായത് ജനറ്റിക് മേക്കപ്പിൽ വരുന്ന മാറ്റങ്ങളാണ് ജീനോടൈപ്പ്. ഓക്കെ, അതായത് അവരുടെ ഗമീറ്റ്സ് അല്ലെങ്കിൽ അല്ലീൽസ് മാറും. ഓക്കെ, അതാണ് ജീനോടൈപ്പ്. ഓക്കെ, നൗ നെയിം ദ പ്ലാന്റ് Mendel used for this experiment അല്ലെങ്കിൽ for his experiment. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ. And what type of progeny was obtained by Mendel in F1 and F2 generations when he crossed tall and short plants? Write the ratio he obtained in F2 generation plants. എളുപ്പമാണ്. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? ക്രോസ് ആണ് പറഞ്ഞേക്കുന്നത് ബിറ്റ്വീൻ tall and dwarf plant. F1 and F2 ചോദിച്ചിട്ടുണ്ട്. And you have to write the ratio. Phenotypic and genotypic ratioയും ചോദിച്ചിട്ടുണ്ട്. So you know that the plant is pea plant അല്ലെങ്കിൽ garden plant Pisum sativum അല്ലേ. Pisum sativum was used by Mendel for his experiment. Then Mendel took a tall plant and a short pea plant and cross-pollinated them. The result obtained was all tall pea plants and called F1 progenies. Then F1 was self-pollinated and he obtained F2 generation. Instead, 3 tall plants അല്ലെങ്കിൽ 3 dominant pea plants and 1 short pea plant was obtained. ടീച്ചർ ഇത് വേഗം പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാ അല്ലേ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നോക്കി, ഈ ക്രോസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. ഈ ക്രോസ് നോക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കാം, എന്താണ്? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും ക്രോസ് ചെയ്തു. ഓക്കെ, ക്രോസ് ചെയ്തു. സോ ക്യാപിറ്റൽ ടി he crossed with small t. സോ ഗമീറ്റ്സ് ചെയ്തേക്കുന്നത് നോക്കുക, അവിടെ പന്നറ്റ് സ്ക്വയർ ആണ് ഫോളോ ചെയ്തേക്കുന്നത്. സോ ക്രോസ് ചെയ്തു, കിട്ടിയ ഓഫ് സ്പ്രിങ്സ് എല്ലാം എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. സോ അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുക ഏതാണ്? ഡോമിനന്റ് ട്രേറ്റ് ആയിട്ടുള്ള ടോൾനെസ് മാത്രമേ എക്സ്പ്രസ് ചെയ്യപ്പെടുള്ളൂ. സോ കിട്ടിയ എല്ലാ പ്രൊഡക്ട്സും F1 എന്ന് പറയുന്നത് ടോൾ ആയിരുന്നു. ഇനി എന്താ സംഭവിച്ചേ? സെൽഫിങ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, സോ സെൽഫ് ചെയ്തു, F1നെ സെൽഫ് ചെയ്തു, അവരായിട്ട് തന്നെ ക്രോസ് ചെയ്തു. സോ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ക്യാപിറ്റൽ ടി 1, then ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടെണ്ണം കിട്ടി, സ്മോൾ ടി ഒരെണ്ണം കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതിന്റെ മൂന്നിന്റെയും ഫീനോടൈപ്പ് എന്തായിരിക്കും? ടോൾനെസ് ആയിരിക്കും അല്ലെ. ഈ സ്മോൾ ടി മാത്രമാണ് ഡ്വാർഫ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടിരിക്കുക അല്ലെ. ഇനി ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, അപ്പൊ 3:1 ആണ് ഫീനോടൈപ്പ് അല്ലെ. ഫീനോടൈപ്പ് 3:1 ആണ്. ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ക്യാപിറ്റൽ ടി ഒരെണ്ണം, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് രണ്ടെണ്ണം കിട്ടി, ദെൻ സ്മോൾ ടി ഒരെണ്ണം. സോ 1:2:1 ആണ് ജീനോടൈപ്പ് ആയി വരുന്നത്. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, നോക്കാം. ഫീനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ ഓഫ് F2 ജനറേഷൻ നോക്കാം. ടോൾ ആയിട്ടുള്ള 3 പ്ലാന്റ്സിന് ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയാണ് കിട്ടിയത്. സോ 3:1 ആൻഡ് ജീനോടൈപ്പ് 1:2:1. ക്ലിയർ ആയെങ്കിൽ തംസ് അപ്പ് എന്തെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണോ? F1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ അല്ലെ. ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ, അതായത് ആദ്യത്തെ ക്രോസിൽ കിട്ടുന്ന ഫസ്റ്റ് പ്രൊഡക്ട്സ് ആണ് F1 ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനെയാണ് നമ്മൾ
F1 ജനറേഷൻ എന്ന് പറയാം. F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനെയാണ് നമ്മൾ F2 എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A Mendelian experiment consisted of breeding pea plants bearing violet flowers with pea plants bearing white flowers. What will be the result of F1? അതായത് നമ്മളിപ്പോൾ ടോൾ ഡോർഫ് നോക്കി ആ സെയിം നമ്മൾ എന്ത് വെച്ച് ചെയ്യണം? വയലറ്റ് ആൻഡ് വൈറ്റ് വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ട്രേറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല. F1 മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്കാം. Purple color plant. Okay, purple is dominant character in the Mendelian experiment and white flower na ഒരു small letter P ആണ് കൊടുത്തേക്കുന്നത്. Purple നെ capital P ആണ്, white small letter P ആണ്. Okay, so when homozygous violet or purple flowers cross with homozygous recessive white flowers, the first filial generation, അതായത് F1 generation produces 4 violet or purple flowers. നമുക്കറിയാം ടോളും ഡോർഫും നമ്മൾ ക്രോസ് ചെയ്തപ്പോ F1 നമുക്ക് എല്ലാം ടോളാ കിട്ടി അല്ലേ? അതങ്ങനെയായിരിക്കും. F1 എപ്പോഴും ഡോമിനന്റ് ട്രേറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, then genotype of heterozygous capital P small p and the phenotype of violet or purple colored fibers. Sorry, flowers. എന്താ പറഞ്ഞത്? പീ പ്ലാന്റിന്റെ കേസിൽ നമ്മുടെ മെന്റൽ എടുത്തതാണ്. ഓക്കെ, മെന്റൽ ഓരോ ട്രേറ്റ്സിനും ഇന്നത് ഡോമിനന്റ് ആയിട്ടും ഇന്നത് എന്താണ് പറയുക റെസസീവ് ആയിട്ടും മെന്റൽ അസ്യൂം ചെയ്തെടുത്തതാ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മെന്റൽ ഏതാണ് ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നത്? പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് ആണ്, റെസസീവ് ആണ് വൈറ്റ്. ഓക്കെ, സോ നോക്കാം. The first filial generation produces 4 violet or purple flowers with the genotype of, ഓക്കെ, എന്തായിരുന്നു F1 ന്റെ ജീനോടൈപ്പ്? നമുക്ക് അവിടെ ക്യാപിറ്റൽ T സ്മോൾ t ആയിരുന്നു. സോ ഇവിടെ എന്താണ് ക്യാപിറ്റൽ P സ്മോൾ p and the phenotype of violet or purple colored flower. And the dominant character, which is the violet or purple color of the flower, suppresses the expression of white flowers in the F1. F1 ൽ white flowers ആ ഒരു ട്രേറ്റ് അവിടെ സപ്രസ് ചെയ്യപ്പെടാണ്. ഓക്കെ, ഇതാണ് ആ ക്രോസ്. ഓക്കെ, ഇതാണ് ആ ക്രോസ്. ഇവിടെ ഇങ്ങനെയും ക്രോസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ പന്നറ്റ് സ്ക്വയറിലും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, either this one or this one. ഇവിടെ ഇത് പന്നറ്റ് സ്ക്വയർ ആണ്, നിങ്ങൾക്ക് പന്നറ്റ് സ്ക്വയർ ഫോളോ ചെയ്യണമെങ്കിൽ പന്നറ്റ് സ്ക്വയർ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ക്രോസ് ചെയ്തേക്കുന്ന രീതിക്ക് ക്രോസ് ചെയ്യാം. F1 എപ്പോഴും എന്തായിരിക്കും? എല്ലാം വയലറ്റ് ആയിരിക്കും. F1 ക്യാപിറ്റൽ P സ്മോൾ p ആണ് എല്ലാം ഉണ്ടാവുക. ആൻഡ് എല്ലാം എന്തായിരിക്കും? വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ഫ്ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇൻ ഹ്യൂമൻസ് there is a 50% probability of the birth of a boy and a 50% probability that a girl will be born. Okay, എന്താണ് ഹ്യൂമൻസിന്റെ കേസിൽ ബർത്ത് പ്രോബബിലിറ്റി, സെക്സ് ഡിറ്റർമിനേഷൻ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. 50% ചാൻസ് മെയിൽ ആവാനായിട്ടും 50% ചാൻസ് ഫീമെയിൽ ആവാനായിട്ടാണ്. ഓക്കെ, ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം. ഓക്കെ, ഹോമോ മീൻസ് സെയിം. ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് അല്ലെ? ഹോമോസൈഗസ് അല്ലീൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോമോസൈഗസ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ഹോമോസൈഗസ് സ്റ്റേറ്റ്. അതായത് രണ്ടും സെയിം ആണ്. ഹോമോ മീൻസ് സെയിം. ഇതും ഹോമോസൈഗസ് ആണ്, രണ്ട് അല്ലീൽസും സെയിം ആണ്. ബട്ട് ഇത് ഹെട്രോസൈഗസ് ആണ്, അല്ലെങ്കിൽ ഇത് ഹെട്രോസൈഗസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഹോമോസൈഗസ് ആണ്, ഇത് ഹെട്രോസൈഗസ് ആണ്. ഹെട്രോ മീൻസ് ഡിഫറെന്റ്. ഓക്കെ, then നോക്കാം. In humans there is 50% probability of birth of a boy and a girl will be born. അല്ലെ? Justify the statement on the basis of the mechanism of sex discrimination in human beings. ഹ്യൂമൻസിന്റെ കേസിൽ സെക്സ് ഡിറ്റർമിനേഷന്റെ ബേസിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. The given statement is correct അല്ലെ? 50% ചാൻസ് തന്നെയാണ് ഉള്ളത് ബോയ് ആവാനായിട്ടും ഗേൾ ആവാനായിട്ടും. എന്തുകൊണ്ടാ? The chromosome pair present in the zygote determines the sex of the female. നമുക്കറിയാം ഫീമെയിൽസിന്റെ കേസിൽ ക്രോമസോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം XX ആണ്. ഇനി മെയിൽസിന്റെ കേസിൽ ക്രോമസോം എന്ന് പറയുന്നത് XY ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ XX ആണ്, മെയിൽ ചൈൽഡ് ആണെങ്കിൽ XY ആണ് വരണ്ടേ. സോ ഫാദർ ആൻഡ് മദർ കോൺട്രിബ്യൂട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ടു ദ ചൈൽഡ് ആൻഡ് ഈച്ച് ട്രേറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് ബൈ paternal and maternal DNA. Paternal means from father and maternal means from mother. Okay, so നമുക്കറിയാം ഇൻ ടോട്ടൽ 23 pairs of chromosomes, അതായത് 46 number of chromosomes പ്രസന്റ് ആണ്. അതിൽ 23 pairs-ഉം 23 pairs-ൽ നോക്കാം
ഔട്ട് ഓഫ് 23 pairs 22 pairs അതായത് 44 നമ്പർ എന്താണ് they are same in both males and females. ഓക്കെ, രണ്ടും ബോയ്സിൽ അല്ലെങ്കിൽ മെയിൽസിനും ഫീമെയിൽസിനും സെയിം ആണ്. ഏതാണ് 22 പെയർസും സെയിം ആണ് ബിക്കോസ് അത് സൊമാറ്റിക് ആണ്. ഓക്കെ, ദെൻ റിമൈനിങ് 23rd pair that is 2 in number X and Y അല്ലെങ്കിൽ XX is sex. okay, is of sex chromosome. അതിന് രണ്ടിന് നമ്മൾ എന്ത് പറയും? സെക്സ് ക്രോമസോം എന്ന് പറയും. ഓക്കെ, സോ അത് മെയിൽസിന്റെ കേസിലാണെങ്കിൽ XY ആയിരിക്കും, ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ XX ആയിരിക്കും. ഓക്കെ, സോ ഇൻ ഫീമെയിൽസ് a female has XX sex chromosomes while a male has 1 X normal sized and 1 Y short one. Okay, short one ആയിട്ടുള്ള ഷോർട്ട് സൈസ്ഡ് ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. ഇനി സെക്സ് ഓഫ് ദ ചിൽഡ്രൻ വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ വാട്ട് ദേ ഇൻഹെറിറ്റ് ഫ്രം ദെയർ ഫാദർ. ഫാദറിൽ നിന്ന് ഏത് ക്രോമസോം ആണോ റിസീവ് ചെയ്യുന്നത്, എക്സ് ആണോ വൈ ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ സെക്സ് ഓഫ് ദി ചൈൽഡ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. 50% ചാൻസ് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ്. നമ്മളപ്പോൾ എങ്ങനെ എടുക്കും? ടീച്ചർ പറഞ്ഞിരുന്നു 50% ചാൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഫീമെയിൽസിന്റെ എക്സും സെപ്പറേറ്റ് 2 ഗമീറ്റ്സ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ ഫാദർ അതായത് മെയിലില് X and Y ക്രോമസോം ഉണ്ട്, മദറിൽ XX ക്രോമസോം ഉണ്ട്. സോ അവരുടെ ഗമീറ്റ്സ് എന്ന് പറയുന്നത് XY, ഫീമെയിൽസിലാണെങ്കിൽ അല്ലെങ്കിൽ മദറിൽ XX. ഓക്കെ, സോ ക്രോസ് ചെയ്തു, ഫീമെയിൽ ആണെങ്കിൽ ഫസ്റ്റ് XX കമ്പൈൻ ചെയ്തു, അത് ഫീമെയിൽ ആണ്. നെക്സ്റ്റ് XX കമ്പൈൻ ചെയ്തു, ഫീമെയിൽ ആണ്. ദെൻ ഇവിടെ നിന്ന് Y കമ്പൈൻ ചെയ്തു, മെയിലായി. ദെൻ Y കമ്പൈൻ ചെയ്തു, മെയിലായി. സോ ഈ Y ആയിട്ട് എന്തൊക്കെ ഡിഫ്യൂസ് ചെയ്താലും ഫെർട്ടിലൈസ് ചെയ്താലും എന്താ സംഭവിക്കുന്നത്? 50% പ്രോബബിലിറ്റി അവിടെ മെയിൽ ചൈൽഡിന് വന്നു, 50% പ്രോബബിലിറ്റി അവിടെ ഫീമെയിൽ ചൈൽഡിന് വന്നു. സൈഗോട്ട് ഫോംഡ് ആഫ്റ്റർ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. 50% ചാൻസ് ക്ലിയർ അല്ലേ? XX ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് മദറിന്റെ 2 എക്സും നിങ്ങൾ ഗമീറ്റ് ആയിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 50% പ്രോബബിലിറ്റി ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ അസേർഷൻ ആണ്. ദ സെക്സ് ഓഫ് എ ചൈൽഡ് ഇൻ ഹ്യൂമൻ ബീയിങ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ടൈപ്പ് ഓഫ് ക്രോമസോം ഹി ഓർ ഷീ ഇൻഹെറിറ്റ്സ് ഫ്രം ദർ ഫാദർ, ഫ്രം ഹർ ഫാദർ. ഓക്കെ, the sex of a child in human being will be determined by the type of chromosome he or she inherits from the father. Okay, so reason noka, a child who inherit a X chromosome from his father would be a girl. Okay, and while a child who inherit a Y chromosome from the father would be a boy. So you have to choose the right option. അസേർഷൻ റീസൺ കറക്റ്റ് ആണോ ആൻഡ് കറക്റ്റ് റീസൺ ആണോ? കമന്റ് ചെയ്തേ, ഏതാ റൈറ്റ് ആൻസർ? ഒന്ന് നോക്കിയേ, കറക്റ്റ് ആൻസർ ഒന്ന് നോക്കിയേ, ഏതാണ് റൈറ്റ് ആൻസർ? ഏതാ? ഓപ്ഷൻ എ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. മഹിറ റൈറ്റ് ആൻസർ ആണ്. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നോക്കാം, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. Okay, both assertion and reason are true and R is the correct explanation for the given assertion. Okay, next one, illustrate the sex determination in human beings. Human beings il sex determination illustrate cheyanayitana question. Mahira okay aano? Mahira is yawning ma'am. Okay aanu. Okay, so നമുക്ക് നോക്കാം, സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ ബീങ്സ് ആണ്. ഇത് വെറും സെക്സ് ഡിറ്റർമിനേഷൻ ആണ്, 50% പ്രോബബിലിറ്റി ഒന്നും കാണിക്കാനല്ല. ഓക്കെ, സോ നോക്കാം, മെയിൽസിൽ നമുക്കറിയാം X and Y ക്രോമസോം ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെ? മെയിൽസിൽ X and Y ആണ്. ഇനി ഫീമെയിൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ XX രണ്ടും X ആണ്. ഓക്കെ, സോ മെയിൽസിൽ നിന്ന് നമുക്ക് ഗമീറ്റ്സ് എടുക്കുമ്പോൾ എന്ത് വരും? ഒരു എക്സും ഒരു വൈയും. ഇനി ഫീമെയിൽസിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ? ഒരു എക്സ് മാത്രം എടുത്താൽ മതി, ബിക്കോസ് രണ്ടും എക്സ് ആണ്. അപ്പോൾ ഒരു എക്സ് മാത്രം എടുത്താൽ മതി. ഇവിടെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഇനി നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മെയിലിന്റെ എക്സ് ആയിട്ട് നമ്മുടെ ഫീമെയിലിന്റെ എക്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് XX കിട്ടി. ഇനി മെയിലിന്റെ Y ക്രോമസോം ആയിട്ട് നമ്മുടെ എക്സ് കമ്പൈൻ ചെയ്യുമ്പോൾ XY കിട്ടി. ഓക്കെ, ഇവിടെ XX, ഇവിടെ XY. സോ എന്താണ് XX എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും, ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. ഇനി XY എന്ന് പറയുന്നത് മെയിൽ ചൈൽഡ് ആയിരിക്കും. സോ ഈ ക്രോസ് ആണ് നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ പാരന്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം, ഗമീറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം,
then offsprings എന്ന് പറഞ്ഞു കൊടുക്കണം. നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗമീറ്റ്സ്, സൈഗോട്ട്, then offspring ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, പാരന്റ്സും കൊടുക്കണം. ഓക്കെ, സോ ക്ലിയർ ആയോ? ഈ ഒരു ക്രോസ് ആണ് നിങ്ങൾ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വരച്ച് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give an example where sex determination is regulated by the environment. Environment sex regulate ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന കേസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ഗവേൺസ് സെക്സ് ഡിറ്റർമിനേഷൻ. ചില കേസിൽ ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ എൻവയൺമെന്റിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ. ഓക്കെ, the sex of most turtles is determined. The sex of most turtles is determined by the environment after fertilization. മനസ്സിലായോ? ഫെർട്ടിലൈസേഷന് ശേഷം ആരാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ആണ്. നോക്കാം. Only females are produced at high temperature. ഒരു 30 to 35 degree Celsius. ഓക്കെ, ഒരു 30 to 35 degree Celsius, ഒരു 30 to 35 degree Celsiusൽ ആണ് എന്താ ഫീമെയിൽസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഫീമെയിൽസ് മാത്രമേ 30 to 35 degree Celsius, അതായത് ഒരു ഹൈ ടെമ്പറേച്ചറിൽ. ഓക്കെ, ഇനി ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ, അതായത് 25 to 30 degree Celsiusലാണെങ്കിൽ മെയിൽസ് മാത്രമേ, ഓക്കെ, മെയിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഫീമെയിൽസ് ആയിരിക്കും, ഹോട്ട് ആണെങ്കിൽ അത് ഫീമെയിൽസ് ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് മെയിൽസ് ആയിരിക്കും. ഓക്കെ, in case of snails the individuals can change sex which indicating that sex is not genetically determined. അതുപോലെ തന്നെ സ്നെയിൽസിന്റെ കേസിൽ ജനറ്റിക്കലി അല്ല സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പകരം അവർക്ക് സ്വയം ഇൻഡിവിജ്വൽസ് ക്യാൻ ചേഞ്ച് ദയർ സെക്സ്, അവർക്ക് സ്വയം അവരുടെ സെക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ ഗവേൺ സെക്സ് ഇൻ ടേർട്ടിൽസ്. ഓക്കെ, ടേർട്ടിൽസിന്റെ കേസിൽ മറക്കരുത്, ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തേ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്ചർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കമന്റ് ഇട്ടേ. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ്, നമ്മുടെ 90+ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ആൻസേഴ്സ് കമന്റ് ചെയ്തേ. ഫസ്റ്റ് പിക്ചർ ഏതാണ്? സെക്കൻഡ് പിക്ചർ ഏതാണ്? ആൻസർ കമന്റ് ചെയ്തേ. ഫസ്റ്റ് പിക്ചർ ഏതാണ്? സെക്കൻഡ് പിക്ചർ ഏതാണ്? യെസ്, ഡോമിനന്റ് അറ്റാച്ച്ഡ് ഇയർലോബ്സ് ആണോന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്രിസ്. അല്ല, അത് ഡോമിനന്റ് എന്ന് കൊടുത്തേ. ഡോമിനന്റ് ആണോ? ഡോമിനന്റ് ആണോ? ആണോ? നമുക്ക് എല്ലാവർക്കും ഫ്രീ ഇയർലോബ് അറ്റാച്ച്ഡ് ഇയർലോബ്. ആ, യെസ്. ആ ഓർഡർ ഇങ്ങോട്ട് തെറ്റാണല്ലോ ലിയ. ആരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല കേട്ടോ, മാറിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അറ്റാച്ച്ഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അറ്റാച്ച്ഡ്. ഓക്കെ, ഇതാണ് അറ്റാച്ച്ഡ് ഇയർ ലോബ്. ഓക്കെ, അറ്റാച്ച്ഡ് ഇയർ ലോബ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ എന്ന് എഴുതാം. ഓക്കെ, ഡിറ്റാച്ച്ഡ് എന്ന് പറയാം. കൂടുതലും നമ്മൾ കണ്ടേക്കുന്നത് എന്താണ്? ഫ്രീ ഇയർ ലോബ്സ്. ഓക്കെ, ഫ്രീ ഇയർ ലോബ്സ്. ഇതില് ഫ്രീ ഇയർ ലോബ്സ് ആണ് ഡോമിനന്റ് കേട്ടോ. ക്രിസ്തെ ശ്രദ്ധിക്കുക, ഫ്രീ ഇയർ ലോബ്സ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സിനുള്ളത് ഏതാണ്? സോറി, ഫ്രീ ഇയർ ലോബ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇയർ ലോബ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് റെസസീവ് ആണ്, റെസസീവ് ട്രേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അറ്റാച്ച്ഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഫ്രീ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു മെന്റൽസ് എക്സ്പെരിമെന്റ്സ് ഷോ ദാറ്റ് ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡന്റ്ലി? മെന്റൽ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് കാണിച്ചു തന്നെ ട്രേറ്റ്സ് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യണേ? ഓക്കെ, സോ നമുക്ക് നോക്കാം. മെന്റൽസ് took dihybrid cross. Dihybrid crossലാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അല്ലേ? 2 pairs of alternative expression of 2 traits ആണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിൽ വരുന്നത്. ഓഫ് പി പ്ലാന്റ് ആൻഡ് ക്രോസ് ദം. നോക്കുക, F1 progeny showed only the dominant characters among each pair. F1 dominant characters മാത്രമേ എക്സിബിറ്റഡ് ആയിട്ടുള്ളൂ അല്ലേ? ഇനി F1 progeny had phenotype similar to parents, but also new phenotypes did not exist in the parents അല്ലേ?
F1 progeny had phenotype similar to parents. Parents നോട് similar ആയിട്ടുള്ളതാണ് വരുന്നത്. And they do not, and new phenotypes that did not exist in the parents. Okay, then this indicates that pair of alternate characteristics behave independently of other pair. So then the indicate ചെയ്യുന്ന pair of characters, they are independent of the other pair. Okay, and are thus inherited independent of each other. അങ്ങനെ തന്നെ ആ രണ്ട് പെയേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റഡ് ആവുന്നത്. എന്താണ് ചോദിച്ചത്? F1 പ്രോജനിയുടെ മീനിങ്. F1 എന്ന് പറഞ്ഞാൽ എന്താണ്? F1 പ്രോജനി എന്ന് പറഞ്ഞാൽ നമ്മുടെ F1 ജനറേഷൻ തന്നെയാ. ഓക്കെ, ആഷിക്ക് F1 പ്രോജനി എന്ന് പറഞ്ഞാൽ F1 ജനറേഷൻ, അതായത് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ ആണ് F1 എന്ന് പറയുന്നത്. ആരാ കമന്റ് ചെയ്തേ? വേറെ മീ ആണ് കമന്റ് ചെയ്തത്, വേറെ ആരോ ആണ് യൂട്യൂബിൽ കമന്റ് ചെയ്തത്. ഓക്കെ, ഫൈൻ. Okay, this indicates that pair of alternate characters behave independently. അതായത് ഡൈഹൈബ്രിഡ് ക്രോസ് നോക്കുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ക്രോസ് ആണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലെ. സോ അവിടെ നോക്കുക, ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? രണ്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ? ഉണ്ടോ? രണ്ട് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് അവർ എടുത്തത് ബ്ലെൻഡ് ആവുന്നുണ്ടോ? ഇല്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണേ. ഓക്കെ, എന്താ പറയുന്നത്? അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് പറയണേ there is no, they are not dependent upon each other, they are independent of each other. Okay, each other pair and are thus inherited independent of each other. Next generation, അതായത് ഫ്യൂച്ചർ ജനറേഷനിൽ, ഫ്യൂച്ചർ ഓഫ്സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ പ്രോജനിലേക്ക് അവരെ ഇൻഡിപെൻഡന്റ്ലി ആണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, now next chapter. അതാരാ? ARMP4. Okay, ARMP4, hello. Okay, so നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 15, that is our environment. ഇനി ഒന്ന് ചിരിച്ചേ എല്ലാവരും. അവർ എൻവയോൺമെന്റ് എത്തിയപ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 25 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 25 മാർക്സിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 25 മാർക്സ്. സോ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് അവർ 15th ചാപ്റ്റർ, അവർ എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ഓക്കെ, യൂട്യൂബിൽ കമന്റ് എന്താ? ഓക്കെ, സോ നോക്കാം. What is an ecosystem? Okay, question ആണ്, what is an ecosystem, or you have to define ecosystem. Okay, most probably നിങ്ങൾക്ക് mostly asked ഒരു question ആണ്, what is an ecosystem, അല്ലെങ്കിൽ you have to define ecosystem. You have to define ecosystem. നോക്കാം, ecosystem definition പഠിച്ചു പോവാ. Okay, all the interacting organisms in an area together with the non-living constituents of the environment form an ecosystem. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെ. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോൺസ്റ്റിറ്റ്യുവന്റ് ടുഗദർ we will call it as ecosystem. So all the interacting organisms, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബയോട്ടിക് ആണ്, നോൺ ലിവിംഗ് എന്ന് പറഞ്ഞാൽ അബയോട്ടിക് ആണ്. സോ ഓൾ ദി ഇന്ററാക്ടിംഗ് ഓർഗാനിസംസ് ഇൻ ആൻ ഏരിയ ടുഗദർ വിത്ത് ദ നോൺ ലിവിംഗ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ എൻവയോൺമെന്റ് ഫോം ആൻ എക്കോസിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ബേസ്ഡ് ഓൺ ദ എക്കോസിസ്റ്റം ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. based on the ecosystem and its components. Answers പറഞ്ഞോ. നോക്ക, സെൻട്രലിൽ നമുക്ക് ഇവിടെ എക്കോസിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിന്റെ ടൈപ്സ് ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തേക്കുന്നത്, കമ്പോണൻസ് ആണ് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തേക്കുന്നത്, ഡെഫിനിഷൻ ആണ് താഴത്തേക്ക് കൊടുത്തേക്കുന്നത്. സോ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ടൈപ്സ് ആൻഡ് കമ്പോണൻസ് ആണ്. സോ ടൈപ്സിൽ ഇവിടെ ഫസ്റ്റിൽ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? വിച്ച് ആർ ദ 2 types of ecosystem? കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. വിച്ച് ആർ ദ 2 different types of ecosystem? ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ടെറസ്ട്രിയൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ അതർ വൺ? വിച്ച് ഈസ് ദി അതർ വൺ? യെസ്, കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. ഫസ്റ്റ് വൺ കമന്റ് ചെയ്തേ, ടെറസ്ട്രിയൽ ആൻഡ്. അതല്ലല്ലോ, തെറ്റാണല്ലോ. ടൈപ്സിൽ 2 different types നോക്കുമ്പോൾ നോക്കുക, ടെറസ്ട്രിയൽ ആൻഡ് ഏതാണ് വരാ? ടെറസ്ട്രിയൽ ആൻഡ്
ടെറസ്ട്രിയലിന്റെ കൂടെ വരുന്നത് ഏതാ? കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. യെസ്, ക്രിസ് കറക്റ്റ് ആണ്. അക്വാട്ടിക്. ഓക്കെ, അക്വാട്ടിക് കറക്റ്റ് ആണ്. ഏതാണ്? അക്വാട്ടിക് ആണ് റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ നോക്കാം. സെക്കൻഡ് വൺ ഇവിടെ പറഞ്ഞേ. സെക്കൻഡ് വൺ ഏതാണ്? കമ്പോണൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ബയോട്ടിക് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദ അതർ വൺ ഈസ് യെസ് ആൻഡ് കറക്റ്റ് ആണ്. യെസ് കറക്റ്റ് ആണ്. അബയോട്ടിക്. ഓക്കെ, സെക്കൻഡ് വൺ ഏതാണ്? അബയോട്ടിക് കമ്പോണന്റ് ആണ്. ഓക്കെ, ഇനി ബയോട്ടിക് കമ്പോണന്റ് കംപ്രൈസസ്. ബയോട്ടിക് കമ്പോണന്റ് കംപ്രൈസസ് ഏതാണ്? ലിവിങ് ആണ് അല്ലെ. അതുപോലെ അബയോട്ടിക് നോൺ ലിവിങ് ആണ്. ഇനി ബയോട്ടിക്കിനും അബയോട്ടിക്കിനും എക്സാമ്പിൾസ് പറഞ്ഞേ. ഇമ്പോർട്ടന്റ് ആണല്ലോ. ബയോട്ടിക്കിനും അബയോട്ടിക്കിനും എക്സാമ്പിൾസ് പറഞ്ഞേ. ബയോട്ടിക് കമ്പോണൻസിനും അബയോട്ടിക് കമ്പോണൻസിനും എക്സാമ്പിൾസ് പറയാ. യെസ്, ബയോട്ടിക്കിന് എക്സാമ്പിൾസ് ആണ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലെ. ബയോട്ടിക്കിന് എക്സാമ്പിൾസ് ആണ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. ആൻഡ് അബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് സോളാർ എനർജി. കറക്റ്റ് ആണ്. എന്താണ്? സോയിൽ, വാട്ടർ, എയർ, ഫയർ എല്ലാം പറയാം. ഓക്കെ, യെസ് ആൻസർ എന്താണ്? ബയോട്ടിക് ആനിമൽസ്, പ്ലാന്റ്സ്. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കിയാലോ. ഓക്കെ, സോ ആൻസറിൽ ഈ പോയിന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ നാച്ചുറൽ ആൻഡ് മാൻമേഡ് എക്കോസിസ്റ്റം ആണ് ഡിഫറെന്റ് 2 ടൈപ്സ് പറയാല്. നാച്ചുറലിൽ വരുന്നതാണ്. നാച്ചുറലിന്റെ 2 ടൈപ്സ് ആണ് അവിടെ ചോദിച്ചത്. ഏതാണ്? അക്വാട്ടിക്കും ടെറസ്ട്രിയലും. ഓക്കെ, അതിൽ അക്വാട്ടിക്കിനും ടെറസ്ട്രിയലിനും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം കേട്ടോ. സീ, റിവർ, പോണ്ട്, ലേക്ക്. ആൻഡ് ടെറസ്ട്രിയലിന് എക്സാമ്പിൾ ആണ് ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് മൗണ്ടെയിൻ. ആൻഡ് മാൻമേഡിന് എക്സാമ്പിൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പറഞ്ഞ് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ദ എക്കോസിസ്റ്റം? ഒരു കാര്യം പറയാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഡീകമ്പോസേഴ്സ് റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹെറിഡിറ്റിയിൽ നിന്ന് വാരിയേഷൻ പറഞ്ഞ പോലെ ഇതിൽ ഡീകമ്പോസേഴ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ദ എക്കോസിസ്റ്റം? What are decomposers? List 2 important roles they play in the environment. Okay, നോക്കാം. Decomposers are organisms that break down complex organic compounds in plants and animal remains into simplest organic substances. Complex organic compounds നെ simpler or inorganic substances ആക്കി കൺവേർട്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ആണ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, ഡീകമ്പോസേഴ്സ് എക്സാമ്പിൾ നോക്കാം. ബാക്ടീരിയ, ഫംഗൈ and others are examples for decomposers എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ബാക്ടീരിയ, ഫംഗൈ ഇതെല്ലാം ഡീകമ്പോസേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഡീകമ്പോസേഴ്സ് പ്ലേ സെവറൽ റോൾ ഇൻ എക്കോസിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം. ദേ ഡീകമ്പോസ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ഇൻടു യൂസ്ഫുൾ സബ്സ്റ്റൻസസ്. ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസിനെ അവർ ഡീഗ്രേഡ് ചെയ്ത് എന്താക്കി മാറ്റും? കമ്പോസ്റ്റ് ആക്കി മാറ്റും അല്ലെ. കമ്പോസ്റ്റ് ആക്കി മാറ്റും. ഇനോർഗാനിക് കമ്പോണൻസ് മീൻസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എപ്പോഴും ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് സിംപ്ലർ കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഓക്കെ, സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള എന്താ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ അവർ സിമ്പിൾ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആര്? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദേ മെയിൻറ്റെയിൻ ദ ന്യൂട്രിയൻ പൂൾ ബൈ റിട്ടേണിംഗ് ബാക്ക് ദ ന്യൂട്രിയൻസ് ഇൻ ദ പൂൾ. അതായത് ഡീകമ്പോസേഴ്സ് എന്താ ചെയ്യുന്നത്? ദേ മെയിൻറ്റെയിൻ ദ ന്യൂട്രിയൻ പൂൾ. അതായത് ആ ഒരു ന്യൂട്രിയൻ പൂൾ ആ ഒരു സോയിലിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും ബൈ റിട്ടേണിംഗ് ബാക്ക് ദ ന്യൂട്രിയൻസ് ഇൻ ദ പൂൾ. ബിക്കോസ് അവർ തന്നെ ഡീകമ്പോസ് ചെയ്ത് തിരിച്ചത് യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കാം. They release nutrients into the soil by decomposing dead and decaying matter. Okay, soil-ലേക്ക് അവർ nutrients release ചെയ്യുന്നുണ്ട് by decomposing dead and decaying matter, making the soil fertile. Okay, so ഇതാണ് നമ്മുടെ decomposersന്റെ മെയിൻ റോൾസ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് റോൾസ്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഡീകമ്പോസേഴ്സിന്റെ ഫംഗ്ഷൻ നോക്കാം, അവരുടെ മെയിൻ ഇമ്പോർട്ടന്റ് റോൾസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw the diagram showing the flow of energy in an ecosystem. The flow of energy. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് വരപ്പിച്ചതാണ്. ഒന്ന് പറഞ്ഞേ,
ഫ്ലോ ഓഫ് എനർജി ഒന്ന് നിങ്ങൾ ആരോ മാർക്ക് ഇട്ടൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് ഒന്ന് വായിച്ചു തന്നെ. ഫ്ലോ ഓഫ് എനർജി ഇൻ എൻ എക്കോസിസ്റ്റം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. ബിക്കോസ് അത്രേ ഉള്ളൂ. ഫ്ലോ ഓഫ് എനർജി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. ക്രിസ് വരയ്ക്കാണോ? വരച്ചിട്ട് കാണിച്ചോ, കുഴപ്പമില്ല. ഏതാണ് വരുന്നത്? ഫസ്റ്റ് ആരാ വരാം നമുക്ക് നോക്കിയാലോ. ഒരു ഫ്ലോ ഓഫ് എനർജി വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്തായിട്ടാ വരയ്ക്കേണ്ട? ഒരു പിരമിഡ് ആണ് അല്ലേ? അതായിരിക്കും നമ്മുടെ ക്രിസ് വരയ്ക്കുന്നത്. ആണോ ക്രിസേ? അതെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആൻസർ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ആരാണ്? സൺലൈറ്റ്. ഓക്കെ, ആ പിരമിഡിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? സൺലൈറ്റ് ആണ്. ഓക്കെ, ആ ഫ്ലോ ഓഫ് എനർജി സൺലൈറ്റിൽ നിന്ന് നമ്മുടെ സോളാർ എനർജി എടുക്കുന്നത് ആരാണ്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഇനി പ്രൊഡ്യൂസേഴ്സ്, ഫ്രം പ്രൊഡ്യൂസേഴ്സ് ദ ഫ്ലോ ഓഫ് എനർജി ഈസ് ടു ഹെർബിവോർസ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഹെർബിവോർസ് ആണ്. ഹെർബിവോർസ് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ആണ് നമ്മുടെ കാർണിവോർസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ലെവൽ ആണ് ടോപ്പ് കാർണിവോർസ്. ഇതാണ് ഫ്ലോ ഓഫ് എനർജിന്റെ പിരമിഡ്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വരയ്ക്കണം. ഓക്കെ, സൺലൈറ്റ്, പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോർസ്, കാർണിവോർസ് ആൻഡ് ടോപ്പ് കാർണിവോർസ്. ഫ്ലോ ഓഫ് എനർജി. ഓക്കെ, ആ ഡിറക്ഷൻ കറക്റ്റ് മാർക്ക്, ആരോ മാർക്ക് താഴത്തേക്ക് വരയ്ക്കരുത്. ഓക്കെ, ആരോ മാർക്ക് അപ്വേർഡ് ഡിറക്ഷനിൽ തന്നെ ആയിരിക്കണം. സൺലൈറ്റ് ഏറ്റവും ബേസിലായിരിക്കണം. ഓക്കെ, next question, write the appropriate names of the trophic levels. Okay, Z and X in the figure given below. ഒന്ന് പറഞ്ഞേ, ഇവിടെ X and Z എന്ന് കൊടുത്തേക്കുന്നത് ഏതാണ്? ട്രോഫിക് ലെവൽ ഏതാണ്? ഈ കാർണിവോഴ്സിനെയും കഴിക്കുന്ന സെക്കൻഡറി കാർണിവോഴ്സ്, അത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വരുന്ന ട്രോഫിക് ലെവൽസിൽ ഏറ്റവും മേലെ വരുന്നവരാണ് ടോപ്പ് കാർണിവോഴ്സ്. യെസ്, ആൻസർ വരുന്നുണ്ട്. എക്സ് കറക്റ്റ് ആണ്. എക്സ് ഏതാണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. എക്സ് എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് എക്സ്. ആൻഡ് ഇസഡ് എന്താണ്? ഇസഡ് എന്താണ്? ഇസഡ് എന്താണ്? പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്. യെസ്, ലിയ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. ആൻഡ് അതിന്റെ മേലാര ആൻഡ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. മാം, മീ ചോദിച്ചിട്ടുണ്ട് ടോപ്പ് കാർണിവേഴ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മാം ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. യൂട്യൂബ് കമന്റ്. യൂട്യൂബിലാണോ? ഫോർ എക്സാമ്പിൾ ടീച്ചർ പറയാം. ഇപ്പോ ആ ഒരു ഫ്ലോ ചാർട്ട് എടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നവർ ആരാ വരണേ? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നവർ ആരാ വരുന്നേ? ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. ആൻഡ് ഇവരെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡീർ ഒക്കെ. ഓക്കെ, ഇനി ഡീറിനൊക്കെ കൺസ്യൂം ചെയ്യുന്നവർക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ആരാ വരുന്നേ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഫോക്സ് ആയിക്കോട്ടെ. ഓക്കെ, ഫോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ടൈഗർ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവരെയൊക്കെ കൺസ്യൂം ചെയ്യുന്ന ടോപ്പ് കാർണിവേഴ്സിൽ വരുന്നവരാണ് ഈഗിളൊക്കെ. ഓക്കെ, ഈഗിൾ, ഈഗിൾ. ഓക്കെ, ഈഗിൾ അല്ലെങ്കിൽ വൾച്ചർ. ഓക്കെ, സോ ഇവരൊക്കെ ടോപ്പ് കാർണിവേഴ്സിൽ വരുന്നതാ ഈഗിൾ. ഓക്കെ, ഓക്കെ, കിട്ടിയോ? സോ സൺലൈറ്റ്, ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ഡീർ, ഹെർബിവോഴ്സ് ആയിട്ടുള്ള ഡീർ, കൗ ഏതൊക്കെ ആയിക്കോട്ടെ. ദെൻ കാർണിവേഴ്സിൽ വരുന്നതാണ് ഫോക്സ്, ടൈഗർ, ചീറ്റ, ടൈഗർ, ലയൺ എല്ലാം ആയിക്കോട്ടെ. ടോപ്പ് കാർണിവേഴ്സിലൊക്കെ വരുന്നതാണ് ഈഗിൾ. ഓക്കെ, 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 സോ ഒന്ന് കിട്ടിയോ? സോ നമ്മൾ പറഞ്ഞു എക്സ് ഏതാണ്? പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് അല്ലെ? എക്സ് പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. ആൻഡ് ഇസഡ് tertiary consumers ആണ്. സോ അങ്ങനെ fill in the blanks ആയിട്ടും ചോദിക്കാം, പഠിച്ചു വെക്കാം. Next question, how can we help in reducing the problem of waste disposal? Suggest any 3 methods. Waste disposal എന്നൊരു problem എങ്ങനെ solve ചെയ്യാം? How can we help in reducing the problem of waste disposal? And you have to suggest any 3 methods. നോക്കാം. We can help in reducing the problem of waste disposal by these methods. First method നോക്ക, by separating biodegradable substances from non-biodegradable substances and ultimately composting biodegradable substances to get humus, a fertile substance. അതായത് ഒരുപാട് വേസ്റ്റ്, ഒരുപാട് കമന്റ്സ് ആൻസേഴ്സ് വരുന്നുണ്ട്. ആൻസേഴ്സ് ടീച്ചർ നോക്കിയില്ല. കറക്റ്റ് ആണ് നിങ്ങളുടെ ആൻസേഴ്സ്. ഓക്കെ, റീസൈക്ലിംഗ്, റെഡ്യൂസിങ്, ലാൻഡ് ഫിൽ, റെഡ്യൂസിങ്. കറക്റ്റ്. റെഡ്യൂസിങ്ങിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ.
ഹായ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാരാ? Album song. ആൽബം സോങ് ലവർ ആണ്. ആൽബം സോങ് ലവർ. ആൽബം സോങ് ലവർ. ഹലോ. ഓക്കെ, സോ പഠിക്കാം നമുക്ക്. നോക്കാം. ഫസ്റ്റ് വൺ എന്താ? യു ഹാവ് ടു സെപ്പറേറ്റ് ദ വേസ്റ്റ് മെറ്റീരിയൽസ്. ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് നമ്മൾ കമ്പോസ്റ്റ് ആക്കുക. അതായത് ഹ്യൂമസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കമ്പോസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്, സീവേജ് ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അയന, വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കുക. ബൈ മിനിമൈസിംഗ് ദ യൂസ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റംസിന്റെ യൂസ് കുറയ്ക്കുക. ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ്സ്, എല്ലാത്തിന്റെ ഐറ്റംസിന്റെ യൂസ് കുറയ്ക്കുക. ആൻഡ് പ്രൊമോട്ട് ദ യൂസ് ഓഫ് റീസൈക്ലബിൾ ആർട്ടിക്കിൾസ്. അതായത് സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഡിസ്പോസിബിൾ ഐറ്റംസിന്റെ യൂസ് കുറയ്ക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, ബൈ റെഡ്യൂസിങ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്. ദ ത്രീ ഫേമസ് 3 R's അല്ലേ? റെഡ്യൂസിങ്, റീസൈക്ലിംഗ് ആൻഡ് reusing and recycling non biodegradable substance. Reduce ചെയ്യുക, reuse ചെയ്യുക, recycle ചെയ്യുക. Okay, now what is ozone? What is ozone? Important ആണ്. What is ozone and how it is formed in the upper layers of the earth and how does ozone affect our ecosystem? എന്താണ് ഓസോൺ and എങ്ങനെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത്? Then how it is affecting the ecosystem. So ozone നോക്കുക. ഓസോൺ നമുക്കറിയാം O3 ആണ് ഓസോൺ അല്ലെ? O3. So O3 or ozone is a molecule made up of 3 atoms of oxygen. 3 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? O3, ഓസോൺ കിട്ടുന്നത്. Okay, so ozone forms a layer in the upper atmosphere. It is essential for the survival of life on this planet. എന്തുകൊണ്ടാ? Because it shields the surface of the earth from harmful ultraviolet rays. That is UV radiation ൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു coming from the sun, as these radiations can cause skin cancer and cataract in humans. Okay, അവിടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ സ്കിൻ ക്യാൻസർ അതുപോലെ കാറ്ററാക്ട് കോസ് ചെയ്യും. അതുപോലെ ക്രോപ്സിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ വെരി ഹാർംഫുൾ ടു ദ ക്രോപ്സ്. ഓക്കെ, UV റേസ് ക്രോപ്സിനും ഹാർംഫുൾ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ. This is ozone depletion. Okay, ozone depletion സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. Okay, now let's see the formation of ozone. Ozone is formed as a result of the following photochemical reaction. നോക്കാം, ഒരുപാട് വട്ടം റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. The UV radiation split some molecular oxygen apart into free oxygen atoms. അതായത് ഒരുപാട് O3 മോളിക്യൂൾസ് ഉണ്ടാവും, ഇല്ലേ? അല്ല, സോറി, O2 മോളിക്യൂൾസ് ഉണ്ടാവും, ഓക്സിജൻ മോളിക്യൂൾസ് O2. സോ ഇതില് നമ്മുടെ UV റേസ് വന്നടിക്കുമ്പോൾ ഈ O2 ഡിഫറെന്റ് O ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോറി, the UV radiation split some molecular oxygen apart into free atoms. ആ ഫസ്റ്റ് കെമിക്കൽ ഫോർമുല നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും എഴുതാം, അതുപോലെ തന്നെ ഇങ്ങനെ കെമിക്കൽ ആയിട്ടുള്ള ടേംസിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അതൊരു ബോക്സിനകത്ത് നമുക്ക് ഇടാം. അപ്പൊ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. So these atoms then combine with molecular oxygen to form ozone. ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്ന ഓക്സിജൻ ആറ്റംസ് ഡിഫറെന്റ് ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, കമ്പൈൻ ചെയ്ത് O3 ഫോം ചെയ്യും. മനസ്സിലായോ? എന്താ, അറ്റ്മോസ്ഫിയറിൽ വീണ്ടും ആ ടോപ്പ് ലെയറിൽ O2s പ്രസന്റ് ആയിരിക്കും. സോ O2s നമ്മുടെ O ആയിട്ട് കമ്പൈൻ ചെയ്ത് O3 ഫോം ചെയ്യും. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ, O plus O2 gives O3. That is final ozone. So this is the formation of ozone layer അല്ലെങ്കിൽ formation of ozone. Okay, formation of ozone. Okay, now list 2 human made ecosystems. Next question ആണ്, you have to list 2 human made ecosystem. ലിസ്റ്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത്. ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒന്ന് ടേം മാറിയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്തേ. List 2 human made ecosystems. Then we do not clean a pond in the same manner as we do in an aquarium. ഒരു അക്വേറിയം ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ പോണ്ട് ക്ലീൻ ചെയ്യില്ല. ഗിവ് റീസൺ ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ റീസൺ പറയാം. യെസ്, സൂ, അക്വേറിയം, ക്രോപ്പ് ഫീൽഡ് എക്സാമ്പിൾ കറക്റ്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ക്രോപ്പ് ഫീൽഡ്, അക്വേറിയം, ഗാർഡൻ, ഓക്കെ, പാർക്ക്. ഇതെല്ലാം
ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നോക്കാം. പോൺസ് ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ അക്വേറിയംസ് ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മൾ പോൺസ് ക്ലീൻ ചെയ്യേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് നാച്ചുറൽ ഡീകമ്പോസേഴ്സ് എവിടെ പ്രസന്റ് ആണ്? പോൺസിൽ പ്രസന്റ് ആണ്. ബട്ട് അക്വേറിയംസിൽ അങ്ങനെ നാച്ചുറൽ ഡീകമ്പോസേഴ്സ് പ്രസന്റ് അല്ല. നോക്കാം. Ponds and lakes are natural ecosystems and they contain decomposers. Okay, decomposers act as cleansing agents here, whereas an aquarium is an artificial ecosystem and it does not contain decomposers that cleanse it. അതുകൊണ്ടാണ് നമ്മൾ അക്വേറിയംസ് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. അവിടെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് നാച്ചുറൽ ഡീകമ്പോസേഴ്സ് പ്രസന്റ് അല്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്താണ്? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു തന്നെ വെക്കുക. ഓക്കെ, ദ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ of harmful chemicals in the body of living organisms at each trophic level of an food chain. Okay, of a food chain. Okay, the increase in the concentration of harmful chemicals in the body of living organisms at each trophic level. Teacher example പറയാം. എന്തായിരുന്നു? ചെറിയ ഫിഷസ് ഒരുപാട് zooplankton അല്ലെങ്കിൽ വാട്ടർ ഓർഗാനിസംസിനെ അവർ കഴിക്കുന്നു. സോ കുറച്ച് കെമിക്കൽസ് അവരുടെ ബോഡിയിൽ വരുന്നു. ആൻഡ് ചെറിയ ഫിഷസിനെ കഴിക്കുന്ന ലാർജ് ഫിഷസ് ഉണ്ടാവും. ലാർജ് ഫിഷസിനെ കഴിക്കുന്നത് ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ അവിടെ എന്താണ്? കെമിക്കൽസ് അക്യുമുലേറ്റ് ചെയ്യാണ്. ഓരോ ട്രോഫിക് ലെവൽ കയറും തോറും കെമിക്കൽസിന്റെ അക്യുമുലേഷൻ കോൺസെൻട്രേഷൻ കൂടാണ്. സോ അതിനാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ഫുഡ് ചെയിൻസിന്റെ ലാസ്റ്റ് മെമ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് ട്രോഫിക് ലെവലിൽ ആരായിരിക്കും? ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബയോ മാഗ്നിഫിക്കേഷന്റെ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? ഹ്യൂമൻ ബീയിങ്സിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ഹാർംഫുൾ കെമിക്കൽസ് ഉണ്ടാവാം. ഹലോ എവ്രിവൺ, ക്ലാസ് ശ്രദ്ധിക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് ക്രിസ് ഹലോ എന്ന്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ലിസൺ ടു ദ ന്യൂസ് റെഡ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ലിസൺ ടു ദ ന്യൂസ് റെഡ് ഇൻ ദ മോർണിംഗ് അസംബ്ലി ദാറ്റ് ദ മൗണ്ടെയിൻ ഓഫ് ഗാർബേജ് ഇൻ ഡൽഹിയിലെ ഗാർബേജിന്റെ കാര്യമാണ് പറയുന്നത്. സഡൻലി എക്സ്പ്ലോഡഡ് ആൻഡ് വേരിയസ് വെഹിക്കിൾസ് ഗോട്ട് ബറീഡ് അണ്ടർ ഇറ്റ്. സെവറൽ പീപ്പിൾ വർ ആൾസോ ഇഞ്ചേർഡ് ആൻഡ് ദർ വാസ് ട്രാഫിക് ജാം ഓൾ അറൌണ്ട്. In the brainstorming session the teacher also discussed this issue. Brainstorming session എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്സിൽ എന്താ കുട്ടികളുടെ തന്നെ ഡിസ്കവറി മോഡാണ്. കുട്ടികളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. സോ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിൽ ടീച്ചർ he discussed the issue and asked the students to find out a solution to the problem of garbage. Okay, കുട്ടികളോട് ടീച്ചർ സജസ്റ്റ് ചെയ്തത് എന്താണ്? To suggest solution for the garbage. Okay, so finally they arrived at two main points. One is self-management of garbage we produce and the second is to generate less garbage as an individual. So രണ്ട് സജഷൻസ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് കൊണ്ടുവന്നത്. സെൽഫ് മാനേജ്മെന്റ് ഓഫ് ഗാർബേജും then to generate less garbage as an individual. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Suggest two measures to manage garbage that we produce. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാർബേജ് എങ്ങനെയാണ് ഗാർബേജ് മാനേജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും രണ്ട് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് എൻ ഇൻഡിവിജ്വൽ വാട്ട് ക്യാൻ വി ഡു ടു ജനറേറ്റ് ദ ലീസ്റ്റ് ഗാർബേജ്. വളരെ കുറവ് ഗാർബേജ് മാത്രം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഗിവ് 2 points. And last one, list 2 values the teacher instilled in his students in this episode. ഓക്കെ, സോ ആ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിൽ നമ്മുടെ ടീച്ചർ കുട്ടികളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുത്ത 2 വാല്യൂസ് ഏതാന്ന് പറയാം. ഓക്കെ, നോക്കാം. ഗാർബേജ് പ്രൊഡ്യൂസ്ഡ് എവറി ഡേ ക്യാൻ ബി മാനേജ്ഡ് ബൈ യൂസിങ് ഫ്യൂ ടെക്നിക്സ് ടു കൺട്രോൾ വേസ്റ്റ്. 3 hours നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, 3 hours ഈസ് ആൻ ഇനീഷ്യേറ്റീവ് വിച്ച്
can be used to minimize and manage waste generation, usage and its disposal. നോക്കുക, reduce, reuse and recycle. Reduce, reuse and recycle. Then നോക്കുക, സജസ്റ്റ് അതർ വേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഗ്രിഗേറ്റ് ദ ഗാർബേജ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബയോഡിഗ്രേഡബിൾ ആൻഡ് ഡീഗ്രേഡബിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് യൂസിങ് പ്ലാസ്റ്റിക് ബാഗ്സ്, ഇൻസ്റ്റഡ് യൂസ് കോട്ടൺ ഓർ ജൂട്ട് ബാഗ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാം അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ആൻസേഴ്സാ. ആൻഡ് ബിയുടെ ആൻസർ നോക്കാം, വി ഷുഡ് ജനറേറ്റ് ലെസ് ഗാർബേജ് ആസ് മച്ച് ആസ് പോസിബിൾ. Then recycling and reuse of the material should be adopted in order to minimize the waste. Okay, recycling and reusing. Then last one, teacher എന്താ പറയാ, ടീച്ചർ കുട്ടികളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുത്ത വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. 2 വാല്യൂസ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത്, ദ ടീച്ചർ മെയ്ഡ് ദ സ്റ്റുഡൻസ് മോർ അവെയർ അബൌട്ട് ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് ടീച്ചർ ഡെവലപ്ഡ് എ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്. ഓക്കെ, problem solving approach and made an awareness. Okay, important ആണ്. ആൻഡ് ഒബ്സർവേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് കൊടുക്കാം, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് കൊടുക്കാം, ഓക്കെ, സയന്റിഫിക് ടെമ്പർ കൊടുക്കാം. ഇങ്ങനെ പല വാല്യൂസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സയന്റിഫിക് റീസണിങ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് വാല്യൂസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ. ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ. എ ബി സി അങ്ങനെ 3 സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. എ ബി സി 3 സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. എ ഫുഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് വെബ് അല്ല. എ ബി സി സെപ്പറേറ്റ് ആയിട്ട് പറയാനാ പറയുന്നത്. ഫുഡ് വെബ് ആണോ? അവിടെ എവിടെ ഇന്റർ കണക്ഷൻ വരുന്നേ? ഇന്റർ കണക്ഷൻ ഉണ്ടോ? ഇത് 3 സെപ്പറേറ്റ് ഇമേജസ് ആ. ഫുഡ് ചെയിൻ ആണ്. അപ്പൊ ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫുഡ് ചെയിൻസ് വെബ്. അതാരാ? ആഷിക്ക് ഫുഡ് ചെയിൻസ് വെബ് ഒന്നല്ല, ഫുഡ് ചെയിൻ ആണ്. ബട്ട് 3 ഫുഡ് ചെയിൻ ആണ് അല്ലെ? 3 ഫുഡ് ചെയിൻ ആണ്. അതാണ് ഡിഫറൻസ്. എന്താ അതിന്റെ പ്ലേസ് നോക്കി, ലൊക്കേഷൻ നോക്കി, ഏരിയ എങ്ങനെയാ? നോക്കട്ടെ, ആർക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആൻസർ ചെയ്തേ, പെട്ടെന്ന് ആൻസർ ചെയ്തേ. അല്ല, അത്രയും ടഫ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 3 ലെവൽ അല്ല, അതുമല്ല. ഓ, 3 പേരുള്ളതുകൊണ്ടാണ് അവിടെ 3 ലെവൽസ് എന്ന് പറഞ്ഞത്. അതല്ല, അല്ല. ആ ഓർഗാനിസംസിന്റെ ഹാബിറ്റായിട്ട് നോക്കിയാൽ മതി, അവർ സർവൈവ് ചെയ്യുന്ന ഏരിയ എങ്ങനത്തെയാന്ന് നോക്കിയാൽ മതി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഫുഡ് ചെയിൻസിന്റെയും ഏരിയ നോക്കിയാൽ മതി. നമുക്ക് ആൻസറിലേക്ക് പോവാം. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അല്ല, നോക്കാം. യെസ്, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ലിയ കറക്റ്റ് ആണ്. എ റെപ്രസെന്റ്സ് ഫുഡ് ചെയിൻ ഇൻ ഫോറസ്റ്റ്. ഓക്കെ, എ റെപ്രസെന്റ്സ് ഫുഡ് ചെയിൻ ഇൻ ഫോറസ്റ്റ്. ബി റെപ്രസെന്റ്സ് food chain in grassland. B represents food chain in grassland and noka C represents food chain in pond. Okay, so ingane venam answer ezhudan. A represents food chain in forest, B food chain in grassland and C food chain in a pond. Okay, മറക്കരുത് ട്ടോ. ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ് ആൻഡ് പോണ്ട് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിക്ചർ നോക്കി വെക്കുക, ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ അല്ലേ? Okay, fine. Okay, next നോക്കാം. Create a food chain of the following organisms. ഒരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഹോക്ക്, ഗ്രാസ്, സ്നേക്ക്, ഫ്രോഗ്. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തേ, ഇവരുടെ ഒരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്തേ. ഹോക്ക്, ഗ്രാസ്, സ്നേക്ക് ആൻഡ് ഫ്രോഗ്. And name the organism at the 3rd trophic level of the created food chain. അങ്ങനെ ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 3rd trophic ലെവലിൽ വരുന്നത് ആരാണ്? 3rd. Which organism of this food chain will have the highest concentration of non-biodegradable chemicals? അതായത് ബയോമാഗ്നിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ. നെയിം ഓഫ് ദ ഫിനോമിനൺ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ഓൾറെഡി ആൻസർ പറഞ്ഞു ഇല്ലേ?
Okay, and last one നോക്ക, if 10,000 okay joules of energy is available to frogs in 10,000 ആണെങ്കിൽ how much energy will be available to snake in this food chain? Yes, food chain എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാസ്, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. കറക്റ്റ് ആണ്. ഓക്കെ, ഗ്രാസ്, ഫ്രോഗ്, സ്നേക്ക് ആൻഡ് ഹോക്ക്. സോ തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ആരാണ്? യെസ്, തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് സ്നേക്ക് ആണ്. ഓക്കെ, സ്നേക്ക് ആണ്. Then which organism of the food chain will be having the highest chemicals? ആർക്കായിരിക്കും? യെസ്, ഹോക്കിനായിരിക്കും. ഓക്കെ, ഹോക്കിനായിരിക്കും. ആൻഡ് ആ ഫിനോമിനോന്റെ പേര് എന്താ? ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇനി 10,000 ജൂൾസ് ഓഫ് എനർജി ആണ് ഫ്രോഗിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് മെമ്പർ ആയിട്ടുള്ള ഫ്രോഗിന് 10,000 ജൂൾ ആണെങ്കിൽ നമ്മുടെ സ്നേക്കിന് എത്ര ജൂള് കിട്ടും? അതാരാ ആൻസർ ചെയ്തേക്കുന്നത്? ലിയ കറക്റ്റ് ആണ്. ക്രിസ്സേ തെറ്റാണ്. ക്രിസ്സേ ആൻസർ തെറ്റാണ്. ലിയ കറക്റ്റ് ആണ്. 10,000 ജൂളിന്റെ 10% എത്രയാ? 10% ലോ പഠിച്ചതൊക്കെ മറന്നോ? യെസ്, മഹിറ. ഓക്കെ, ജൂൾ ഇടാൻ മറക്കരുത് കേട്ടോ. ജൂൾ കറക്റ്റ് ആണ്. സി എന്താ ചോദിച്ചേക്കുന്നേ? ഈ ഒരു ഫുഡ് ചെയിനിൽ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ഈ ഫുഡ് ചെയിനിൽ ഏറ്റവും കൂടുതൽ നോൺ ബയോഡിഗ്രേഡബിൾ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവൽ കയറും തോറും കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ് കൂടിക്കൊണ്ട് വരാണ്. സോ ഏറ്റവും കൂടുതൽ കെമിക്കൽസ് എവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക? എവിടെയായിരിക്കും? ബിക്കോസ് ഗ്രാസിന് നമ്മുടെ ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ സ്നേക്ക് കഴിച്ചു, സ്നേക്കിനെ കൺസ്യൂം ചെയ്തത് ഹോക്കാണ്. സോ ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത് ആ ട്രോഫിക് ലെവലിൽ ഹയസ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഹോക്കിലാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഹോക്കാണ് അവിടെ ആൻസർ. ആൻഡ് ആ ഒരു ഫിനോമിനോന്റെ പേരാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ബയോ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്നും പറയാം. ഓക്കെ, സോ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഗ്രാസ്, ഇൻസെക്ട്, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ദെൻ ഓർഗാനിസം അറ്റ് ദ തേർഡ് ട്രോഫിക് ലെവൽ ദാറ്റ് വിൽ ബി ഫ്രോഗ്. ഓക്കെ, ദെൻ നോക്കാം the organism with the highest concentration of non-biodegradable chemical that will be hawk and a phenomenon പറയുന്ന പേരെന്താണ്? biomagnification. Okay, biomagnification മറക്കരുത്, biomagnification. And last one, according to the 10% law, ശ്രദ്ധിക്കുക, according to 10% law, if 10,000 joules of energy is available to ഫ്രോഗ്സിന് 10,000 ആണ്. ഫ്രോഗ്സിന് എത്രയാണ്? 10,000 ജൂൾസ് ആണ്. സോ 10% of energy will be transferred to the next trophic level which represents the snake. അല്ല, next trophic level എന്ന് പറഞ്ഞാൽ snake ആണ്. So the calculation is as follows. എത്രയാണ്? 10,000 into 10/100 which gives 1000 joules. Okay, so 1000 joules ആണ് correct answer. Okay, 10% ആണ് എടുക്കണ്ടേ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഗ്രാസ്, ഇൻസെക്ട്, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക് ആണ് വരുന്നത്. ആൻഡ് ഓർഗാനിസം അറ്റ് ദ തേർഡ് ട്രോഫിക് ലെവൽ ആരാണ്? ഫ്രോഗ് ആണ്. ഓക്കെ, ഓർഗാനിസം അറ്റ് ദ തേർഡ് ട്രോഫിക് ലെവല് ഫ്രോഗ് ആണ്. ഓക്കെ, തേർഡ് ട്രോഫിക് ലെവല് ഫ്രോഗ് ആണ്. ടീച്ചർ ഇവിടെ എഴുതിയത് തെറ്റിന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇവിടെ എഴുതി തെറ്റിയിട്ടുണ്ട്. ഓക്കെ, തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ആരാണ്? ഫ്രോഗ് ആണ്. ഇവിടെ ഇൻസെക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇൻസെക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് തേർഡ് ട്രോഫിക് ലെവൽ ഫ്രോഗ് വന്നത് കേട്ടോ. തേർഡ് ട്രോഫിക് ലെവൽ ഫ്രോഗ് വരാൻ കാരണം അതാണ്, ഇൻസെക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഗ്രാസ്, ഇൻസെക്ട്, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, next one, with the help of an example of a food chain, prove that the flow of energy in the biosphere is unidirectional. അതായത് ഒരു ഫുഡ് ചെയിന്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? ഫ്ലോ ഓഫ് എനർജി അല്ലെങ്കിൽ എനർജി ഫ്ലോ യൂണിഡിറക്ഷണൽ ആണ്. ഒരു സൈഡിലേക്ക് മാത്രം അല്ലെങ്കിൽ വൺ ഡിറക്ഷനിൽ മാത്രമേ എനർജി ഫ്ലോ നടക്കുന്നുള്ളൂ എന്ന് പ്രൂവ് ചെയ്യണം. പറ്റുമോ? എങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞു നോക്കിയേ. എങ്ങനെയായിരിക്കും? സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിൽ നിന്ന് ആര് എനർജി കൺസ്യൂം ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസ്.
ഓക്കെ, ദെൻ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. ഓക്കെ, ഗ്രാസ് ഹോപ്പർ, ദെൻ നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ഇടാം, ഫ്രോഗ് ഇടാം. ഓക്കെ, ദെൻ റാബിറ്റ്, അങ്ങനെ ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. സൺ, പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടോപ്പ് കാർണിവോഴ്സ് അല്ലെ. സോ ഇതാണ് നമ്മുടെ ട്രോഫിക് ലെവൽസ് വരുന്നത്. സോ സണ്ണിൽ നിന്ന് ഒരു കാര്യം ഇവിടെ നോക്കി വെക്കുക, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് സോളാർ എനർജി എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത്? അത് ഒരു വട്ടം MCQ ആയിട്ട്, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻ MCQ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ്സ് സോളാർ എനർജി 1% ആണ് യൂസ് ചെയ്യുന്നത്. 10% എഴുതി വെക്കരുത്. ഓക്കെ, ഫോട്ടോസിന്തസിസിനായിട്ട് പ്ലാന്റ്സ് സണ്ണിൽ നിന്ന് കൺസ്യൂം ചെയ്തെടുക്കുന്നത് എത്രയാ? 1% ഓഫ് ദ സോളാർ എനർജി ആണ്. ഓക്കെ, 1% ഓഫ് ദ സോളാർ എനർജി. ഓക്കെ, സോ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂം ചെയ്യുന്നു, ദെൻ അവിടുന്ന് 10% പ്രൈമറി കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നു. അതിന്റെ 10% പ്രൈമറി കൺസ്യൂമേഴ്സ് തന്നെയാണ് ഹെർബിവോർസ് വരുന്നത്. അവിടെ നിന്ന് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കാർണിവോർസിലേക്ക് പോകുന്നു. ആൻഡ് അതിന്റെ 10% ആണ് നമ്മുടെ ടോപ്പ് കാർണിവോർസിലേക്ക് പോകുന്നത്. സോ നമുക്ക് മനസ്സിലായി യൂണി ഡയറക്ഷനിലാണ്, തിരിച്ച് എനർജി ഫ്ലോ നടക്കുന്നില്ല അല്ലെ. സോ the above concept is explained with the help of an example highlighting only 10% of energy is transferred from one trophic level to the next according to the energy transfer law or 10% law. As a result, the energy captured by producers does not return to the sun. അല്ലെ, പ്രൊഡ്യൂസേഴ്സ് ക്യാപ്ചർ ചെയ്ത എനർജി, ആ 1% എനർജി തിരിച്ച് സണ്ണിലേക്ക് ട്രാൻസ്ഫർ പോകുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല. And the energy transferred to herbivores does not return to the herbivores. Sorry, does not return to the producers. It simply continues to move unidirectionally to the next trophic level. That is why energy flow in the food chain are always unidirectional. അതുകൊണ്ടാണ് എനർജി ഫ്ലോ എപ്പോഴും എന്താവുന്നേ? യൂണിഡിറക്ഷണൽ ആവുന്നേ. ഓക്കെ, കിട്ടിയോ? Next question, differentiate between trophic levels means ചോദിച്ചിട്ടുണ്ട് പൂജ. യൂട്യൂബിലാണോ? യൂട്യൂബിലാണ്. ഓക്കെ, ട്രോഫിക് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മുടെ സ്റ്റുഡൻസിന് ട്രോഫിക് ലെവൽസ് എപ്പോഴും ചോദിക്കുന്ന ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ടീച്ചർ ആ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യാൻ. ട്രോഫിക് ലെവൽസ് എന്താ? ട്രോഫിക് ലെവൽസിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? കമന്റ് ചെയ്തേ, നമ്മുടെ 90+ സ്റ്റുഡൻസ് ഒന്ന് കമന്റ് ചെയ്തേ. ട്രോഫിക് ലെവലിന്റെ ഡെഫിനിഷൻ കമന്റ് ചെയ്തേ. വളരെ എളുപ്പമാണ്. ആൻഡ് MCQ ആയിട്ട് ടീച്ചർ ഒരുപാട് വട്ടം ഡെയിലി എക്സാമിലൊക്കെ ഒരുപാട് വട്ടം ടീച്ചർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രോഫിക് ലെവൽ. ആൻസർ ആണ് ട്രോഫിക് ലെവൽ വരുന്നത്. ആൻഡ് അങ്ങനെ നമ്മൾ ഒരുപാട് വട്ടം. ക്രിസ്സേ മാം, എന്തുകൊണ്ടാണ് 1% ചോദിച്ചിട്ടുണ്ട്? ആരാ ചോദിച്ചേക്കുന്നത്? മീ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സൺ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 10% പ്ലാന്റ്സിന് അക്വയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സോ സോളാർ എനർജിയുടെ 1% മാത്രമേ പ്ലാന്റ്സ് അക്വയർ ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, 1% മാത്രമേ പ്ലാന്റ്സ് കൺസ്യൂം ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? സോ അവിടെ മാത്രമാണ് 1% വരുന്നത്. ബാക്കി പ്രൊഡ്യൂസേഴ്സ് തുടങ്ങി അങ്ങോട്ട് നമ്മുടെ ടോപ്പ് കാർണിവേഴ്സ് വഴി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ 10% ലോ ആണ്. ഓക്കെ, 10% ലോ ആണ്, മറക്കരുത്. ഓക്കെ, നമ്മുടെ ട്രോഫിക് ലെവൽസിന്റെ ഡെഫിനിഷൻ കിട്ടിയോ? ട്രോഫിക് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ ലെവൽസിനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽസ് എന്ന് പറയുന്നത് അല്ലേ. ദ ലെവൽസ് അല്ലെങ്കിൽ ദ സ്റ്റേജസ് അറ്റ് വിച്ച് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു വൺ ലെവൽ ടു ദ നെക്സ്റ്റ് ലെവൽ അല്ലെ. ദ സ്റ്റേജസ് ആണ് ഒരു ഫുഡ് ചെയിന്റെ ഓരോ സ്റ്റേജിനെയും പറയുന്നതാണ് ഓരോ ട്രോഫിക് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റേജസ് ഇൻ ദ ഫുഡ് ചെയിൻ. ഓക്കെ, ഒരു ഫുഡ് ചെയിന്റെ ഓരോ സ്റ്റേജസിനെയും പറയുന്നതാണ് നമ്മൾ ട്രോഫിക് ലെവൽ. അങ്ങനെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, അതിൽ വരുന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടോപ്പ് കാർണിവോഴ്സ്. ഇതൊക്കെ എന്താണ്? ഓരോ ട്രോഫിക് ലെവൽസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എ ഫുഡ് ചെയിൻ, അതാണ് ട്രോഫിക് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇമ്പോർട്ടന്റ് ആണ്, അത് എപ്പോഴും MCQ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, differentiate between biodegradable and non-biodegradable substances. You have to differentiate between biodegradable and non-biodegradable substances. Okay, നോക്കുക, ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ they can be broken into simplest form by biological processes. അതായത് നമ്മൾ പറഞ്ഞു ഓർഗാനിക് കോംപ്ലെക്സ്
സബ്സ്റ്റൻസസിനെ നമ്മൾ ഇൻഓർഗാനിക് സിംപ്ലർ കോമ്പോണൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ അതാണ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ്. ഇനി നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് പറയുകയാണെങ്കിൽ they cannot be broken by biological processes. അതായത് മൈക്രോ ഓർഗാനിസംസിന് സിംപ്ലർ കമ്പോണൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കുക. They do not cause pollution. Biodegradable substances, they are not causing pollution because they are naturally degraded and decomposed by the microorganisms. Okay, but in case of non-biodegradable substances, they cause pollution. Plastic, glass, okay, they are causing pollution. Cans, idokke examples aanu. Okay, then next one noka, they remain for less time in the environment. Environmental വളരെ കുറവ് സമയം മാത്രമേ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് റിറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാ? ബിക്കോസ് they are getting decomposed by microorganisms. Okay, they are getting decomposed by microorganisms. Okay, then നോക്കിയേ, മഹിർ എന്തിനാ യെസ് അയച്ചേക്കുന്നത്? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഇടയിൽ ചോദിച്ചു തോന്നുന്നു. ഓക്കെ, സ്കാവഞ്ചേഴ്സ് ടോപ്പ് കാർണിവേഴ്സ് ആണോ ചോദിച്ചിട്ടുണ്ട് പൂജ. സ്കാവഞ്ചേഴ്സ് ടോപ്പ് കാർണിവേഴ്സിൽ ഉൾപ്പെടുന്നു? അല്ല അല്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് നോക്കാം. എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസിൽ വരുന്നതാണ് ദേ റിമെയിൻ ഫോർ ലോങ് ടൈം ഇൻ ദ എൻവയൺമെന്റ്. സോ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ആണെങ്കിൽ ദേ റിമെയിൻ ഫോർ ലെസ് ടൈം ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ദേ റിമെയിൻ ഫോർ എ ലോങ് ടൈം. ബിക്കോസ് പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെറ്റൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ സോയിൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ ഇൻ അവർ എൻവയൺമെന്റ് ഫോർ എ ലോങ് ടൈം. സോ ഡിഫറൻസിയേഷൻ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നമ്മൾ എടുത്ത എല്ലാ ടോപ്പിക്സും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് പഠിച്ച് തന്നെ പോവാം. ഓക്കെ, സോ ടീച്ചർ ജസ്റ്റ് ഒന്ന് ഫസ്റ്റിൽ നിന്ന് റിവൈസ് ചെയ്യാനായിട്ടല്ല, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ലിവിങ് വേൾഡ് അല്ലെങ്കിൽ വേൾഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സ് 25 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, 25 മാർക്സിനാണ് ആൻഡ് 5 മാർക്സിനാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നമ്മുടെ അവർ എൻവയൺമെന്റിൽ നിന്ന് 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരിക. സോ ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. 30 മാർക്സിന് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 മാർക്സിനും ബയോളജിയിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ എല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും ലൈഫ് പ്രോസസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ടു ഓർഗാനിസം റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഹെറിഡിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും വേരിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ക്രോസ് നിങ്ങളുടെ ചോദിക്കും. ഓക്കെ, അത് മിക്കവാറും നമ്മുടെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് വെച്ചിട്ടായിരിക്കില്ല, അതായിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്നത്. സോ വേറെ ഏതെങ്കിലും ട്രേറ്റ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ദെൻ അവർ എൻവയൺമെന്റിൽ നിന്ന് ബയോ മാഗ്നിഫിക്കേഷൻ ഓർത്ത് വെക്കുക. ഡീകമ്പോസേഴ്സിന്റെ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ടീച്ചർ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു തന്നെ വെക്കുക. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? എല്ലാവരും ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? പഠിച്ചു കഴിഞ്ഞോ? മഹിറ ഒന്ന് തംസ് കാണിച്ചേ. ജെന്യൂൻ ആയിട്ട് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ബയോളജിയിൽ ഇത്രയും പോർഷൻ, നമ്മൾ ഇത്രയും ക്ലാസ്സസ് പോയി, ഒരുപാട് റിവിഷൻ പോയി ഇല്ലേ? ഓരോ ചാപ്റ്റേഴ്സും ഓരോ ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 30 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രമാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ ഇതാ തന്നെ നിങ്ങൾ പഠിച്ചു കഴിയേണ്ടതാണ്. പഠിച്ചു കഴിഞ്ഞോ? അതാരാ പഠിച്ചു എന്ന് പറഞ്ഞിട്ട്? ആഷിക്ക് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സ്റ്റുഡന്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ക്ലാസ്സിലിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയോ യെസ്, നമ്മുടെ ലിയ തംസ് ഇട്ടിട്ടുണ്ട്. ക്രിസ് ബാക്കി എല്ലാവരും ഒന്ന് തംസോ ഹാർട്ടോ എന്തെങ്കിലും പഠിച്ചെങ്കിൽ മാത്രം. മഹിറക്ക് എപ്പോഴും തംസ് ഇല്ല. മഹിറ കൺഫ്യൂഷൻ ആണോ? ടെൻഷൻ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ, ആ പ്രശ്നം ഒന്ന് കമന്റ് ചെയ്തേ, ടീച്ചർ സോൾവ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. യെസ്, സോ ഈ ചാപ്റ്റർ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോർഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും ഡിസ്കസ് ചെയ്ത പോർഷൻസ് നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുക. ഓക്കെ, മറക്കരുത്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഇഷ്യൂസ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് മഹിറ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടില്ല. ഏത് ചാപ്റ്ററാ പഠിക്കാനുള്ളേ? ലാസ്റ്റ് ചാപ്റ്റർ ആണോ? ഒന്ന് ചാപ്റ്റർ നമ്പർ ഒന്ന് ഫിംഗേഴ്സിൽ കാണിച്ചാൽ മതി. ചാപ്റ്റർ നമ്പർ കാണിച്ചാൽ മതി. ചാപ്റ്റർ 6 തുടങ്ങിയാ സ്റ്റാർട്ട് ചെയ്യുന്നേ. എല്ലാത്തിന്നാണോ?
അതായത് ഇനി ആ ഫൈനൽ ഇപ്പൊ ടീച്ചർ ആയാലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് പഠിച്ചാലും ആ ഫൈനൽ ഒരു ഓട്ടം ഓടിയില്ലെങ്കിൽ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമാണോ? ആണ്. ഓക്കെ. സോ സമയമുണ്ട്, നമുക്ക് നാളെയാണല്ലോ എക്സാം, ഇനിയും കുറെ സമയമുണ്ട് അല്ലേ? നാളെയാണ് എക്സാം. സോ ഇന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നാളെ എപ്പോഴും എക്സാമിന്റെ ടൈം ഒന്ന് കമന്റ് ചെയ്തേ. സോ മാർച്ച് 4th അത് നാളെയാണ് നിങ്ങളുടെ സയൻസ് എക്സാം. സോ ബയോളജി 10:30-ക്കാണ് എക്സാം. ഓക്കെ, മോർണിംഗ് 10:30-ക്കാണ് എക്സാം. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ടീച്ചറിനെ എക്സാം ഫീഡ്ബാക്ക് അറിയിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ടീച്ചറുടെ അടുത്ത് പറയണം നിങ്ങളുടെ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വോയിസ് ആയിട്ട് അയക്കണം, അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ടീച്ചർ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് റിവ്യൂ അയക്കാം. ഓക്കെ, സോ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, നിങ്ങൾ ഒരു തരത്തിലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുക. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോൺഫിഡൻസിൽ പോവാം എക്സാമിന്. ഓക്കെ, സോ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട. ലെറ്റ്സ് സ്കോർ ദ ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ ബെസ്റ്റ് നമ്മൾ സ്കോർ ചെയ്യാം. ഓക്കെ, കേൾക്കണ്ടോ? മഹിറ ചിരിക്കുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റ് നമ്മൾ സ്കോർ ചെയ്യുക, നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. ഓക്കെ, നമ്മളെക്കാൾ പറ്റുന്ന മാക്സിമം സ്കോർ ചെയ്യുക. സോ യു ഷുഡ് ഡോണ്ട് സ്ട്രെസ്, ഡു യുവർ ബെസ്റ്റ്, ഫോർഗെറ്റ് ദ റെസ്റ്റ്. ഓക്കെ, ഡോണ്ട് സ്ട്രെസ്, ആരും സ്ട്രെസ് ചെയ്യരുത്. ലാസ്റ്റ് മിനിറ്റിൽ സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷൻ അടിച്ച് സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. യു ഹാവ് ടു പുട്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ഓക്കെ, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക, അത്ര മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്താ സെൽഫ് ചീറ്റിംഗ് ആണ് അല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ഓഫ് കോഴ്സ് സെൽഫ് ചീറ്റിംഗ് ആണ്. സോ അവനവനെ ചീറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം നിങ്ങൾ കൊടുക്കില്ലേ? ക്രിസ്സെ കൊടുക്കോ? ക്രിസ് റെഡി, ക്രിസ് ഫുൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു ഫോർഗെറ്റ് ദ റെസ്റ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളോടെ കിടന്നോട്ടോ. ഓക്കെ, സോ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് പോവാ, വാട്ടർ ഒക്കെ കൊണ്ട് പോവാ. ഓക്കെ, എല്ലാ മെറ്റീരിയൽസും പെൻ പേപ്പർ പേപ്പർ വേണ്ട കേട്ടോ, പെൻ ബാക്കി എല്ലാ ഐറ്റംസും എല്ലാം ക്യാരി ചെയ്ത് തന്നെ പോവാ. ഓക്കെ, പേപ്പർ ഒന്നും കൊണ്ട് പോകരുതേ. ഓക്കെ, സോ അങ്ങനെ സെറ്റ് ആയി പോവാ, ഒരു തരത്തിലും ടെൻഷൻ അടിക്കണ്ട. പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, ഒന്ന് കറക്റ്റ് മോർണിംഗ് എണീറ്റ് നന്നായി പ്രാർത്ഥിച്ച് ഓക്കെ സെൽഫ് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാക്കി സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത്ര നാൾ പഠിച്ചു എന്നുള്ളതിനെ ആരും അത് ചോദിക്കാൻ വരില്ല. ആ പേപ്പറിൽ എന്ത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഒരു ടെൻഷനും അടിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ എല്ലാവരും കൂടി ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തേ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ സപ്പോർട്ടിംഗ് ടീച്ചർ ഉണ്ട്, നമ്മുടെ സാർ ഉണ്ട് ഇല്ലേ? സോ എല്ലാവരും നിങ്ങൾക്ക് ഒരുപോലെ ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തേക്കാണ്. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ഇടണം. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇത്. സോ നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്നുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 10th ബാച്ച് ഇവിടെ ലാസ്റ്റ് ചെയ്യാണ്. ആൻഡ് സയൻസ് എക്സാം ആണ് നാളെ. നിങ്ങളുടെ എക്സാമിന് ശേഷം ഉറപ്പായിട്ടും ടീച്ചറിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സോ എല്ലാവരും ഒരു ഫീഡ്ബാക്ക് ഇട്ടേ, ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഒന്നും ഇട്ടേ. എല്ലാവരും കമന്റ് ചെയ്ത ടീച്ചർക്ക് ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ബയോളജി ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? റിവിഷൻ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ? ക്രിസ് ടീച്ചറിന്റെ ക്ലാസ് അടിപൊളിയാണ്. ഓക്കെ ക്രിസ്, താങ്ക് യു. ഓക്കെ, ദെൻ ബാക്കി കമന്റ്സ് ഒന്ന് പോരട്ടെ. ജെന്യൂൻ ആയിട്ടുള്ള കമന്റ്സ് ആണ് ടീച്ചർക്ക് വേണ്ടത്. ടീച്ചർക്ക് യെസ് ഓർ നോ കമന്റ്സ് വേണ്ട. ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയി, മാരത്തോൺ ക്ലാസ്സസ് അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസ് വെരി യൂസ്ഫുൾ, യൂസ്ഫുൾ ആയിരുന്നു ഇല്ല? ഓക്കെ, യൂസ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്, കുഡ് ലേൺ ആൻഡ് ഓക്കെ താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ കുട്ടികളെല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആ കമന്റ്സ് ഒന്ന് സേവ് ചെയ്താലോ? ഓക്കെ, സോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കമന്റ്സ് ഉണ്ടോ? എക്സാമിന് ടൈം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം, ആ കമന്റ്സ് ഒന്ന്. ഓക്കെ, സോ എല്ലാവരുടെ റെസ്പോൺസസും വന്നു കഴിഞ്ഞു ഇല്ലേ? എല്ലാവരുടെ റെസ്പോൺസസും വന്നു കഴിഞ്ഞു. ഓക്കെ, സോ വെരി താങ്ക് യു. സോ നിങ്ങൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ കുട്ടികളെ, നിങ്ങൾ 90+ സ്റ്റുഡൻസ്, നിങ്ങൾ ബെസ്റ്റ് ആണ്. ഓക്കെ, 90+ സ്കോർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 80-ലാണ് എക്സാം. സോ 70+ എന്ന് പറയാം. ഓക്കെ, ഓക്കെ, സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട, കോൺഫിഡന്റ് ആയിട്ടിരിക്കും. മഹിറ ടെൻഷൻ മാറ്റി വെക്കുക. ടീച്ചർ സീരിയസ് ആയിട്ട് പറയാണ്, ടെൻഷൻ മാറ്റി വെക്കുക. പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും ടെൻഷൻ മാറ്റി വെക്കുക. ടെൻഷൻ അടിച്ചിരുന്ന തലയിൽ ഒന്നും ഇരിക്കില്ല. ഓക്കെ, ഒന്നും പഠിക്കാൻ പറ്റില്ല. ടെൻഷൻ മാറ്റി വെക്കുക, പറ്റുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ഇടാൻ നോക്കുക. ഓക്കെ, സോ ഐ ആം ലീവിംഗ് ഫോർ ടുഡേ ആൻഡ് നമ്മളിനി മീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. സോ താങ്ക് യു എവ്രി വൺ. സോ ഐ ആം ലീവിംഗ് ഫോർ ടുഡേ. സോ സ്റ്റേ ട്യൂൺ വിത്ത് 90+ മൈ ട്യൂഷൻ ആപ്പ്. ഓക്കെ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.